ഹായ് ഫ്രണ്ട്സ്, ഒരു ചൈനീസ് വാമ്പയർ മിനി സീരീസ് ആണ് നമ്മൾ കാണുന്നത്. സീരീസിന്റെ പേരറിയണം എന്നുള്ളവർക്ക് വീഡിയോന്റെ റൈറ്റ് സൈഡ് കോർണറിൽ എഴുതിയിട്ടുണ്ട്. കോൾഡ് ഹാർട്ടഡ് ആയിട്ടുള്ള വാമ്പയർ ഹീറോയെ എങ്ങനെയാണ് ഹീറോയിൻ വളച്ചെടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ പോയി നോക്കാം. ഇതാണ് നമ്മുടെ ഹീറോ, പേര് ചോങ് യോങ്. വർഷങ്ങളായിട്ട് ജീവിച്ചവരാണ്. ഇനി ഒരുപാട് വർഷം ജീവിക്കാനുള്ള ഒരു എറ്റേണൽ ലൈഫാണ് തനിക്കുള്ളത്. പക്ഷേ അതൊരു വരമായിട്ടല്ല, ശാപമായിട്ടാണ് ചോങ് യോങ് കണക്കാക്കുന്നത്. കാരണം അവൻ ഇഷ്ടപ്പെട്ട എല്ലാവരും പെട്ടെന്ന് മരിക്കും. മരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അവന്റെ ഹൃദയം വെച്ച് നോക്ട്രോൺ എന്ന് പറയുന്ന ഒരു ഫ്ലവർ ഉണ്ടാക്കുക. അത് എപ്പോഴാണോ ബ്ലൂം ചെയ്യുക അപ്പോൾ അവന് മരിക്കാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവന്റെ ഹൃദയം വെച്ച് നോക്ട്രോൺ എന്നുള്ള ആ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് ബ്ലൂം ചെയ്തിട്ടില്ല, ജസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാലങ്ങൾ, സെഞ്ചുറീസ് കടന്നു പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹീറോയിൻ ഒരു കൂരമേലിരുന്ന് കുടിച്ചുകൊണ്ട് അവളുടെ ശാപത്തെക്കുറിച്ചാണ് പുലമ്പുന്നത്. അവളുടെ ക്ലാനിലെ ആൾക്കാർ ചെറിയ പ്രായത്തിൽ മരിക്കും. അങ്ങനെ മരിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ യാൻ ക്ലാനിലെ, അതായത് നമ്മുടെ ഹീറോയുടെ ക്ലാനിലെ ആരെങ്കിലും മാരേജ് ചെയ്യണം. അത് ട്രൂ ലവ് ആണെങ്കിൽ മാത്രം ആ ഒരു കേഴ്സ് ബ്രേക്ക് ചെയ്യാൻ പറ്റും, അവർക്ക് കൂടുതലായിട്ട് ജീവിക്കാൻ പറ്റും. ഇതും പറഞ്ഞ് എണീക്കുമ്പം കയ്യിൽ തട്ടി കൈ മുറിയുന്നു, ബ്ലഡ് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോയ്ക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവൻ്റെ നോക്ട്രോൺ അതിനോട് പ്രതികരിക്കുന്നുണ്ട്. അവള് കൂരമേലേന്ന് താഴെ വീഴുമ്പം കറക്റ്റായിട്ട് ഹീറോ ഒന്ന് ക്യാച്ച് ചെയ്ത് താഴെ നിർത്തുന്നുണ്ട്. അവള് നോക്കുമ്പം നല്ല ബോഡിയൊക്കെ ആയിട്ടുള്ള സുന്ദരനായിട്ടുള്ള ഒരു ചെറുക്കൻ. നീ ആരാണെന്ന് ചോദിക്കുന്നതിന് ഹീറോയുടെ കണ്ണുകൾ അങ്ങനെ ചുമന്നു വരുന്നു. ഹീറോയിൻ്റെ കുരവെള്ളി കടിക്കുവാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഹീറോയിൻ മയക്കത്തിൽ നിന്ന് എണീക്കുമ്പം ഒരു വലിയ വീട്ടിലാണുള്ളത്. കഴുത്തിന് പിടിച്ചോണ്ട് പേടിച്ചോണ്ട് എണീക്കുമ്പം നീ എണീറ്റ് വന്നൊരു സൗണ്ട് കേൾക്കുന്നു. നോക്കുമ്പം ആ റൂമിന് പുറത്തായിട്ട് ഒരു കസാരയിൽ ആരോ ഇരിക്കുന്നുണ്ട്. ഹീറോ യാൻ ക്ലാനിലുള്ളതാണെന്ന് ഹീറോയിൻ മനസ്സിലാക്കുന്നുണ്ട്. അവൾക്ക് പേടിയുണ്ടോയെന്ന് ചോദിക്കുമ്പം ഇല്ലെന്ന് പറയുന്നു. അത് ഹീറോയ്ക്ക് ദേഷ്യം വരുത്തുന്നുണ്ട്. നേരെ വന്ന് അവളുടെ കഴുത്തിനെ പിടിച്ച് പൊക്കി പിടിക്കുകയാണ്. നിന്റെ ക്ലാനിലെ ബ്ലഡ് ഞങ്ങളുടെ ക്ലാനിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നും പറഞ്ഞ് എനിക്ക് നീ ഒന്നുമല്ല. നേരത്തെ ഹീറോയിനെ രക്ഷിക്കാൻ വന്നായിരുന്നല്ലോ, ആ സമയത്ത് അവൻ കടിക്കാൻ വന്നപ്പം അവളുടെ ഹെയർ പിന്നെ വെച്ചിട്ട് അവൻ്റെ കഴുത്തിലെ കുത്തിയിട്ടുണ്ടായിരുന്നു. അതൊരു ബ്ലൂ മാർക്കായിട്ട് വന്ന് മറഞ്ഞുവാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ബ്ലഡ് ഛർദ്ദിച്ചുകൊണ്ട് എന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞ് അവൻ്റെ മേത്തേക്ക് എന്നെ മയങ്ങി വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഹീറോയുടെ ബെഡിൽ മയങ്ങി എണീറ്റിരുന്നത്. അവളുടെ ക്ലാനിലെ ആൾക്കാർ 25 വയസ്സാകുമ്പോഴേക്കും മരിക്കും. ഫുൾ മൂണിൻ്റെ അന്ന് ഭീകരമായ വേദന അനുഭവിച്ച് വേണം മരിക്കാൻ. അതുകൊണ്ട് ഹീറോയോട് ഹീറോയിനെ കെട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മാരേജിന് കേട്ടത് ഇവന് ഷോക്ക്. അതൊന്നും നടക്കാത്ത കാര്യമാണ്. നീ നിന്റെ പാട്ട് നോക്കി പോച്ചേന്ന് പറയുമ്പം അവളാണെങ്കിൽ പോകുന്നില്ല. ഭയങ്കരമായിട്ട് കിഞ്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഹീറോയുടെ മനസ്സ് ഇറങ്ങുന്നില്ല. എന്നിട്ട് അവൻ്റെ പവർ ഉപയോഗിച്ചാണ് അവളെ വീട്ടിനെ പുറത്താക്കുന്നത്. ഹീറോ അവൻ്റെ നോക്ട്രസ് ഫ്ലവർ ഉള്ളിടത്തേക്ക് പോകുന്നുണ്ട്. അവൻ്റെ ഫ്ലവറിന് ചെറിയൊരു മാറ്റം വന്നതായിട്ട് ശ്രദ്ധിക്കുന്നു. അങ്ങോട്ടേക്ക് ഒരു വെള്ള മുടിയുള്ള ഒരാൾ വരുന്നുണ്ട്. ആളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ആ ഫ്ലവറിന് വന്ന മാറ്റത്തിന് കാരണം എന്താണെന്ന് ചോദിക്കുന്നതിന് അത് ഹീറോയിൻ ആണെന്നും അവള് നിന്റെ അടുത്ത് ഉണ്ടെങ്കിലേ ഇത് ബ്ലൂം ചെയ്യുമെന്നും പറയുന്നുണ്ട്. ശരിക്കും അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അവളെ എപ്പോഴും ജസ്റ്റ് കൂടെ വെച്ചിരുന്നാൽ മതിയോ അതോ കൊല്ലണോ എന്നുള്ള രീതിക്ക്. അതിനുള്ള ഉത്തരം നീ തന്നെ കണ്ടുപിടിക്കണമെന്ന് വെള്ളമുടിക്കാരൻ. നമ്മുടെ ഹീറോയിൻ ഒരു ഫ്ലവർ ഷോപ്പാണ് വെച്ച് നടത്തുന്നത്. അങ്ങോട്ടേക്ക് തിരിച്ചു വന്ന് നോക്കുമ്പം കുറച്ച് ആൾക്കാർ ചേർന്ന് അതെല്ലാം അടിച്ചു പൊളിച്ച് ചെടികളൊക്കെ കളയുന്നതാണ് കാണുന്നത്. മെങ് എന്നൊരു ഫാമിലിക്ക് എന്തോ ഒരു തരം ലോട്ടസ് 1 മാസത്തേക്ക് ഡെലിവറി ചെയ്യാമെന്ന് ഹീറോയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മുടക്കിയെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതാണെങ്കിൽ കുറച്ച് റയറായിട്ടുള്ള, വളർത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ലോട്ടസ് ആണ്. അതുകൊണ്ടാണ് താമസിച്ചത്. അതിൻ്റെ പേരിൽ സംസാരിച്ച പോലെ എന്തിനാ ഇതൊക്കെ നശിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പം അയാൾ ഇവളെ ഉപദ്രവിക്കുന്നുണ്ട്, പിന്നെയും മുറിയുന്നുണ്ട്. ബ്ലഡ് വരുന്നതും അതൊരു റെഡ് ലൈറ്റ് കണക്ക് ഹീറോയുടെ ഫ്ലവർ ഉള്ള സ്ഥലത്തേക്ക് പോകുന്നു. പിന്നെ ഹീറോയിൻ എന്തോ പറ്റിയെന്ന് ഹീറോ സെൻസ് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു ചെടി എടുത്ത് ഹീറോയിനെ അടിക്കാൻ വരുന്നുണ്ട്. അവള് പേടിച്ച് കണ്ണു മൂടുന്നു. ഒന്നും സംഭവിക്കുന്നില്ല. എന്താന്ന് നോക്കുമ്പം അവരെല്ലാവരും ഫ്രീസ് ആയിട്ട് നിൽക്കുവാണ്. അപ്പുറത്തേക്ക് നോക്കുമ്പം അതിലെ ഹീറോ വരുന്നുണ്ട്. അവനാണ് ഇവരെല്ലാം സ്റ്റക്കാക്കിയതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് വന്ന ഹീറോ അയാളുടെ കൈ മാറ്റിയിട്ട് അവളെയും ക്രോസ് ചെയ്ത് അതിൽ പോകുന്നുണ്ട്. അവൾ അവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഒരു സ്ഥലത്തെത്തുമ്പം പെട്ടെന്ന് അവളെ ബേക്കിൽ നിന്ന് ഹഗ് ചെയ്യുന്നു. അവളെ ഹീറോ അന്വേഷിച്ച് വന്നെന്ന് അവൾക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ ഹീറോ വന്നതിൻ്റെ പിന്നിൽ ഉദ്ദേശങ്ങളുണ്ട്. അവൻ്റെ ഫ്ലവർ പുറത്തേക്ക് എടുക്കുന്നു. അത് കണ്ടിട്ട് അവൾക്ക് ഒരു മാജിക് കണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷം. അവൻ അവളുടെ കൈ പിടിച്ച് മുറിച്ച് അവളുടെ ബ്ലഡ് കാരണം അത് പൂക്കുമെന്നാണ് നോക്കുന്നത്. കാര്യം അറിയുമ്പം കൈ മാറ്റിയിട്ട് ഞാനത് ബ്ലൂം ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായും ഉണ്ടാവും. അപ്പോഴേക്കും നീ ജീവനോടെ ഉണ്ടാവുമോ എന്നുള്ളതാണ് സംശയം. പിന്നെ ഞാൻ എന്തിനാ നീ പറയുന്ന കേൾക്കുന്നതെന്നും പറഞ്ഞ് അവളവിടുന്ന് പോകുമ്പം പിടിച്ചു നിർത്തിയിട്ട് നിന്റെ ജീവൻ എടുക്കാൻ എനിക്ക് കുറച്ച് സമയം പോലും ആവശ്യമില്ല, അത് ഓർത്ത് വെച്ചോ.
ഈ സീൻ ഇവിടെ കട്ട് ചെയ്ത് എന്തോ ഒരു മെഡിസിൻ ഉണ്ടാക്കുന്ന ഒരാളെയാണ് കാണുന്നത്. ഫേസ് കാണിക്കുന്നില്ല, പക്ഷേ മെങ് ഫാമിലിയിലെ ആളാണെന്ന് മനസ്സിലാക്കാം. കാരണം 100 ലോട്ടസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇനി ഒരു 21 ലോട്ടസും കൂടെ കിട്ടാനുണ്ട് എന്ന് പറയുമ്പം ഇപ്പൊ തന്നെ 3 മാസമായി ഇനിയും കിട്ടിയില്ലേന്ന് അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട്. സർവന്റ് അയാളുടെ അടുത്ത് ഭയങ്കരമായിട്ട് പേടിച്ചാണ് നിൽക്കുന്നത്. മുട്ടുകുത്തി ഇരുന്നിട്ട് സോറി ചോദിക്കുന്നുണ്ട്. ഒരു ഡപ്പിയിൽ എന്തോ ഒരു സാധനം എടുത്ത് അയാളുടെ കയ്യിലിട്ടിട്ട് തിന്നാൻ പറയാണ്. അത് കഴിച്ചതും അയാളുടെ കണ്ണ് ഫുള്ളായിട്ട് ഭയങ്കര ബ്ലാക്ക് ആവുന്നുണ്ട്. പെട്ടെന്ന് നിലത്ത് വീണ് കുറച്ച് പെടയുന്നുണ്ട്. എണീറ്റ് നോക്കോളാൻ ആ ഒരു പേഴ്സൺ പറയുമ്പം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എണീറ്റ് പോകുന്നുണ്ട്. ആ പേഴ്സൺ ഒരു ലേഡീൻ്റെ ഫോട്ടോ നോക്കിയിട്ട് ഹൂലിയാങ്, നീ എന്നെ വിട്ടുപോകാനുള്ള കാരണം ആ ഒരു പേഴ്സണാണ്. എങ്ങനെ ഞാൻ നിന്നെ എത്രയും പെട്ടെന്ന് എണീപ്പിക്കും എന്ന് പറയുന്നുണ്ട്. മൊത്തത്തിലൊരു ഡാർക്ക് വൈബ്. ഇവിടെ ഹീറോ ഹീറോയിനെയും കൂട്ടിയിട്ട് അവൻ്റെ ആ ഒരു ഫ്ലവർ ഉള്ള സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അവൾക്ക് ആ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ 5 വർഷമായിട്ട് സ്നോ കണ്ടില്ലെന്നും താൻ 3 മാസത്തെ മരിക്കാൻ പോവാണ്, എനിക്കിനി അത് കാണാൻ പറ്റില്ല എന്ന് വിഷമം പറയുമ്പം ഹീറോ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞൊടിക്കുന്നുണ്ട്. അപ്പോഴേക്കും സ്നോ വരുന്നു. അവള് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. അവളുടെ സന്തോഷം കണ്ട് അവൻ പോലും അറിയാതെ ഒന്ന് ചിരിച്ചു പോകുന്നുണ്ട്. ആ ഫ്ലവർ കാണിക്കുമ്പം അത് കുറച്ച് ബ്ലൂം ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം ഒരു വീടിൻ്റെ മുന്നിൽ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. അതിലൊരു ലേഡി ഒരു പെണ്ണിൻ്റെ ഫോട്ടോയും വരച്ച് മെങ് മെങ് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആളെയാണ് വിളിക്കുന്നത്. അവിടെ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് എന്താ സംഭവം എന്ന് ഹീറോയിൻ ചോദിക്കുമ്പം ആ ലേഡീൻ്റെ മോള് ഒരു ദിവസം ആ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടറെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അയാളുടെ പുറകെ നടന്നെങ്കിലും ആ ആൾക്ക് ഒരു വൈഫ് ഉണ്ടായിരുന്നു, മരിച്ചു പോയതാണ്. പക്ഷെ ഭാര്യനെ അത്രത്തോളം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ കൊച്ചിനെ സ്വീകരിക്കാൻ തയ്യാറല്ല. അങ്ങനെ ഈ ലേഡീൻ്റെ മോള് എന്തോ ഫ്ലവർ വെച്ച് ചെയ്തു എന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അതിനുശേഷം ഇപ്പൊ കുറച്ചായിട്ട് ആ പെണ്ണിനെ കാണാനില്ലെന്ന്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മെങ് എന്ന് പറയുന്ന ആള് വരുന്നുണ്ട്. ഡോക്ടർ എൻ്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ സഹായിക്കണം എന്ന് പറയുമ്പം അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടുന്നുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാന്ന്. അവിടുന്ന് കൂട്ടൊഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ മാത്രം നേരെ ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. അപ്പം അങ്ങോട്ടേക്ക് അവളെ കഴിഞ്ഞ ദിവസം പേടിപ്പിച്ച ആ ഒരാൾ വന്നിട്ട് എന്തിനാ ഇങ്ങോട്ടേക്ക് കയറിയത്, മര്യാദയ്ക്ക് പുറത്തു പോകുമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു ഒച്ചപ്പാട് കേട്ടിട്ടാണ് മെങ് അങ്ങോട്ടേക്ക് ഇരുന്നത്. കാര്യം എന്താണെന്ന് പറയുമ്പം അയാളെ പറഞ്ഞു വിട്ടിട്ട് അവളുടെ തോളിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് അത് എടുത്ത് കളയുന്നുണ്ട്. 8 കാലിയാണെന്ന് പറഞ്ഞിട്ട് അതിന് ബുദ്ധിമുട്ടായെങ്കിൽ സോറിയും ചോദിക്കുന്നു. ഇതിനൊക്കെ എന്തിനാ സോറി ചോദിക്കുന്നത്, ഞാൻ നന്ദിയല്ലേ പറയേണ്ടത് എന്ന് ഹീറോയിൻ. അവളുടെ സെന്റ് ശ്രദ്ധിച്ചിട്ട് അതെവിടുന്ന മേടിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ കുറച്ച് ഇംപ്രസ് ആയ കണക്കാണ് ഇങ്ങനെ നോക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അതിനുള്ള ആൻസർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോകുന്നതിന് മുന്നേ ആ ലോട്ടസ് എത്രയും പെട്ടെന്ന് എത്തിക്കാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഹീറോയിൻ പോയി കഴിയുമ്പം അവളുടെ മേത്തുനിന്ന് സ്പൈഡർ ആണെന്നും പറഞ്ഞ് എടുത്ത ആ ഒരു സാധനം കാണിക്കുന്നുണ്ട്. അതൊരുമാതിരി മിന്നാവിൻ്റെ കണക്കാണുള്ളത്. ശരിക്കും ആ പെണ്ണിനെ കണ്ടുപിടിക്കാൻ പോവാണോ എന്ന് അസിസ്റ്റന്റ് ചോദിക്കുന്നതിന് ആ ലേഡിക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്, നമുക്ക് അവരെ ഒന്നിപ്പിച്ചേക്കാന്നാണ് മെങ് പറയുന്നത്. പക്ഷെ അതിലെന്തോ ഉൾക്കുത്തുള്ള കണക്കുണ്ട്. അതിനേത്താണ് അണ്ടർഗ്രൗണ്ട് പോലെയുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ആ പെണ്ണിനെ കെട്ടിയിട്ടിട്ടുണ്ട്. അതും മുഖത്ത് മൊത്തം അടികൊണ്ട് ചോര വന്ന പോലെ ഉണ്ട്. ഈ പെണ്ണാണെങ്കിൽ അവനെ കണ്ടതും ഭയങ്കര സന്തോഷത്തില് എന്നെ കാണാൻ വന്നു എന്ന് പറഞ്ഞ് കറന്ന് ചാകുവാണ്. ഈ ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്ക് അതിനുള്ള റിവാർഡ് തരാന്ന് പറഞ്ഞ് അവളുടെ ഫേസിൽ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അസിസ്റ്റന്റിന്റെ അടുത്ത് കൂടുതൽ ഡ്രഗ്സ് അവളുടെ മേലെ ടെസ്റ്റ് ചെയ്യാൻ പറയാണ്. എന്നിട്ട് ആ പിടിച്ച കയ്യ് തുടയ്ക്കുന്നവരുണ്ട്. എന്നിട്ടും ആ പെണ്ണ് വായും പൊളിച്ചാണ് അവനെ നോക്കുന്നത്. എന്ത് തരം മെന്റലാണോ എന്തോ. ഇവിടെ നമ്മുടെ ഹീറോ കാണാതെ അവന്റെ വീട്ടിലേക്ക് ഒളിച്ചു കിടന്ന് അവളുടെ അടുത്ത് കുറെ ബുക്ക് ഉണ്ട്. അത് ടേബിളില് സോഫയില് എന്ന് പറഞ്ഞ് ഓരോ സ്ഥലത്തായിട്ട് വെക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഹീറോയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നോക്കുമ്പോ ഒരു ബുക്ക് എന്താണെന്ന് എടുത്ത് നോക്കുന്ന അവന്റെ കണ്ണ് തള്ളുന്നുണ്ട്. എന്തോ റൊമാൻറ്റിക് ബുക്കാണ്. ഇതാക്കി ആരുടെ ഇവിടെ കൊണ്ടുവച്ചെന്ന് പറഞ്ഞ് എണീറ്റ് പോകുന്ന സമയത്ത് വേറൊരു ബുക്ക് കാണുന്നു. സോഫയിൽ പോയിരിക്കുമ്പോൾ അവിടെയും ബുക്ക്, ഫുള്ള് റൊമാൻറ്റിക് ബുക്ക്. നോക്കുന്നിടത്തൊക്കെ അത്. അപ്പോഴാണ് എന്തോ സൗണ്ട് കേൾക്കുന്നത്. ആരാത് നോക്കുമ്പം ഹീറോയിൻ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. നീ എന്താ ഇവിടെ എന്ന് പറഞ്ഞ് എണീറ്റ് വരുമ്പം അവളാണെങ്കിൽ അവനെ ഡൈവേർട്ട് ചെയ്ത്, പൊതുവെ നിങ്ങൾക്ക് സൺലൈറ്റ് പറ്റത്തില്ലല്ലോ, പിന്നെന്ത് ഈ ജനൽ മൂടിയിടാത്തേന്ന് ചോദിക്കുകയാണ്. അത് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ആണ് പറ്റാത്തത് എന്ന് ഹീറോ പിന്നെയും ചോദിക്കുന്നുണ്ട്. നീ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന്. ജസ്റ്റ് വാതിലോർന്നിരുന്നു, കയറി വന്നയാണെന്ന് പറയുന്നു. എന്നിട്ട് ഹീറോയ്ക്ക് ഉണ്ടാക്കി വെച്ച ഫുഡ് എടുത്തുകൊണ്ട് വരുന്നു. ബ്ലഡിന്റെ സോസേജ്, പോർക്ക്, ബ്ലഡ്, കേക്ക് എന്ന് തുടങ്ങി ഫുള്ള് ബ്ലഡിൻ്റെ ഐറ്റംസ്. എന്നിട്ടൊരു ഡയലോഗും, ഹീറോ ഇത്രയും കാലമായിട്ട് ഒറ്റയ്ക്കല്ലേ താമസിച്ചത്, അതുകൊണ്ട് അവനെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, ഇനി മുതലേ ഞാനുണ്ട് എന്ന്. അതാണ് അവന് സഹിക്കാൻ പറ്റാത്തത്. ഇതിനു മുന്നേ ഞാൻ വളരെ ഓക്കെയായിരുന്നു, പ്രത്യേകിച്ച് ഒറ്റയ്ക്കായിരുന്നു. അപ്പം അത് മാത്രമല്ല, 3 മാസം കഴിയുമ്പോൾ പൂ വിരിഞ്ഞിട്ടില്ലെങ്കിൽ നീ എന്തായാലും മരിക്കും. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്നെ ഹീറോ അങ്ങനെയൊന്നും കൈവിടത്തില്ലെന്ന് എനിക്ക് അറിയാമെന്ന് പറയുമ്പം പിന്നെ ഞാൻ ഒരുപാട് പേരെ മരിക്കുന്ന കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കതൊന്നും വലിയ കാര്യമല്ലെന്ന് ഹീറോ. അത് അവക്കൊരുമാതിരി ദേഷ്യ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് പ്രൈഡൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഏപ്രിലിനെ അഴിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അവൻ ആ ഏപ്രിൽ നോക്കി എന്തോ ആലോചിക്കുന്നുണ്ട്. വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഹീറോയിൻ ഹീറോയെ പറ്റുന്നത്രയും കുറ്റം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്.
ഇവളീ പോകുന്നത് ആ കാണാതെ പോയ പെണ്ണെ ശ്രദ്ധിക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഒരുമാതിരി പ്രേതം പിടിച്ച കണക്കാണുള്ളത്. മേ ബി കുറെ ഡ്രഗ്സ് എടുക്കുന്നേ കൊണ്ടായിരിക്കാം. ഇവള് ഹീറോയിനെ ഫോളോ ചെയ്തു പോകുന്നു. വീട്ടിലെത്തിയിട്ടും ഹീറോയിൻ അറിയുന്നില്ല. ഹീറോയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തൊരാള് ഫ്ലവേഴ്സ് നോക്കിയിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അടുത്തു പോയി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ കാണാതെ പോയ പെണ്ണാണെന്ന്. നിന്റെ അമ്മ നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പം ആ പെണ്ണാണെങ്കിൽ ഇവളുടെ ഫേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് തനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച് ഒരു കത്തിയെടുത്ത് ഹീറോയിന്റെ ഫേസ് മുറിക്കാൻ വേണ്ടി വരുവാണ്. ഹീറോയിൻ രക്ഷപ്പെട്ട് പോകാൻ നോക്കുമ്പോൾ അവളെ പിടിച്ച് താഴേക്ക് ഇടുന്നു. അപ്പോൾ അവളുടെ വായിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. ഇത് ഹീറോയ്ക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നു. ആ കാണാതെ പോയ പെണ്ണാണെങ്കിൽ പിന്നെയും കത്തിയെടുത്ത് നിന്റെ ഫേസ് എനിക്ക് വേണമെന്നും പറഞ്ഞ് അടുത്തേക്ക് വരുവാണ്. അപ്പോഴാണ് കറക്റ്റായിട്ട് ഹീറോ വരുന്നത്. സ്റ്റൈലായിട്ട് കൊടയും ചൂടിയിട്ടാണ് വരുന്നത്. സൺലൈറ്റ് കൊള്ളാൻ പാടില്ലല്ലോ. ആ പെണ്ണ് നിർത്താതെ എനിക്ക് എൻ്റെ ഫേസ് വേണമെന്ന് പറഞ്ഞ് പിന്നെയും ഹീറോയിനെ ഉപദ്രവിക്കുവാനുമാണ്. ഹീറോ ഇടയ്ക്ക് കയറുന്നുണ്ട്. അവർ തമ്മിൽ ഭയങ്കരമായിട്ട് അടി നടക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഹീറോ വെച്ചിരുന്ന അവൻ്റെ കൊട മാറിപ്പോവാണ്. അവന് ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കൊള്ളാൻ പറ്റത്തില്ലല്ലോ. എന്നാലും ആ പെണ്ണിനെ അടിച്ചിടുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ മെയിൽ മൊത്തം ഒരുമാതിരി വ്രണമായ കണക്ക് വരുന്നുണ്ട്. ഇതാണ്ട് ഹീറോയിൻ പേടിച്ച് നിൽക്കുമ്പം ആ പെണ്ണിന്റെ കൂർത്ത നഖങ്ങൾ വെച്ച് പിന്നെ ആക്രമിക്കാൻ വരുന്നുണ്ട്. ഹീറോയിൻ മറിഞ്ഞു നിൽക്കുമ്പം അവളുടെ മേത്താണ് ആ കീറല് കൊള്ളുന്നത്. ഹീറോയ്ക്ക് തീരെ വയ്യെങ്കിലും അവന്റെ പവർ ഉപയോഗിച്ച് എങ്ങനെയോ ആ പെണ്ണിനെ അടിച്ചിടുന്നുണ്ട്. പക്ഷെ അവൻ മയങ്ങി വീഴുവാണ്. ഹീറോയെ ബാത്ടബിലിട്ട് കുളിപ്പിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ ശരിയാക്കാൻ പറ്റുമെന്ന് ഹീറോയിൻ ഒരുപാട് നോക്കുന്നുണ്ട്. ആ അബോധാവസ്ഥയിൽ ഹീറോ ആലോചിക്കുന്നത് അവൻ വീക്കായി വരുന്നുണ്ട് എന്നും അതിനർത്ഥം ആ ഫ്ലവർ ബ്ലൂം ചെയ്യാൻ പോവാണെന്നും അതിലൂടെ അവൻ മരിക്കാൻ പോവാണെന്നുമാണ്. ഇതും ആലോചിച്ച് കണ്ണുറക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഹീറോയിനാണ് അടുത്തുള്ളത്. പെട്ടെന്നാണ് അവന്റെ കണ്ണ് റെഡ് ആവുന്നതും അവൻ എന്തൊക്കെയോ പോലെ ആവുന്നത്. ഒരുമാതിരി പെയിനൊക്കെ ഉള്ള കണക്ക്. ഹീറോയിനോട് പെട്ടെന്ന് അവിടുന്ന് പോകാൻ പറയുന്നുണ്ട്. പക്ഷെ അവളത് കേൾക്കാതെ അവനെ പിടിച്ച് കിസ് ചെയ്യാണ്. കുറച്ചു നേരമായിട്ട് അങ്ങനെ കിസ് ചെയ്യുന്നുണ്ട്. അത് നിർത്തുമ്പം ഹീറോ അവളെ പിടിച്ച് വെച്ച് കിസ് ചെയ്യാണ്. ഭയങ്കര ഇൻറ്റൻസീവ് ആയിട്ടുള്ള കിസ്. അതിൻ്റെ ഇടയ്ക്കാണ് അവൻ അവളുടെ പുറത്ത് മുറിഞ്ഞെടുത്ത് തൊടുന്നത്. അവൾക്ക് വേദനയാവുന്നത് ശ്രദ്ധിച്ച് അവളെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ഇരുത്തി. ഡ്രസ്സ് വലിച്ചീർന്നുണ്ട് പുറത്ത് മരുന്ന് വെക്കാൻ വേണ്ടിയിട്ട്. കയ്യിലെ മരുന്ന് വരുത്തിച്ച് അത് വെച്ചു കൊടുക്കുന്നതുകൊണ്ട് രണ്ടുപേർക്കും ഒരുമാതിരി ഫീൽ ആവുന്നുണ്ട്, പ്രത്യേകിച്ച് ഹീറോയിന്. അങ്ങനെ ആ സീൻ അവിടെ കട്ട് ചെയ്ത് അടുത്ത സീനിൽ രണ്ടുപേരും കൂടി ഇരിക്കുവാണ്. അത്രത്തോളം ഓക്വേർഡായിട്ടാണ് ഇരിക്കുന്നത്. പെട്ടെന്നാണ് ഹീറോ ചോദിക്കുന്നത് ആ കാണാതായ പെണ്ണിനെ കുറിച്ച്. കൃത്യമായിട്ട് അറിയത്തില്ല, പക്ഷെ ആ പെണ്ണ് എന്തോ ലവ് ഫ്ലവർ തേടി പോയതാണെന്ന് കേട്ടിട്ടുണ്ട് എന്ന് ഹീറോയിൻ. ലവ് ഫ്ലവറോ? അങ്ങനെ പറഞ്ഞ എന്താണെന്ന് ഹീറോ. ആ ഫ്ലവർ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചെറുക്കനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന പറയപ്പെടുന്നത് എന്ന് ഹീറോയിൻ. അതിനെക്കുറിച്ച് പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് മെങ് ഫാമിലിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. മെങ് ഫാമിലി എന്ന് കേട്ടതും ഹീറോ കുറച്ച് ഷോക്കായിട്ട് എണീറ്റ് ആ പെണ്ണിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. നോക്കുമ്പോൾ ആ പെണ്ണിനെ അവിടെ കാണുന്നില്ല. ഇനിയിപ്പോൾ ആ പെണ്ണിനെ വല്ല പ്രേതവും കയറിയതായിരിക്കുമോ എന്ന് ഹീറോയിന് ഭയങ്കര പേടി. ഞാനിതുവരേക്കും പ്രേതത്തെ കണ്ടിട്ടില്ലെന്ന് ഹീറോ. അപ്പം മരിച്ചിട്ടില്ലായിരിക്കുമോ എന്ന് ചോദിക്കുന്നതിന് ആ പെണ്ണ് ജീവനോടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ട്രേസ് പോലും വെക്കാതെ ഇങ്ങനെ കാണാതെ പോകത്തില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഇതിനെക്കുറിച്ച് കണ്ടുപിടിക്കാൻ പോവാണെന്നും പറഞ്ഞ് സ്പീഡിൽ പോവാൻ നിൽക്കുമ്പം എനിക്ക് പേടിയാവുന്നു, പോവല്ലേ എന്ന് ഹീറോയിൻ. ആ പെണ്ണ് വല്ലതും തിരിച്ചു വന്നാലോ എന്ന്. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഞാനും കൂടെ നിങ്ങളുടെ വീട്ടിൽ വരട്ടെ എന്ന് ഇവളൊരുമാതിരി കുഞ്ഞു പിള്ളേർ ചോദിക്കുന്ന കണക്ക് ഡ്രസ്സിൽ പിടിച്ചു വലിച്ച് ചോദിക്കുന്നു. അത്ഭുതകരമായി ഹീറോ അതിനെ സമ്മതിച്ച് അവളെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. റൂമിൽ കൊണ്ടുവന്ന് ഈ വീട്ടിൽ ഈ ഒറ്റ റൂമേ ഉള്ളൂ എന്ന് പറയാണ്. അത്രയും വലിയ വീട്ടിൽ ഒറ്റ റൂമേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് ഹീറോയിൻ്റെ അടുത്ത് കൗച്ചിൽ അടക്കാൻ പറയാണ്. അവൻ ബെഡിലെ അടക്കുവാന്ന്. ഓ നോ പ്രോബ്ലം, ഞാൻ സുഖമായിട്ട് ഇറന്നോളൂ എന്ന് പറഞ്ഞ് അവള് റൂമിലെ കൗച്ചിൽ അടക്കാൻ നോക്കുമ്പം പിടിച്ചു നിർത്തിയിട്ട് ഇവിടെയല്ല പുറത്ത് ഹാളിലെ കൗച്ചിൽ. അതൊന്നും പറ്റൂല, എനിക്ക് പേടിയാണ്. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ റൂമിലെ കൗച്ചിൽ ഇറന്നോട്ടെ. ഇനിയിപ്പോൾ കുഴപ്പമുണ്ട് എന്നാണെങ്കിൽ ബെഡിൽ ഇറന്നോളാം. ഹീറോ അങ്ങനെ രൂക്ഷമായിട്ടൊന്ന് തുറച്ചു നോക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് വരുമ്പം പെണ്ണാകപ്പാടെ പേടിച്ചു പോകുന്നുണ്ട്. നോക്ക്, നീ കാരണം എനിക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ വേണം എന്നെ നോക്കാൻ. അത്രയും നേരം രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഹീറോ ഒന്നും പറയാതെ പുറത്തിറങ്ങി പോകുന്നുണ്ട്. അവക്ക് സന്തോഷം. രാത്രി ഹീറോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട്. നോക്കുമ്പോൾ അത് മെങ്ങാണ്. കാലങ്ങളായിട്ട് ഹീറോയുടെ കാര്യങ്ങൾ നോക്കുന്നത് മെങ് ഫാമിലിയാണ്. ആ പെണ്ണിനെ കാണാതെ പോയതുമായിട്ട് ഇവനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല, അന്വേഷിച്ചപ്പോഴും വലിയ അറിവൊന്നും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഹീറോയ്ക്ക് വിശ്വാസമായോ എന്നറിയത്തില്ല. പക്ഷെ ഒന്നുകൂടെ അന്വേഷിക്കാൻ പറയുന്നതിൻ്റെ കൂടെ ആ ക്ലിനിക്ക് നോക്കുന്നതും കൂടെ തന്നെ എൻ്റെ കാര്യം നോക്കുന്നതും നിനക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കാലങ്ങളായിട്ട് മെങ് ഫാമിലി നിങ്ങളെ സേവിക്കുന്നുണ്ട്, സോ അതെൻ്റെ ഡ്യൂട്ടി ആയിട്ടാണ് കണക്കാക്കുന്നത്, കുഴപ്പമൊന്നുമില്ലെന്ന് മെങ്. അത് കഴിഞ്ഞ് ഹീറോ മെങ്ങിൻ്റെ വൈഫിൻ്റെ മെമ്മോറിയൽ ഡേ ആവാറായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് ചെറുതായിട്ടൊരു ദേഷ്യത്തിൽ അവൾ മരിച്ചിട്ടില്ല, കോമയിലാണ്. അന്ന് ഞാൻ അവളെ രക്ഷിച്ചില്ല. അതിന് എനിക്ക് എൻ്റെതായ കുറച്ച് റീസൺസ് ഉണ്ട്. അത് നീ മനസ്സിലാക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും എനിക്കത് മനസ്സിലാവുമെന്ന് മെങ്. പക്ഷെ ആ പറയുന്നതിൽ എന്നെ വില്ലത്തരം വ്യക്തമായിട്ട് മനസ്സിലാവും.
അവര് പഴയ രീതിക്കുള്ള ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് മിങ് പറയുന്നത് ഞാൻ ജയിച്ചു എന്ന്. അപ്പോഴാണ് ഹീറോ അത് ശ്രദ്ധിക്കുന്നത്. നന്നായിട്ട് കളിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ സമയം പാസ്റ്റിൽ നടന്ന ഒരു ഇൻസിഡന്റ് നമ്മളെ കാണിക്കുന്നുണ്ട്. നന്നായി മഞ്ഞ് പെയ്യുന്ന ഒരു രാത്രി മിങ്ങിന്റെ വൈഫ് ബോധം കെട്ട് കിടക്കുകയാണ്. മരിച്ചോന്നറിയത്തില്ല, എന്താ പറ്റിയെന്ന് നമുക്കറിയത്തില്ല. തന്റെ ഭാര്യയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മിങ് കെഞ്ചി ചോദിക്കുന്നുണ്ട്. പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഹീറോ ഒരു അഡ്വൈസ് ആണ് കൊടുക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല എന്നുള്ളത് നീ മനസ്സിലാക്കണമെന്ന്. ജീവന് തുല്യം സ്നേഹിച്ച പെണ്ണ് മരിക്കുമ്പം ആരെങ്കിലും അഡ്വൈസും കേട്ടോണ്ടിരിക്കോ? പിന്നെ കിടന്ന് കുറേ കെഞ്ചുന്നുണ്ട്. പക്ഷേ ഹീറോ അത് കേൾക്കാതെ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാണ് ചെയ്യുന്നത്. അത് അത്രത്തോളം ദേഷ്യത്തിലാണ് മെങ്ങ് നോക്കിയിട്ടുണ്ടായിരുന്നത്. രാത്രി ഹീറോയിൻ നല്ല ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുമ്പം ഹീറോ അവിടെ ബെഡിൽ ഇരുന്നുറങ്ങുവാണ്. ഹീറോ ആണെങ്കിൽ ഓൾമോസ്റ്റ് എപ്പോഴും ഷർട്ട് തുറന്നിട്ടാണ് കാണുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവൻ്റെ ബോഡി നന്നായിട്ട് തന്നെ കാണാൻ പറ്റും. ഇവളാണെങ്കിൽ അങ്ങനെ നോക്കുമ്പം സുന്ദരനായിട്ടുള്ള ഒരു വാമ്പയർ അടുത്തു പോയി കുറച്ചു നേരം അങ്ങനെ നോക്കിയിരുന്നിട്ട് അവൻ്റെ മേത്തൂടെ കൈ അങ്ങനെ താഴേക്ക് കൊണ്ടുപോകുന്നുണ്ട്. താഴെ എത്തുമ്പോഴേക്കും ഹീറോ കയ്യിൽ പിടിച്ച് അവളെ ക്ലോസ് ആയി നിർത്തിയിട്ട് നിനക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം തോന്നുന്നു, അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കണക്കുണ്ട്. ഒരു കാര്യം ചെയ്യാം, നിന്റെ ആഗ്രഹം നമുക്ക് ഇപ്പം തന്നെ അങ്ങ് തീർത്തേക്കാം എന്നും പറഞ്ഞ് കിസ് ചെയ്യാനെന്നോട് അടുത്തേക്ക് വരുന്നുണ്ട്. അവക്കാണെങ്കിൽ പേടി. എനിക്ക് ബാത്റൂം പോകണമെന്ന് പറഞ്ഞ് എണീറ്റ് പോയി വാതിൽ തുറക്കാൻ നോക്കുമ്പോഴേക്കും ഹീറോയുടെ ബ്രദറും കൂടെ ഒരു പെണ്ണും വന്നിട്ട് വാതിൽ തുറക്കാണ്. അവരെ കണ്ട് ഹീറോയിൻ ഷോക്ക് ആവുന്നതിനെക്കാട്ടും കൂടുതൽ ഹീറോയിൻ ഒരു റൂമിൽ കണ്ടിട്ട് അവരാണ് കൂടുതൽ ഷോക്ക് ആവുന്നത്. അടുത്ത സീനിൽ 4 പേരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ ഒരുമാതിരി വായും പൊളിച്ച് ആ പെണ്ണിനെ നോക്കിയിരിക്കുകയാണ്. കാരണം ആ പെണ്ണ് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആരോ ആണ്. യിങ് എന്നാണ് പേര്. ഹീറോയിൻ ചോദിക്കുന്നതിനൊക്കെ ഒരുമാതിരി നോസ് കട്ട് അടിക്കുന്ന കണക്കാണ് റിപ്ലൈ കൊടുക്കുന്നത്. എന്തുകൊണ്ടോ ഹീറോയിനെ രണ്ടുപേർക്കും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്കാണ് അവളുടെ പേരും പറഞ്ഞ് ഒരു ഫ്ലവറിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്. അപ്പാടെ ഹീറോയിൻ്റെ അപ്പുറത്തിരുന്ന് പറയുന്നു ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന്. ഹീറോയിനെ കൊണ്ടേ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. ശരിക്കും നിനക്ക് അവളെ ഇഷ്ടമാണോ എന്ന് അനിയൻ ചോദിക്കുമ്പം അതെ എനിക്ക് അവളെ ഇഷ്ടമാണ് എന്ന് ഹീറോ. ഇത്രയും കാലമായിട്ട് നീ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇവളെ ഇഷ്ടപ്പെടാനും മാത്രം ഇവളെന്താ ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്ന് ബ്രദർ. അവള് ചെടികള് അത്ര നന്നായിട്ടാണ് ശുശ്രൂഷിക്കുക, അവളുടെ സ്വന്തം കുട്ടികളെ കണക്ക് എന്നവനവൻ്റെ നോക്ട്രസ് ഫ്ലവറിനെ ഉദ്ദേശിച്ച് പറയുന്നുണ്ട്. അവളുടെ ചിരി കണ്ടാല് എൻ്റെ പ്രശ്നങ്ങളെല്ലാം മറന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആവും. അവള് ടഫാണ്, ബ്രേവാണ്. മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവളെ തന്നെ റിസ്കിന് വെച്ചെന്ന് വരും എന്ന് അവനെ അവള് രക്ഷിച്ചത് ആലോചിച്ച് പറയുന്നുണ്ട്. ഇടയ്ക്ക് ഭയങ്കര അനോയിങ് ആണ്, പക്ഷെ അവൾ അടുത്തുള്ള സമയത്ത് എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. ഹീറോയിൻ അല്ലെങ്കിലേ ചെറുക്കനെ ഭയങ്കര ഇഷ്ടമാണ്. ഇതും കൂടെ കേൾക്കുമ്പം ഭയങ്കരമായിട്ട് അങ്ങ് ഫ്ലാറ്റ് ആയി പോകുന്നുണ്ട്. പക്ഷെ അനിയനാണ് അത് ഇത്ര ഇഷ്ടപ്പെടാത്തത്. ഒന്നുമില്ലെങ്കിൽ അവളൊരു മനുഷ്യത്തെയാണ്, അവളെങ്ങനെയാ നിന്റെ കൂടെ ഉണ്ടാവാന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ചുള്ള ടൈം അത്ര നല്ലതാക്കിക്കൊള്ളാന്ന് ഹീറോയിൻ. എൻ്റെ ചേട്ടന് നിന്റെ ആവശ്യമൊന്നുമില്ല, ഞാനുണ്ട് എന്ന് അനിയൻ പറയുന്നത് നിർത്തിച്ചിട്ട് ഇത് കൂടുതൽ പറയണ്ടെന്നും പറഞ്ഞ് അവളെയും കൂട്ടി ഇങ്ങിനെയും കൂട്ടി ഇപ്പോൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ഹീറോയിൻ്റെ കയ്യിൽ പിടിച്ച് അവളെ അവിടുന്ന് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ഇവരെ തിരിച്ച് റൂമിലേക്ക് വരുമ്പം ഹീറോയിൻ ഭയങ്കര ആശിച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്ന് ചോദിക്കുമ്പം അല്ലെന്ന് ഹീറോ. അനിയൻ്റെയും യിങ്ങിൻ്റെയും മുന്നിൽ വെച്ചിട്ട് ആ ഒരു ഫ്ലവറിനെ കുറിച്ചോ അല്ലെങ്കിൽ അവളുടെ ബ്ലഡിനെ കുറിച്ചോ സംസാരിക്കരുത്, അവരെ അത് അറിയിക്കരുത് എന്നാണ് ഹീറോ പറയുന്നത്. ഇവക്കാണെങ്കിലും ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ്. ഹീറോ അത്രയും ഉരുക്കി സത്യം പറയാൻ നടക്കുന്നുണ്ടായിരുന്നു നേരത്തെ അവൻ പറഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ കള്ളമാണോ എന്ന് ചോദിക്കുമ്പം അവരാ ഫ്ലവറിൻ്റെ കാര്യം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത്, നീ അത് വെറുതെ ഓവർ തിങ്ക് ചെയ്യാൻ നിൽക്കണ്ട എന്നാണ് ഹീറോ പറയുന്നത്. ഹീറോയിൻ അവിടെ ദേഷ്യപ്പെട്ടും വിഷമിച്ചും ഇറങ്ങിയിരുന്നുണ്ട്. അവള് പറഞ്ഞുകൊണ്ട് പോകുന്നത് അവൻ അവളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ അവൾക്ക് സർവൈവ് ചെയ്യേണ്ടതുകൊണ്ടാണ് അവനെ ഇഷ്ടപ്പെടുന്നത് എന്ന്. അങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആരോ മുന്നിൽ വന്ന് നിൽക്കുന്നത്. എപ്പോഴും ഹീറോ വരുന്നതാണൊക്കെ തലമൊത്തം മൂടിയിട്ടാണ് ഉള്ളത്. ഹീറോ ആണെന്ന് വിചാരിച്ച് അവള് ഹാപ്പി ആവുന്നുണ്ട്. അല്ല നീ എന്ത് ഇവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് ഹീറോയുടെ ബ്രദറാണ് എന്ന്. അവൻ ദേഷ്യത്തില് നീ എന്താ എൻ്റെ ചേട്ടനെ ചെയ്തത്, ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നതെന്ന് അവൻ പറഞ്ഞിട്ടേ ഇല്ല, അതിന് മാത്രം ഹീറോയിൻ എന്താണ് ചെയ്തതെന്നുള്ള രീതിക്കാണ് ചോദിക്കുന്നത്. ആ ഫ്ലവറിന്റെ കാര്യം ആ ബ്ലഡിന്റെ കാര്യവും ആരും അറിയരുത് എന്ന് ഹീറോ പറഞ്ഞായിരുന്നല്ലോ, അതാലോചിച്ചിട്ട് ഞാൻ ആരാണെന്നോ നിന്റെ സിസ്റ്റർ ഇൻ ലോ എന്നും പറഞ്ഞ് അവനൊരു അടി കൊടുക്കുന്നുണ്ട്. ചേട്ടത്തി അമ്മയോ അതൊന്നുമില്ല, അതൊന്നും സമ്മതിക്കാൻ പറ്റത്തില്ലെന്ന് അനിയൻ. നോക്ക് നിന്റെ ചേട്ടൻ നിന്നെ ഇത്രയും കാലമായിട്ട് വളർത്തി കൊണ്ടുവരികയാണ്, അപ്പൊ അവൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ഒരാൾ സപ്പോർട്ടിന് വരുമ്പം നീ അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്. അതിന് എൻ്റെ ചേട്ടനെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനുണ്ട്, ഇനിയിപ്പോൾ അതും പോരാന്നുണ്ടെങ്കിൽ ഈ ഇങ്ങുണ്ട്, നിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് ബ്രദർ. അച്ചോ നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്, ഈ ഫാമിലിയും റൊമാൻറ്റിക് റിലേഷൻഷിപ്പും വെവ്വേറെയാണെന്നേ. നിനക്ക് എന്താ പേടിയാണോ? വാ നമുക്ക് കുടിക്കാൻ പോകാമെന്നും പറഞ്ഞ് അവനെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട്. പാവം ചെറുക്കൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ചേട്ടൻ അവനെ ഭയങ്കര ഇഷ്ടമാണ്. ആ സ്നേഹം പകുത്തു പോകുന്നുള്ള പേടിയാണ്. അടുത്ത സീനിൽ നോക്കുമ്പം രണ്ടുപേരും കൂടെ കുടിച്ച് ലക്കായിട്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് കൈവിട്ട കണക്കാണ്. നോക്ക്, എൻ്റെ ചേട്ടൻ ആരും എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് അനിയൻ. അല്ലേ തന്നെ ആർക്കാ അവനെ വേണ്ടത്? എപ്പോൾ നോക്കിയാലും മുഖവും വീർപ്പിച്ച് ബൂന്നിരിക്കും. ഒരു പ്രാവശ്യം അവൻ എൻ്റെ ജീവൻ രക്ഷിച്ചു. അവൻ്റെ പ്ലാന്റ് ഞാനല്ലേ നോക്കുന്നേ. എന്നിട്ടും അല്ല എൻ്റെ തലയിലാണെന്നുള്ള രീതിക്കാണ് അവൻ പെരുമാറുന്നത്. അതെന്താ അങ്ങനെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആ ചെറുക്കൻ ഓൾറെഡി കുടിച്ച് ബോധം കെട്ട് കിടക്കുവാണ്. നീ എണീക്ക്, നിന്റെ അടുത്തല്ലേ ഞാൻ സംസാരിക്കുന്നത്, എണീറ്റ് കേൾക്കുന്ന അവള്. അവൻ ബോധം കെട്ട് കിടക്കുവാണെങ്കിലും അവള് ചെടി എന്ന് പറഞ്ഞത് മാത്രം അവന്റെ മണ്ടേ കയറിയിട്ടുണ്ട്. ഇവള് നോക്കുമ്പം അവനെ ഹീറോ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഹീറോ ആണെന്ന് വിചാരിച്ച് അങ്ങനെ നോക്കിയിരുന്നിട്ട് നിന്നെ കാണാനേ ശരിക്കും നിന്റെ ചേട്ടനെ പോലെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് അവിടെ ശരിക്കും ഹീറോ ആണ് കിടക്കുന്നതെന്നുള്ള രീതിക്ക് എന്തുകൊണ്ടാണ് നിനക്ക് എന്നെ ഇഷ്ടമല്ലാത്തത്? നിനക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞ എന്താ കുഴപ്പം? ആ യൂസ്ലെസ് ഫ്ലവർ എന്നെ മാരേജ് ചെയ്യുന്നതിന് മുന്നേ നീ രക്ഷിക്കണം എന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞ് പൊലമ്പിക്കൊണ്ട് അവനെ തൊടാൻ വേണ്ടി പോകുന്നുണ്ട്. ഹീറോ ആണെന്ന് വിചാരിച്ച് അങ്ങനെ തൊടാൻ കൈ അടുത്ത് വരെ കൊണ്ടുപോകുന്ന സമയത്ത് കറക്റ്റായിട്ട് ഹീറോ എവിടെന്തോ ഒന്ന് കൈ പിടിക്കുന്നുണ്ട്. ഇവള് ഷോക്കായിട്ട് നീ എന്ത് ഇവിടെയെന്ന് ചോദിച്ച് തീർക്കുമ്പോഴേക്കും അനിയനെയും കൂട്ടി ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത സീനില് റൂമിലേക്ക് ഹീറോയിനെ ഭയങ്കര ദേഷ്യത്തില് പിടിച്ചു വലിച്ചു കൊണ്ടുവരാണ്. എന്തിനാ ഇത്ര അപ്സെറ്റ് ആയിട്ട് ദേഷ്യപ്പെടുന്നത്? ഞാൻ ജസ്റ്റ് അവൻ്റെ കൂടെ കുടിച്ചല്ലേ ഉള്ളൂ, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അത് മാത്രമല്ല രാവിലെ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഹീറോ ഒരുമാതിരി ദേഷ്യപ്പെട്ട് നോക്കുന്നു. അല്ല, രാവിലെ നീയല്ലേ പറഞ്ഞത് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം കള്ളം പറഞ്ഞതാണെന്ന്? പിന്നെ ഞാൻ ആരുടെ കൂടെ കുടിച്ചാൽ നിനക്ക് എന്താണെന്ന്? ഹീറോ അത്രത്തോളം ജലസ് ആണെന്ന് അവൻ്റെ ഫേസ് കണ്ടാൽ അറിയാം. സീരീസിന്റെ തുടക്കത്തിൽ തന്നെ ഹീറോ എന്താ പറഞ്ഞത്? അവനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അവനെ വിട്ടു പോകുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം. ശരി, നീ പൊക്കോന്ന് പറയുന്നുണ്ട്. അവൾ ആരുടെ കൂടെ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക്. അവൾ അവനെ വിളിച്ചുകൊണ്ടിരുന്നൊക്കെ കണ്ടിട്ട് ജലസായിട്ടാണ്, തൻ്റെ അടുത്ത് ഇഷ്ടമാണെന്നൊക്കെയാണ് അവൾ വിചാരിക്കുന്നത്. അപ്പൊ ഹീറോ ഇങ്ങനെ പറയുമ്പം അവൾക്ക് അങ്ങ് വിഷമാവുന്നുണ്ട്. ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവാന്ന് വിചാരിക്കുമ്പം ആ ചെറുക്കനാണെങ്കിൽ പിടിച്ച കട്ടിലേക്ക് ഇട്ടിട്ട് ഹാർഡായിട്ട് പ്ലേ ചെയ്യാണോന്ന് ഹീറോ. അതെ, നിനക്കല്ലേ എന്നെ ഇഷ്ടമില്ലാത്തത്, പിന്നെ ഞാൻ നിന്റെ അടുത്ത് നിന്ന് മാറി പോകുന്നതിന് എന്താ കുഴപ്പമെന്ന് ഹീറോയിൻ. അത് പറഞ്ഞ് തീർക്കല്ല അങ്ങനെ പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. അവിടെ ഹീറോ ഭയങ്കരമായിട്ട് ഹീറോയിനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവന്റെ ഫ്ലവർ ഭയങ്കരമായിട്ട് അങ്ങ് വിരിയുന്നുണ്ട്. ഇവർ ഓരോ പ്രാവശ്യവും ലോസ് ആവും തോറുമാണ് ആ ഫ്ലവർ കൂടുതലായിട്ട് വിരിയുന്നത്. അവസാനം എല്ലാം കൂടെ ഗോബ്ലിൻ കണക്കാവോ എന്തോ. അടുത്ത ദിവസം ഹീറോയും മെങ്ങും സംസാരിച്ചവരാണ് ഹീറോ മരിക്കാൻ പോവാണെന്ന് ഓൾമോസ്റ്റ് ഉറപ്പായല്ലോ. അതുകൊണ്ട് ഹീറോയുടെ സ്വത്തും കാര്യങ്ങളൊക്കെ ചാരിറ്റി, അത് കണക്ക് എഡ്യൂക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെങ്ങിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് എന്നാണ് മെങ്ങ് വന്ന് പറയുന്നത്. അവരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോയിൻ്റെ പേര് പറഞ്ഞ് ആരോ ഭയങ്കരമായിട്ട് വിളിക്കുന്നത് കേൾക്കുന്നത്. ഹീറോയിൻ അവിടെ കിടന്ന് ഉറങ്ങുവാണ്. ഹീറോയിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഇപ്പം ഹീറോയുടെ ലൈഫ് കുറച്ചും കൂടെ ലീവ്ലി ആണ് എന്ന്, മുന്നത്തേനെക്കാട്ടും കുറച്ചുകൂടെ നന്നായിട്ടാണ് പോകുന്നതെന്നുള്ള രീതിക്ക് മെങ്ങ് പറയുന്നുണ്ട്. ഹീറോയുടെ ബ്രദറാണ് കുറേ നേരമായിട്ട് ഇങ്ങനെ ഹീറോയിനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. കുറേ നേരം വിളിച്ചിട്ട് അവൻ തന്നെ അകത്തേക്ക് ഇരുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോയിനെ എണീക്കുന്നു. നീ എന്തിനിങ്ങനെ ചെയ്തതെന്നും പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഹീറോ വന്ന് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നിൽക്കുന്നുണ്ട്. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പം ഇന്നലെ ഇവളെന്നെ ട്രിക്ക് ചെയ്ത് ഇവളെന്നെ കൊണ്ട് ചേട്ടത്തിന്ന് വിളിപ്പിച്ചു, ഞാൻ ഇതുവരേക്ക് ഇങ്ങനെ എംബാരസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടേ ഇല്ല എന്നും പറഞ്ഞ് പരാതി പറയാണ്. ഇതൊക്കെ ചെറിയ കാര്യമല്ലേ, വിട്ടേക്ക് എന്നുള്ള രീതിക്കാണ് ഹീറോ നിൽക്കുന്നത്. അവനാണെങ്കിൽ ഒരുമാതിരി അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഇന്നെയാണ് നിൽക്കുന്നത്. ചേട്ടാ ശരിക്കും അവൾ എന്നെ ഭയങ്കരമായിട്ട് എംബാരസ്ഡ് ആക്കിയെന്ന് അനിയൻ എവിടെ കേൾക്കുന്നു. അനിയനെ പറഞ്ഞു വിടുന്നുണ്ട്. ഹീറോ അവളെ സപ്പോർട്ട് ചെയ്യുന്നതും കൊണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷം. നാണം കുണുങ്ങിക്കൊണ്ട് നമുക്ക് തമ്മിൽ ഇന്നലെ എന്തെങ്കിലുമൊക്കെ നടന്നു എന്ന് ചോദിക്കുമ്പം നീ എണീറ്റെങ്കിൽ പിന്നെ ഇതിനെവിടെ നിൽക്കുന്നതെന്ന് ഹീറോ ഒരുമാതിരി എപ്പോഴത്തെ പോലെ കോൾഡായിട്ട് ടഫായിട്ട് ചോദിക്കുന്നു. അല്ലെങ്കിൽ ഇവൻ്റെ അടുത്തൊക്കെ മനുഷ്യൻ സംസാരിക്കുമോ എന്നുള്ള രീതിക്ക് അവളുടെ ഡ്രസ്സ് എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയും കുറച്ച് വിഷമിച്ചാണ് അവിടെ നിൽക്കുന്നത്. ഹീറോയിൻ മനസ്സിൽ തന്നെ ആലോചിച്ചുകൊണ്ട് വരികയാണ്, ശരിക്കും ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡ്രസ്സ് മാറിയിരിക്കുന്നത് എങ്ങനെയാ, എന്തായാലും നടന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഹീറോയ്ക്കും ഷൈ ആയിണ്ടായിരിക്കും ഒന്നും പറയാത്തത് എന്നൊക്കെയാണ് അവൾ വിചാരിച്ചുകൊണ്ട് ഇരുന്നത്. അതിൽ ഹാപ്പി ആയിട്ട് വരുമ്പോഴാണ് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ് വരുന്നത്. ഓ, തിരിച്ചു പോവാണോ എപ്പോഴും ഇങ്ങനെ വരുന്നത്? ഹീറോ പറഞ്ഞില്ലെങ്കിൽ പോലും ഹീറോയ്ക്ക് ഭയങ്കര അനോയിങ് ആണെന്ന് പറയാണ്. ഒരുമാതിരി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതിനെ കൂട്ട് ക്യാരക്ടർ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നില്ല. ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് ഹീറോ ഹാപ്പിയാണെന്ന് ഹീറോയിൻ തക്കതായ മറുപടി കൊടുക്കുമ്പം ഇങ്ങിങ്ങനെ ദേഷ്യം വരുന്നുണ്ട്.
അടുത്ത സീനിൽ ഹീറോയിൻ നോക്ട്രസ് ഫ്ലവറിന്റെ അടുത്ത് ഒരുമാതിരി വിഷമിച്ചിരിക്കുകയാണ്. അപ്പുറത്തെ ഹീറോ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളിവിടെ അടങ്ങിയിരിക്കാതെ പ്രോസസ് കുറച്ച് സ്പീഡ് പാവട്ടെ എന്നും പറഞ്ഞ് പൂവ് കുറച്ചുകൂടെ വിരിയട്ടെ എന്നും പറഞ്ഞ് അവളുടെ കൈ അവളെ തന്നെ മുറിച്ച് ചോര ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട്. അവളുടെ ബ്ലഡ് എവിടെ നിന്ന് വീണാലും അത് നോക്ട്രസിന് ഫീൽ ചെയ്യാൻ പറ്റും. അത് നോക്ട്രസിന് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ ഹീറോയ്ക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അവളുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് വന്നിട്ടുണ്ട് എന്ന് സെൻസ് ചെയ്യുന്ന ഹീറോ ഇപ്രാവശ്യം ഈ പെണ്ണ് എന്തോ തേങ്ങയാണോ എന്തോ കാണിച്ചതെന്ന് ആലോചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഹീറോയിൻ ബ്ലഡ് ഒറ്റിച്ച് നോക്കിയിട്ട് വലിയ മാറ്റമൊന്നുമില്ല. അപ്പോഴാണ് അവൾ ആലോചിക്കുന്നത് ടിയാൻഷ്യൻ മൗണ്ടെയിനിന്ന് അവള് ശുദ്ധമായ മഞ്ഞവെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവക്ക് വേണ്ടി പോലും ഉപയോഗിച്ചിട്ടില്ല. എന്നാ പിന്നെ കുറച്ച് ഫ്ലവറിന് ഒഴിച്ചു കൊടുക്കാന്നും പറഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ വലിയ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ഇതെന്താ റിയാക്ട് ചെയ്യാത്തേന്നും പറഞ്ഞ് അവളുടെ അടുത്ത് ഒരുപാട് കുപ്പിയുണ്ട്. അതിൽ നിന്നൊരു വലിയ വൈൻ എടുക്കുന്നുണ്ട്. എന്തോ കുറച്ച് ക്വാളിറ്റി കൂടിയ വൈനം കണ്ടാണ്. അത് പ്ലാന്റിന് ഒഴിച്ചു കൊടുക്കുന്ന കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് ഒഴിച്ചു കൊടുക്കാൻ നിൽക്കുവാണ്. പക്ഷെ അതുകൊണ്ടും ഫലം കാണുന്നില്ല. എന്നാലും കുഴപ്പമില്ല. എന്തായാലും ഹീറോയ്ക്ക് ഇത് ഞാൻ ഫ്ലവർ ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ചെയ്തിരിക്കുന്നു പറഞ്ഞ് എന്നാലും കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ നീ കാണിക്കുന്നത്? ആവശ്യമില്ലാതെ, പ്രത്യേകിച്ച് എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഡോക്ടറിൻ്റെ മേലെ കളിക്കാൻ നിൽക്കരുത് എന്ന് ഹീറോ വാൺ ചെയ്യുന്നുണ്ട്. ഹീറോയിൻ മെങ്ങിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് മെങ്ങിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണെന്നും വൈഫിന് താമര ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് മെങ്ങ് അത്രയും ഫ്ലവർ ഓർഡർ ചെയ്തതെന്നും. 3 വർഷമായി വൈഫ് മരിച്ചിട്ട്, പക്ഷെ ഇപ്പോഴും ഭയങ്കര സ്നേഹമാണെന്നറിഞ്ഞ് മെങ്ങ് ഭയങ്കര ലോയൽ ആണല്ലേ, നല്ല ഹസ്ബൻഡ് ആണല്ലേ എന്ന് ഒരു ഇംപ്രഷൻ. ആ വീട്ടിൽ കൂടെ അതിലേ നടക്കുന്ന സമയത്താണ് 2 സർവൻസ് സംസാരിക്കുന്നത് ഹീറോയിൻ കേൾക്കുന്നത്. വീണ്ടും ഒരു പെണ്ണ് മിസ്സായിന്ന്. 5 ദിവസമായി മിസ്സായിട്ട്. ആ പെണ്ണും ലവ് ഫ്ലവറിന്റെ പുറകെ പോയിട്ടാണ് മിസ്സായത്. ലവ് ഫ്ലവർ കൊണ്ട് ഒരു ചെറുക്കനെ വശത്താക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഹീറോയ്ക്ക് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെക്കനെ വളയ്ക്കാൻ പറ്റും. എന്നാ പിന്നെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ അത് റിസ്കിയാണ്. ഇതൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിലും കാര്യമായിട്ട് അതിന് വേണ്ടിയിട്ട് എന്തോ ഒരു ഐഡിയ കണ്ടുപിടിക്കുന്നുണ്ട്. ഇവിടെ മെങ്ങ് ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫ്ലവേഴ്സ് എടുത്ത് അവൻ്റെ വൈഫിൻ്റെ ബോഡി ഉള്ളിടത്തേക്കാണ് പോകുന്നത്. ഇന്നാണ് മെങ്ങിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ. ഇത് കണക്ക് വർഷങ്ങൾക്ക് മുന്നേ അവളുടെ ബർത്ത്ഡേൻ്റെ അന്നാണ് ഒരുപാട് ഫ്ലവേഴ്സ് ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സർപ്രൈസിങ് ആയിട്ട് അത് കാണിച്ച് അവളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്ര ഹാപ്പി ആയിട്ട് പരസ്പരം അവർ തമ്മിൽ അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു. എങ്ങനെയും എത്രയും പെട്ടെന്ന് വൈഫിനെ എണീപ്പിക്കുമെന്ന് മെങ്ങ വിചാരിക്കുന്നുണ്ട്. നല്ല നിലാവുള്ള രാത്രി ഹീറോ ചന്ദ്രനെ നോക്കി കൂടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുമാതിരി വിഷമിച്ച്. അപ്പോൾ പണ്ട് നടന്നൊരു കാര്യം ആലോചിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ മെങ്ങ് എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ടീനേജറായിട്ടുള്ള മെങ്ങിൻ്റെ ഫേസിൽ മൊത്തം അടിമേടിച്ചതിനെ കൂട്ടുള്ള മാർക്ക് ഉണ്ട്. തോറ്റുപോയോ എന്ന് ചോദിക്കുമ്പം അതേന്ന് മെങ്ങ് അവിടുന്ന് പോകാൻ നിൽക്കുമ്പം എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞ് മെങ്ങിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയിട്ട് അപ്പോഴും അതേ കണക്ക് ഫൈറ്റ് ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ മെങ്ങിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് കൊടുക്കുമായിരുന്നു. മെങ്ങ് ഇമ്പ്രൂവ് ആയിട്ടും ഉണ്ടായിരുന്നു. അതവനെ അപ്രീഷിയേറ്റ് ചെയ്തതൊക്കെ ഓർക്കുന്നുണ്ട്. അതോർത്തിരിക്കുന്ന സമയത്താണ് മെങ്ങ് ശരിക്കും അങ്ങോട്ടേക്ക് വരുന്നത്. നമ്മൾ കുടിച്ചിട്ട് ഒരുപാട് വർഷമായില്ലേ എന്ന് ചോദിക്കുമ്പം ഓൾമോസ്റ്റ് 3 വർഷമായെന്ന് മെങ്ങ്. അവനെ കൂടെ കുടിക്കാനിരുത്തി ഇങ്ങനത്തെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ വൈഫ് അൺകോൺഷ്യസ് ആയതിനു ശേഷമാണ് ഇവരുടെ ബോണ്ടിന് ഒരു ബ്രേക്ക് ഉണ്ടായത്. അതിന് മുന്നേ ഒക്കെ ഇവരെ കുടിക്കുന്ന സമയത്ത് മെങ്ങിൻ്റെ മൈൻഡിൽ എന്തുണ്ടെങ്കിലും അത് ഹീറോയുടെ അടുത്ത് പറയുമായിരുന്നു. പക്ഷെ ഇപ്പം പറയാറില്ല എന്ന് പറയുമ്പം ഇപ്പോൾ ഒക്കെ പഴയതൊക്കെ ആലോചിക്കുമ്പം എനിക്കിതൊന്നും ഒരു വിഷയമായിട്ടേ തോന്നാറില്ല എന്നുള്ള രീതിക്കാണ് മെങ്ങ് പറയുന്നത്. മെങ്ങ് എന്ത് പറയുമ്പോഴും ഉള്ളിൽ വേറൊരു അർത്ഥം വെച്ചിട്ടാണ് പറയാ. പ്രത്യേകിച്ച് ഹീറോയുടെ അടുത്ത് ഇന്ന് നിന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് കുടിക്കാൻ വിളിച്ചത്. ഇല്ലെങ്കിൽ നീ അവിടെ ഇരുന്ന് വെറുതെ ഓവർ തിങ്ക് ചെയ്യുള്ളൂ എന്ന്, അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുള്ളൂ എന്ന് ഹീറോ പറയുന്നുണ്ട്. മെങ്ങിന്റെ ഭാഗത്ത് നിന്ന് അതിന് റിപ്ലൈ ഒന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ് ഹീറോ അകത്തേക്ക് കയറുന്ന സമയത്ത് ടേബിളിൽ ഒരു നോട്ട് ഉണ്ട്. നാളെ രാത്രി 9 മണിക്ക് ഒരു മലേൻ്റെ മണ്ടയിലേക്ക് വരണം, ഞാൻ അവിടെ കാത്തിരിക്കുന്നു പറഞ്ഞ്. ഹീറോയിനാണത് എഴുതി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതെന്ത് ട്രിക്കാണോ എന്ന് ആലോചിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാത്രി ഹീറോയിൻ കാട്ടിലൂടെയാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ ശരിക്കും ഹീറോ വരുമോ ഇല്ലേ? ആ ചെറുക്കൻ ശരിക്കും കോൾഡ് ഹാർട്ടഡ് ആണെന്നൊക്കെ പറഞ്ഞ് അവനെ കുറ്റം പറഞ്ഞുവിടാണ് വരുന്നത്. ഇവിടെ ഹീറോ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ്റെ മൈൻഡ് അവിടെ ഇല്ല. ഓൾമോസ്റ്റ് 9 മണിയായല്ലോ എന്നും പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ ഹീറോയിൻ ഇപ്പോഴും ഹീറോയെ കുറിച്ചാണ് പൊലമ്പിക്കൊണ്ട് വരുന്നത്. കാടൊക്കെയല്ലേ, ഭയങ്കരമായിട്ടുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. അവളാണെങ്കിൽ പേടിച്ചാണ് നിൽക്കുന്നത്. പെട്ടെന്ന് വീണ് പോകുന്നുണ്ട്. അവിടെ തന്നെ ഇരുന്ന് കാതും പൊത്തി എന്നെ പേടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഹീറോ ഇരുന്നത്. കൈ നീട്ടുന്നു. ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. നിങ്ങൾ വരുന്ന എനിക്കറിയായിരുന്നു എന്ന് പറഞ്ഞാൽ തുള്ളി ചാടുമ്പം രാത്രിയായി, നിനക്ക് എന്താ അവിടെ പരിപാടി എന്ന് ഹീറോ. അത് കണ്ടോ, ആ മലയിലാണ് ലവ് ഫ്ലവർ ഉള്ളത്, നമുക്ക് അവിടെ പോയിട്ട് അന്വേഷിക്കാമെന്ന് ഹീറോയിൻ. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയണ്ടെന്ന് പറഞ്ഞ് ഹീറോ തിരിച്ചു പോകാൻ നിൽക്കുമ്പം അവളാണെങ്കിൽ വിടുന്നില്ല. അവൾക്ക് വേറെ പ്ലാൻസ് ഉണ്ടല്ലോ. ആ ഫ്ലവർ നോക്കിപ്പോയാൽ ഒരുപാട് പെണ്ണുങ്ങളെ മിസ്സിങ് ആയിട്ടുണ്ട്. നമുക്ക് പോയി അന്വേഷിക്കാന്ന് പറയുമ്പം
നീയൊന്ന് പോയേ, എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞ് ഹീറോ പിന്നെയും പോവാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കെയർ ചെയ്യുന്നുണ്ട്, എനിക്ക് പോണെന്ന് ഹീറോയിൻ. എന്നാ പൊക്കോ. അത് പറ്റത്തില്ല, നിങ്ങളും കൂടെ വാന്ന് കുറച്ച് കെഞ്ചി ചോദിക്കുന്നുണ്ട്. നിനക്ക് എന്തിന്റെ കേടാണെന്നുള്ള രീതിക്ക് ഒരു എക്സ്പ്രഷൻ ഇട്ടാണ് ഹീറോ അവിടെ നിൽക്കുന്നത്. കുറച്ച് ക്യൂട്ടായിട്ട് കൊഞ്ചിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. എന്നാലും ഞാനില്ലെന്ന് ഹീറോ പിന്നെ അവനെ പിടിച്ചു വലിച്ചോണ്ട് അവിടെ പോകുന്നുണ്ട്. ആവേശത്തിലൊക്കെയാണ് വരുന്നെങ്കിലും കുറച്ചങ്ങ് നടക്കുമ്പോഴേക്കും അവള് ടയേർഡാവുന്നുണ്ട്. അയ്യോ എനിക്ക് വയ്യായി എന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഒരു ഫ്ലവറിന്റെ മേലെ മിന്നീനെ കാണുന്നത്. അതിനെ ഫോളോ ചെയ്ത് പോകുമ്പം കുറച്ച് പതിയെ പോവോ ചെയ്യുന്ന ഹീറോ എവിടെ കേൾക്കാൻ. തുള്ളി ചാടി അതിന്റെ പുറകെ പോകുന്ന സമയത്ത് ഒരു ഗാർഡനിലേക്കാണ് അത് പോകുന്നത്. ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ. അത് കാണുമ്പോൾ അവൾക്ക് കൂടുതലായിട്ട് സന്തോഷമാവുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ മെങ് അവന്റെ വൈഫിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ആ ഒരു ഗാർഡനാണ്, അവർ പ്രപ്പോസ് ചെയ്ത ആ ഒരു ഗാർഡൻ. അവിടെ ഒരുപാട് ഫ്ലവേഴ്സിന്റെ ഇടയ്ക്ക് ഹീറോയിൻ അവക്ക് വേണ്ട ആ ഒരു താമര കാണുന്നുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതും പറഞ്ഞ് ഹാപ്പി ആയിട്ട് ഹീറോനെ നോക്കുമ്പം ഹീറോ അവിടെ അവള് ചിരിക്കുന്നേ നോക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോ ചിരിക്കുകയല്ലായിരുന്നു എന്ന് ഹീറോയിൻ. അല്ലെന്ന് ഹീറോ. ചിരിച്ചു, ഞാൻ കണ്ടതാണെന്ന് ഹീറോയിൻ. ഞാനൊന്നും ചിരിച്ചിട്ടില്ല, നീ ഒന്ന് പോയേന്ന് ഹീറോ. നല്ല സീരിയസ് ആയിട്ട്. അല്ല, നമ്മളിവിടെ വന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കാനാണെന്ന് ഹീറോ. ആ ശരിയാണല്ലോ, നമ്മൾ ലവ് ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടല്ലേ വന്നേന്ന് അവളും ഡൈവേർട്ട് ആവുന്നുണ്ട്. ഒന്നുകൂടെ ആ സ്ഥലം നോക്കുന്നുണ്ട്. പക്ഷെ വളരെ നോർമലായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതാലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേ ആ ഒരു മിന്നി പിന്നെ വരുന്നത്. അവള് ഹാപ്പി ആയിട്ട് അതിനെ പോയി തൊടുമ്പം അത് അവളുടെ കയ്യിൽ കടിക്കുന്നു. അതവൾക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സാധാരണയായിട്ട് മിന്നാമിന്നി അങ്ങനെയൊന്നും കടിക്കത്തില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ഹീറോയ്ക്ക് എന്തോ സ്ട്രൈക്ക് ആയിട്ട് അവളെ കുറച്ച് മാറ്റിയെടുത്തുന്നു. അപ്പോഴേക്കും അവരുടെ ബേക്കിൽ നിന്ന് ഒരുപാട് മിന്നാമിന്നികൾ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഒരുമാതിരി അറ്റാക്ക് ചെയ്ത് നടക്ക്. ഹീറോ പെട്ടെന്നൊരു വാള് കണക്ക് ക്രിയേറ്റ് ആക്കുന്നു. ആ പവർ കാരണം അവർ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് അതൊന്നും മിന്നാമിനിയല്ല, ഗൂ പാരസൈറ്റ്സ് ആണെന്ന്. ഇത് കാരണമാണ് ആ പെണ്ണുങ്ങളെ കാണാതാവുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹീറോയിൻ മയങ്ങി പോവാണ്. ഇവിടെ ഹീറോ ആകെപ്പാടെ പേടിച്ചിരിക്കുമ്പം അപ്പുറത്ത് മെങ്ങ കാണാതെ പോയ പെണ്ണിനെ വെച്ച സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെ ആണെങ്കിൽ ഒരുപാട് പെണ്ണുങ്ങളെ അതേ കണക്ക് ചങ്ങലയില് കെട്ടിയിട്ടിട്ടുണ്ട്. അവരൊക്കെ ഒരുമാതിരി വയലന്റ് ആയ കണക്കാണ് പെരുമാറുന്നത്. മെങ്ങിന്റെ അസിസ്റ്റന്റ് മെങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട് അവരുടെ ദേഹത്തുള്ള ആ ഒരു ഗൂ പാരസൈറ്റ്സ് അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. അതേ കണക്ക് ഇവരുടെ ഗാർഡനിൽ ആരോ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യവും ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നോക്കാൻ വേണ്ടിയിട്ട് മെങ് അസിസ്റ്റന്റിനെ വിടുന്നുണ്ട്. ഇതേ സമയത്ത് ഹീറോയിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവള് മിന്നാമിന്നിയാണെന്ന് പറഞ്ഞ് നേരത്തെ അതിനെ തൊട്ടായിരുന്നല്ലോ. അതുകൊണ്ട് അവളുടെ കയ്യിൽ മൊത്തം ഒരുമാതിരി നീലാണ് കയറ്റുണ്ട്, വിഷം കയറി കണക്ക്. അതുകൊണ്ടായിരിക്കണം മയക്കുമായത്. ഹീറോ ആ കയ്യിൽ അവിടെ പിടിച്ച് കടിക്കുന്നുണ്ട്. ആ സമയത്താണ് അവൻ മെങ്ങിന്റെ ഒരു ജെയ്ഡ് അവിടെ ഉള്ളത് ശ്രദ്ധിക്കുന്നത്. അതില് മെങ്ങിന്റെ പേര് കാണുമ്പം കുറച്ച് ഷോക്കായിട്ട് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിനെ ഒന്ന് നോക്കിയിട്ട് കുറച്ച് ദേഷ്യത്തിലാണ് ഉള്ളത്. ഹീറോയിനെ റൂമില് ബെഡിൽ കൊണ്ട് കിടത്തുന്നുണ്ട്. അടുത്ത് തന്നെ ഇരുന്നിട്ട് ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. അവൻ അവളെ ഇഷ്ടമല്ല എന്ന് പുറമേ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ഹീറോയിന് വയ്യാത്തതുകൊണ്ട് ഒരു വിഷമം. അവൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. അതേപ്പം ഹീറോയിനും അതേ കണക്കുള്ളൊരു ഫീലാണ്. അവള് ജീവിക്കണം എന്നുള്ളതും കൊണ്ടാണ് അവനെ കെട്ടാൻ ആഗ്രഹിക്കുന്നതും പുറകെ നടക്കുന്നതും. പക്ഷെ അവളും ഓൾറെഡി അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഹീറോ മെങ്ങിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ലവ് ഫ്ലവറിനെ കുറിച്ച് അറിയുമോ ചോദിക്കുമ്പം ലവ് ഫ്ലവറിനെ കുറിച്ച് റൂമർ കേട്ടിട്ടുണ്ട്, അല്ലാതെ അതിനെ കുറിച്ചൊന്നും അറിയത്തില്ലെന്നാണ് മെങ്ങ് പറയുന്നത്. മാവോ റീജിയനിലെ ആൾക്കാര് വിച്ച് ക്രാഫ്റ്റിന് പേരേട്ട ആൾക്കാരാണ്. എൻ്റെ അറിവില് നീയും മാവോ റീജിയനിലുള്ളതാണ്. എന്നിട്ട് നിനക്കൊന്നും അറിയത്തില്ലേ എന്നുള്ള രീതിക്ക് ഹീറോ ഒരു സംശയത്തില് ചോദിക്കുന്നുണ്ട്. അത് ശരിയാണ്, എൻ്റെ ആൻസിസ്റ്റേഴ്സ് അവിടെ നിന്നുള്ളത് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കറിയാലോ, എൻ്റെ മുത്തശ്ശൻ അവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറി വന്നതാണ്. അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ ആയിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല എന്നാണ് മെങ് പറയുന്നത്. വിശ്വസനീയമായ കാര്യമാണ്. പക്ഷെ ഹീറോയ്ക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. മെങ്ങിന്റെ പേരെഴുതി ആ ഒരു ടോക്കൺ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് അത് അവൻ്റെ തന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പം ആണെന്ന് സമ്മതിക്കുന്നുണ്ട്. ഇത് നിന്റെ അടുത്തല്ലാതെ വേറെ ആരുടെ അടുത്തേക്ക് ഉണ്ടാവും എന്ന് ചോദിക്കുമ്പം എൻ്റെ എല്ലാ മാനേജേഴ്സിൻ്റെ അടുത്തും ഉണ്ടാവുമെന്ന് മെങ്. ഇപ്പൊ ഹീറോയുടെ കയ്യിലുള്ളത് ഏതെങ്കിലും മാനേജറുടെ അടുത്ത് നിന്ന് കാണാതായി പോയതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോഴും ഹീറോയ്ക്ക് അത്രയ്ക്ക് വിശ്വാസം കണക്കില്ല. പക്ഷെ എങ്ങനെ വിശ്വസിക്കാതിരിക്കാനും തോന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നന്നായിട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് അത് അവൻ്റെ അടുത്ത് കൊടുത്ത് പറഞ്ഞു വിടുന്നുണ്ട്. എൻ്റെ പനി ഇതുവരെ മാറിയിട്ടില്ല, അതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. മെങ് അവിടുന്ന് പോകുമ്പോഴാണ് ഹീറോയിൻ ഹീറോയുടെ അടുത്തേക്ക് വരുന്നത്. ഒന്ന് തല വണങ്ങി മെങ് അവിടുന്ന് പോകുന്നു. ഹീറോയിൻ ഹീറോയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ തമ്മിൽ പരസ്പരം അറിയാവോ എന്ന് ചോദിക്കുന്നു. ഹീറോ പണ്ട് മെങ് ഫാമിലിയിലെ ആരെയോ രക്ഷിച്ചിട്ടുണ്ട്. അപ്പം അതിന് പകരമായിട്ട് ജനറേഷൻസ് ആയിട്ട് അവര് ഹീറോയെ സർവ് ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്നാണ് അവൾ ആലോചിക്കുന്നത് അവളുടെ അടുത്ത് വേണമെന്ന് പറഞ്ഞ ആ ഒരു ലോട്ടസ് അത് ആ ഗാർഡനിൽ ഉണ്ടായിരുന്നു. അതേക്ക് മെങ് ഫാമിലിയിൽ നിന്ന് തന്നെയാണ് ഒരുപാട് ഫ്ലവേഴ്സ് വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഗാർഡനും മെങ് ഫാമിലിക്കും തമ്മിൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പം
അതൊന്നും ഉണ്ടാവത്തില്ല, ജസ്റ്റ് കുറച്ച് ഫ്ലവേഴ്സ് അല്ലേ, നീ അത് വെറുതെ ഓവർ തിങ്ക് ചെയ്യാൻ നിൽക്കണ്ടെന്നാണ് ഹീറോ പറയുന്നത്. മെങ് അത് ചെയ്യത്തില്ല എന്നാണ് ഹീറോ വിശ്വസിക്കുന്നത്. തിരിച്ച് മാൻഷനിലേക്ക് വരുന്ന മെങ്ങും അസിസ്റ്റന്റ് സംസാരിക്കുമ്പം ഹീറോയ്ക്ക് ഇപ്പൊ മെങ്ങിന്റെ തല സംശയമൊന്നും ഇല്ലെന്നാണ് അസ്യൂം ചെയ്യുന്നത്. പക്ഷെ അസിസ്റ്റന്റിന് ഒരു പേടി, ഇവര് ബ്രദേഴ്സിനെ കണക്കാണല്ലോ പെരുമാറുന്നത്, അപ്പൊ എന്തെങ്കിലും പ്രശ്നം വരുമോന്ന് പറഞ്ഞ് തീർക്കുമ്പോഴേക്കും മെങ് ദേഷ്യത്തിൽ പറയുന്നുണ്ട് ഞങ്ങള് ബ്രദേഴ്സ് ഒന്നും അല്ലെന്ന്. ഹൂലിയാങ്ങിനെ രക്ഷിക്കാണ്ട് ഹീറോ എപ്പോഴാണോ നോക്കിയിരുന്നത് അതോടെ ആ ബന്ധമൊക്കെ തീർന്നു. ഇനി ഹീറോയുടെ അടുത്ത് ഫുള്ള് റിവെഞ്ച് ആണെന്നുള്ളൊരു എക്സ്പ്രഷനൊക്കെ ഇട്ട് അത്രയും ദേഷ്യത്തിലാണ് മെങ്ങ് നിൽക്കുന്നത്. കൂടെ തന്നെ ഹീറോയിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, അവക്ക് ഹീറോയുടെ മാൻഷനിൽ എന്താണ് കാര്യം എന്ന്. ഒരാളെ കുറിച്ച് ഹീറോ ഇപ്പൊ കെയർ ചെയ്യുന്നുണ്ട് എന്ന് അത്രത്തോളം ഇല്ല തരത്തിൽ പറയുന്നുണ്ട്. രാവിലെ ഹീറോയിൻ അവളുടെ മുറിവ് നോക്കുന്നു. രാവിലെ അങ്ങോട്ടേക്ക് വരുന്ന മെങ്ങ് ഹീറോയിൻ അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇത് താഴേക്ക് വന്ന ഹീറോയിൻ കണ്ട് ശ്രദ്ധിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. ഹീറോയിന്റെ കയ്യില് പരിക്ക് പറ്റിയതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള മെഡിസിൻ ആണെന്നൊക്കെ പറഞ്ഞ് ഒരു മെഡിസിൻ കൊടുക്കുന്നുണ്ട്. ഹീറോയിന് ഭയങ്കര സന്തോഷം. അവള് ഹാപ്പി ആയിട്ട് താങ്ക്സ് പറയുമ്പം ഹീറോയ്ക്ക് പ്രധാനപ്പെട്ട ഒരാളല്ലേ നിങ്ങൾ, ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നാണ് മെങ്ങ് പറയുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് ഹീറോയും വരുന്നുണ്ട്. ഇവളാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇത് കണ്ടോ മെങ്ങ് എത്ര തോട്ട്ഫുൾ ആണെന്ന്, എനിക്ക് മെഡിസിൻ തന്നെയൊക്കെ കണ്ടോ, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് അങ്ങോട്ടേക്ക് ഹീറോയുടെ അനിയനും ഇങ്ങിങ്ങും വരുന്നത്. മെങ്ങ് അനിയന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊടുക്കുമ്പം എനിക്ക് വേണ്ടെന്ന് മെങ്ങ് ഹീറോയിന്റെ കൂടെ കുടിച്ച് തലവെച്ച് ഞാൻ കുടിക്കത്തില്ല എന്ന് പറയാണ്. പക്ഷെ നീ അത് കുടിക്കാറുണ്ടായിരുന്നല്ലോ, ഇഷ്ടമായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ നിർത്തിയെന്ന് പറഞ്ഞ് അവിടെ പോയിരിക്കുന്നുണ്ട്. ഈ സീരീസിൽ ഏറ്റവും ക്യൂട്ടായിട്ടുള്ളത് ഹീറോയുടെ അനിയനാണ്. കണ്ടിട്ടുണ്ടായാലും ഭയങ്കര ദുഷ്ടനാന്നൊക്കെ തോന്നുമെങ്കിലും പഞ്ചപാവാണ്. ഈ എങ്ങനെ സ്പെഷ്യലായിട്ട് വരുത്തിച്ച് ഒരു സ്കാർഫ് കൊടുക്കുന്നുണ്ട്. അവളും ഹാപ്പി. ഹീറോയ്ക്ക് എന്തോ ചായപ്പൊടി പോലെ എന്തോ ഒരു സംഭവമാണ് കൊടുക്കുന്നത്. നമുക്ക് ചായ കുടിച്ചിട്ട് സംസാരിച്ചിട്ടൊക്കെ പോവാന്ന് ഹീറോ പറയുന്നുണ്ട്. എന്നും പറഞ്ഞ ഹീറോയിനെ നോക്കുമ്പം അവള് വെറുതെ ഇരുന്ന് മെങ്ങിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിലേ ഇവരെപ്പോൾ ക്ലോസ് ആയിട്ട് വന്നാലും ഇവൾ ഒരുമാതിരി ചിരിക്കും. അത് തന്നെ ഹീറോയ്ക്ക് ഇഷ്ടമല്ല. അപ്പൊ അടുത്തിരുന്നിട്ട് ഇങ്ങനെ ചിരിക്കുമ്പോഴും നീ ഒന്ന് പോയിട്ടേ കുറച്ച് ചായ ഇട്ടിട്ടോ എന്ന് പറഞ്ഞ് മെങ്ങിനെയും കൂട്ടി അവിടുന്ന് പോകുന്നുണ്ട്. ചായ കുടിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ ഹൂലിയാങ് കോമയിലായിട്ട് 3 വർഷമായി. നിനക്കത് ബുദ്ധിമുട്ടായിരിക്കും, മൂവണാവാന്ന് പറയുന്നത് അതിലും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നീ ആരെങ്കിലും നോക്കണം, ഇഷ്ടപ്പെടണം എന്നുള്ള രീതിക്കാണ് ഹീറോ പറയുന്നത്. ഇപ്പൊ ആരെങ്കിലും ഇഷ്ടമാണോ, ആരുടെയെങ്കിലും അടുത്ത് ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിക്കുമ്പം ഞാനോ ആരുടെയെങ്കിലും എടുത്തോ ശരിക്കാണോ തോന്നുന്നുണ്ടോ, ശരി അതൊക്കെ പോട്ടെ, ഇനിയിപ്പോൾ അഥവാ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആരായിരിക്കുന്നു മെങ്ങ്. അതെങ്ങനെ എനിക്കറിയാം, ഞാനെപ്പോഴും ഈ മാൻഷനിലല്ലേന്ന് ഹീറോ. അത് ശരിയാണ്, ഈ മാൻഷനിൽ ഇപ്പൊ പുതിയതായിട്ടൊരു പെണ്ണ് വന്നിട്ടുണ്ടല്ലോ എന്ന് മെങ്ങ് ചോദിക്കുമ്പം ഹീറോയിന്റെ മേലെ നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോന്ന് ഹീറോ. എനിക്കതിനകത്ത് ഉദ്ദേശമൊന്നുമില്ല, പക്ഷെ ഞാൻ കെയർ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് നിങ്ങൾ അവളെ കെയർ ചെയ്യുന്നുണ്ട് എന്ന് മെങ്ങ് പറയുമ്പം ശരിക്കും അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ഹീറോ. അവനെ എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹീറോയുടെ കൺഫ്യൂഷൻ കണ്ടിട്ട് ക്യൂട്ടായിട്ടൊന്ന് ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ മൊത്തം വിഷമാണ്. അടുത്ത സീനില് ഹീറോ ഓരോ കൊടയും പിടിച്ച് പുറത്ത് നിൽക്കുവാണ്. ഇത് കണ്ടുകൊണ്ടിരുന്ന ഹീറോയിൻ അവന്റെ അപ്പുറത്തെ സൈഡിൽ കെട്ടിയിട്ട് ഇപ്പുറത്തെ സൈഡ് വന്ന് നിൽക്കുന്നുണ്ട്. നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നോ നോക്കുന്നേന്ന് ഹീറോയിൻ. ഹീറോ ജലസിലാണുള്ളത്. ഞാൻ എന്ത് ചെയ്താലും നിനക്കെന്താ കുഴപ്പം, നേരത്തെ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോഴേക്കും എന്തൊരു ഹാപ്പി ആയിരുന്നു എന്ന് പറയുന്നു. അതേറ്റിട്ട് അവക്ക് ഭയങ്കര സന്തോഷം. ജലസാണോ എന്ന് ചോദിക്കുമ്പം അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. പക്ഷെ അവക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് താൻ ജലസ് അല്ല എന്നുള്ളത് സാധിക്കാൻ വേണ്ടിയിട്ട് ഹീറോ ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കേൾക്കുമ്പം അവള് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇത് നോക്കി കേൾക്കുന്നത്. ഹീറോ ജലസായ സ്ഥിതിക്ക് ഒരു റിവാർഡ് ഉണ്ട് എന്ന് മനസ്സിലാലോചിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഒരുപാട് കുക്ക് ചെയ്ത് അടിപൊളിയായിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഇങ്ങിങ് വരുന്നത്. അവളെ പിടുത്തുമ്പോൾ ഹീറോയിനെ കളിയാക്കുന്ന നടക്ക് ഞാനിവിടെ പുതിയ മെയ്ഡ് വന്നെന്നാ വിചാരിച്ചത്, അതിപ്പം നീയാണോ എന്ന് ഒരുമാതിരി കളിയാക്കി ചോദിക്കുമ്പം അതെ തീർച്ചയായിട്ടും ഹീറോയുടെ പേഴ്സണൽ മെയ്ഡ് ആണെന്ന് ഹീറോയിൻ ഭയങ്കര പ്രൗഡായിട്ട് പറയുമ്പം അതവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നിനക്ക് നാണമില്ലേ എന്ന് ചോദിക്കുകയാണ്. ഹീറോയിൻ അതിനും കൗണ്ടർ കൊടുത്ത് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അനിയ വരുന്നത്. നല്ല മണമുണ്ടല്ലോ, നീയാണോ കുക്ക് ചെയ്തേന്ന് ഇങ്ങിന്റെ അടുത്ത് ചോദിക്കുമ്പം അവള് ദേഷ്യത്തില് ഹീറോയിനെ നോക്കുന്നു. അപ്പോഴാണ് അനിയനെ മനസ്സിലാവുന്നത് ഹീറോയിനാണ് കുക്ക് ചെയ്തേന്ന്. നിന്റെ അടുത്ത് ആരെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്, നിന്നെ ഇങ്ങോട്ടൊന്നും കയറ്റാൻ പറ്റത്തില്ല, മര്യാദയ്ക്ക് പോവാൻ നോക്ക്, ഇത് നിന്റെ വീടൊന്നും അല്ല എന്നുള്ള രീതിക്ക് പറയുമ്പം അവൾ അവനെ സീരിയസ് ആയിട്ട് എടുക്കാതെ ചുമ്മാ കളിയായിട്ട് തമാശയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ തിരിച്ചു പറയുന്നുണ്ട്. ഇവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവളെന്തേലും ആ ഫുഡിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ എന്നുള്ള സംശയം പറയുമ്പം എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇത് കുടിച്ചു നോക്കുമെന്ന് പറഞ്ഞ് വൈനെടുത്ത് കൊടുക്കുവാണ്. എനിക്കാരെയും പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞ് അവനും അതെടുത്ത് കുടിക്കുന്നുണ്ട്. നോക്കുമ്പോ അത് ഭയങ്കര സ്വീറ്റ് ആണ്, അത് വൈനല്ല ബ്രൗൺ ഷുഗർ ആണെന്ന് ഹീറോയിൻ.
അവനൊരുമാതിരി ദേഷ്യത്തില് ചമ്മി നിൽക്കുമ്പം യിങ്ങിങ്ങിന്റെ അടുത്ത് നിനക്കും കുറച്ച് വേണോന്ന് ചോദിക്കുന്നു. അവൾ പറഞ്ഞ ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട്. ഇവിടെ ഹീറോ വൈൻ കുടിച്ചോണ്ട് അവനിപ്പോ കുറച്ചും കൂടെ അധികം വീക്കായി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പോലും അവൻ ആ ഗാർഡനിൽ നിന്നിട്ട് പാരസൈറ്റ്സിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് പവർ യൂസ് ചെയ്തായിരുന്നല്ലോ. അപ്പോഴും അവനൊരു വീക്ക്നെസ് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വീക്ക് ആവുന്നതിന്റെയും പവർ ഫെയ്ഡ് ചെയ്യുന്നതിന്റെ ഒക്കെ അർത്ഥം ഹീറോ മരിക്കാൻ പോവാണെന്നാണ്. ഇത് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഹീറോയിൻ വരുന്നത്. ഹീറോയുടെ അടുത്ത് സമാധാനത്തിന് വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ച് ഞാൻ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനാ വന്നത് എന്ന് പറയുന്നു. അവളുടെ മുഖം കണ്ടിട്ട് എന്തു പറ്റി, അനിയനും യിങ്ങിങ്ങും പ്രശ്നം ഉണ്ടാക്കിയോന്ന് ചോദിക്കുമ്പം അവർക്ക് അവരൊരു ബുദ്ധിമുട്ടായിട്ടല്ല തോന്നുന്നത്, ഒരുതരം സന്തോഷമാണ് അവരുടെ അടുത്ത് സംസാരിക്കുന്നത്. അവളൊരു ബോട്ടിലാണ് താമസിക്കുന്നത്. പല പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യും. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കാണും. പക്ഷെ സംസാരിക്കാൻ ആരും ഉണ്ടാവത്തില്ല. അവരുടെ അടുത്ത് സംസാരിക്കുന്നത് അവക്ക് ടെൻഷൻ എന്നുള്ളതിനെക്കാട്ടും ഒരുതരം സന്തോഷമാണ്. അതുകൊണ്ട് എന്നേക്കുമായിട്ട് ഹീറോയുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള രീതിക്ക് അവള് പറയുമ്പം താൻ മരിക്കാൻ പോവാണെന്ന് ഹീറോയ്ക്ക് അറിയാലോ. അതുകൊണ്ട് അവളെ ഹേർട്ട് ചെയ്യുന്ന രീതിക്ക് നീ ജസ്റ്റ് എനിക്ക് എന്റെ ഫ്ലവറെ ബ്ലൂം ചെയ്യിപ്പിക്കാനാണ് വന്നിട്ടുള്ളത്, അല്ലാതെ നീ എനിക്ക് ഒന്നുമല്ല എന്നുള്ള രീതിക്ക് ഹീറോ പറയുന്നുണ്ട്. അത് അവൾക്ക് ഭയങ്കര വിഷമാവുന്നു. പിന്നെയും ചോദിക്കുന്നുണ്ട് നമ്മൾ തമ്മില് ഒന്നും ഇല്ലേന്ന്. ഹീറോ ആണെങ്കിൽ അതിന് ആൻസർ പറയാതെ തിരിഞ്ഞു നിൽക്കുന്നു. അവള് പിന്നെയും മുന്നേ വന്ന് നിന്നിട്ട് ശരിക്കും എൻ്റെ അടുത്ത് ഇഷ്ടം തോന്നിയിട്ടേ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഹീറോയുടെ അടുത്ത് നിന്ന് റിപ്ലൈ ഒന്നുമില്ല. എപ്പോഴത്തെ പോലെ വിഷമിച്ച് അവിടുന്ന് പോകുന്നുണ്ട്. പിടിച്ചു നിർത്താനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നും ഹീറോയും നിൽക്കുന്നില്ല. അവനവിടെ വിഷമിച്ചാണ് നിൽക്കുന്നത്. ഇവിടെ മെങ്ങിനെയാണ് കാണുന്നത്. ഹീറോയിന്റെ ബ്ലഡിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. യാൻ മെയ്ഡൻ എന്നാണ് പറയുന്നത്. ഹീറോയ്ക്ക് ഹീറോയിൻ്റെ അടുത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവാനുള്ള കാരണവേ ആ ബ്ലഡാണ്. കാരണം ആ ഒരു ബ്ലഡ് വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഹീറോയുടെ ഫ്ലവറിന് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അത് കണക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുള്ളതായിരിക്കും നമ്മുടെ ഗോൾഡൻ ബ്ലഡ് കണക്ക്. മെങ്ങും അസിസ്റ്റന്റും ഹുലിയാങ്ങിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന് ഇവർ അന്വേഷിച്ച് നടക്കുന്നത് യാൻ മെയ്ഡൻ ബ്ലഡ് ആണ്. അത് ഹീറോയിന്റെ അടുത്തുണ്ടല്ലോ. അപ്പൊ ഹീറോയിനെയും കൂടെ പൊക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴേ ചെയ്യണ്ട, അത് നമുക്ക് പ്രശ്നമാവെന്നാണ് മെങ്ങ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാല് ഹീറോയിനെ കശാപ്പാക്കാൻ തീരുമാനിച്ചു. ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള കണക്കാണ്. ഒന്ന് ഹുലിയാങ്ങിനെ അവളുടെ ബ്ലഡ് വെച്ച് രക്ഷിക്കാൻ പറ്റും. രണ്ടാമത് ഹീറോയിൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഹീറോയ്ക്ക് അത്ര വിഷമായിരിക്കും. ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിക്കുമ്പോഴുള്ള പെയിൻ ഹീറോ മനസ്സിലാക്കണം എന്നാണ് മെങ്ങ് വിചാരിക്കുന്നത്. ഹീറോയിനെ വിഷമിപ്പിക്കും, അവളിരുന്ന് പൊലമ്പും. അതാണല്ലോ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യം. അത് തന്നെയാണ് അവള് ബോട്ടിലിരുന്നിട്ട് ഇപ്പോഴും ചെയ്യുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഇങ്ങിങ് വരുന്നത്. ടിപ്പിക്കൽ ടോക്ക്. ഹീറോയിൻ ഹീറോയുടെ പുറകെ കിടക്കുന്നതിന്റെ കാരണം പണമാണ്. അതിനാണ് ഇങ്ങനെ പുറകെ കിടക്കുന്നതെന്നൊക്കെ പറയുമ്പം വളരെ ശരിയാണ്, നിനക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന് ഹീറോയിൻ ഇപ്പോൾ ഒരു ബോട്ടിലാണല്ലോ താമസിക്കുന്നത്. ഇതേ കണക്ക് 100 ബോട്ട് മേടിക്കാനുള്ള പൈസ കൊടുക്കുന്നുണ്ട്. ആ പണം എടുത്ത് ഹീറോയിൻ അവിടെ നിന്ന് പോണെന്നും പിന്നെ ആ ഒരു സിറ്റിയിലേക്ക് ഒരിക്കലും തിരിച്ചു വരരുത് എന്നാണ് ഇങ്ങിങ് പറയുന്നത്. നല്ല ഓഫറാണെന്ന് പറഞ്ഞ പൈസയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് മേടിച്ചിട്ട് 100 ബോട്ട് മേടിക്കാനല്ല എനിക്ക് ആഗ്രഹം, 1000 എണ്ണം മേടിക്കാനാണ്. അതിനുള്ള പൈസ ഇടുവാണെങ്കിൽ ഞാനങ്ങ് പോയിക്കോളാന്ന് പറയുന്നു. നീ എന്താണ് ഇങ്ങനെ ആർത്തി പണ്ടാറായിട്ട് ഇരിക്കുന്നതെന്ന് ഇങ്ങിങ്. ആ ഒരു പൈസ അപ്പോഴേക്കും ഹീറോയിൻ തിരിച്ചും കൊടുക്കുന്നുണ്ട്. പിന്നെയാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഹീറോനെ വിട്ട് പോകാനുള്ള ഉദ്ദേശത്തിലല്ലാന്ന്. ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്. പോവത്തില്ലെന്ന് ഹീറോയിൻ. നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ ദേഷ്യത്തിലാണ് ഇങ്ങിങ് അവിടുന്ന് പോകുന്നത്. രാത്രി ഹീറോയും മെങ്ങും സംസാരിച്ച് നടന്നവരാണ്. ഹീറോയ്ക്കാണെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം ഹീറോയിനെ ആലോചിച്ചിട്ട്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുമില്ല, പക്ഷെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതേറ്റിട്ട് ഹീറോ എന്തോ വിഷമത്തിലാണ് എന്നുള്ളത് മെങ്ങിന് മനസ്സിലാവുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം പറയാൻ വരുന്ന പോലെ വന്നിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞ് അത് മുഴപ്പിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഹീറോയിൻ പിന്നെ അവളുടെ സൈക്കിളിലാണ്. ഹീറോ വഴക്കുറിയും, അവള് കുടിക്കും, പൊലമ്പിക്കൊണ്ടുവരും. കുടിച്ച് ഭയങ്കരമായിട്ട് പൊലമ്പിക്കൊണ്ടിരുന്ന സമയത്താണ് ഫ്രണ്ടിൽ ഒരാൾ വരുന്നത്. ഇവള് പണം മേടിക്കാനാണെന്ന് വിചാരിച്ച് എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല എന്ന് പറയുമ്പം പുറകില് വേറൊരാളും കൂടെ വരുന്നുണ്ട്. അതിനെ ഞങ്ങൾക്ക് പൈസ അല്ലല്ലോ വേണ്ടത് എന്ന് പറയുന്നു. ഹീറോയിൻ ആകപ്പെടെ പേടിയാവുന്നുണ്ട്. അവരെ ഹീറോയിൻ്റെ അടുത്ത് നിന്ന് ഈ സിറ്റി വിട്ട് പോവാനാണ് പറയുന്നത്. ഇവള് ഒച്ചയെടുക്കാൻ നോക്കുമ്പോൾ വാവത്തി പിടിച്ചിട്ട് എടാ നോക്കടാ, പെണ്ണ് കാണാൻ കൊള്ളാലേ എന്ന് പറഞ്ഞ് കൂടെയുള്ള ആളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൊത്തത്തിലൊരു അർത്ഥം വെച്ചുള്ള പറച്ചില്. ഹീറോയിൻ എങ്ങനെയും രക്ഷപ്പെടാൻ നോക്കുമ്പം പിന്നെയും പിടിച്ചവിടെ ഇരുത്തുന്നുണ്ട്. അവള് ഭയങ്കരമായിട്ട് പേടിച്ചു പോകുന്നുണ്ട്. ഇവളുടെ ആ ഒരു സൗണ്ട് അവിടെ നിൽക്കുന്ന ഹീറോയ്ക്ക് കേൾക്കുന്നുണ്ട്. പക്ഷെ മെങ്ങ് സൗണ്ട് ഒന്നും കേട്ടിട്ടില്ല. അത് ഹീറോയിന്റെ സൗണ്ടാണെന്ന് പറഞ്ഞ് പേടിച്ച് ഹീറോ അവിടെ പോകുന്നുണ്ട്. ഇവിടെ ഹീറോയിൻ നോക്കുമ്പം എന്തോ ഒരു സാധനം പാഞ്ഞു വന്ന് അവരെ അടിച്ചിടുന്നുണ്ട്. നോക്കുമ്പോ ഹീറോയുടെ കൂടെ ഇപ്പുറത്തേക്ക് നോക്കുമ്പം മെങ്ങും ഹീറോയും ഭയങ്കര സ്റ്റൈലായിട്ട് നടന്നു വരുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഗോബ്ലിനിലെ മറ്റേ സീൻ ഓർമ്മ വന്നു. ഇതിലെ പല കാര്യങ്ങളും എനിക്ക് ഗോബ്ലിനെ ഓർമ്മിപ്പിക്കാറുണ്ട്. ഹീറോയിൻ ഒരു ആശ്വാസത്തെ നോക്കുമ്പം അവളെ ഉപദ്രവിക്കാൻ വന്ന ആൾക്കാരെ കത്തിയെടുത്ത് ഹീറോയുടെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു അടി അവന്മാര് താഴെ വീഴുന്നുണ്ട്. യിങ് ആണ് അവരെ വിട്ടത് എന്നുള്ള സത്യവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു.
ഹീറോ അവക്ക് എണീക്കാൻ കൈ കൊടുക്കാന്ന് പറഞ്ഞ് നീട്ടുമ്പോഴേക്കും അവിടെ ഓൾറെഡി മെങ്ങ് കൈയും കൊടുത്ത് പിടിച്ചും കഴിഞ്ഞു. മെങ്ങിന്റെ അടുത്ത് അവള് താങ്ക്സ് പറയുമ്പം എൻ്റെ അടുത്തല്ല പറയേണ്ടത്, ഹീറോയുടെ അടുത്താണ്. ഹീറോ ആണ് സൗണ്ട് ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് മെങ്ങ് അല്ലാത്തൊരു രീതിക്ക് താങ്ക്സ് പറഞ്ഞിട്ട് ഇത്രയും മതിയോ എന്നുള്ള രീതിക്കൊന്ന് ചോദിക്കുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും പറ്റിയോ, ക്ലിനിക്കിലേക്ക് പോവാന്ന് മെങ്ങ് ചോദിക്കുമ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുന്നതിന് മുന്നേ ഇങ്ങാണല്ലോ ഇത് ചെയ്തത്. അവള് തന്നെ ഈ ഒരു സിറ്റി വിട്ട് ഓടിക്കാൻ നോക്കുന്നു എന്ന് പറയുന്നു. അതെന്തിനാണെന്ന് മെങ്ങ് ചോദിക്കുന്നതിന് അത് അങ്ങോട്ടേക്ക് ചോദിക്കുകയെന്ന് ഹീറോനെ നോക്കി പറയാണ്. ഹീറോയ്ക്ക് വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഹീറോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പം അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാതെ അവനൊന്ന് തുറച്ചു നോക്കിയിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. ഹീറോ ഒരുമാതിരി വല്ലാത്ത വിഷമത്തിലാണ് ഹീറോയിൻ പോകുന്നത് നോക്കിയിരിക്കുന്നത്. ഇത് കാണുന്ന മെങ്ങിന് ഭയങ്കര സന്തോഷം. അവൻ എത്രത്തോളം ആഴത്തിൽ അവളെ സ്നേഹിക്കുന്നോ അത്രത്തോളം അവന് വേദന എടുക്കുമല്ലോ. അതുകൊണ്ട് വീട്ടിൽ പോയിട്ടും ഹീറോ അതേപോലെ തന്നെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങോട്ടേക്ക് ഇങ്ങിങ് വരുന്നുണ്ട്. അവളുടെ അടുത്ത് ഇന്നത്തെ ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ചോദിക്കുമ്പം ആദ്യമൊക്കെ ഒന്നും അറിയത്തില്ലാത്ത രീതിക്ക് നിൽക്കുന്നുണ്ടെങ്കിലും പിന്നെ ഹീറോ ആ രണ്ടാൾക്കാരുടെയും കൂടെ കാര്യം പറയുമ്പം അവളെ സമ്മതിക്കുന്നുണ്ട്. ഹീറോയിന് ഈ സിറ്റി വിട്ട് പോകാൻ വേണ്ടിയിട്ട് അത് ചെയ്തതെന്നും അവളെപ്പോഴും ഹീറോയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് അവളെ എത്രയൊക്കെ ഇഷ്ടമല്ലെങ്കിലും അവളുടെ ഫ്രീഡം കൺട്രോൾ ചെയ്യാൻ നിനക്ക് അധികാരമില്ലെന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ അടുത്ത പ്രാവശ്യം ഹീറോയിനെ കാണുമ്പോൾ ക്ഷമ ചോദിക്കണമെന്നും പറയുന്നു. കൂടെ തന്നെ എന്തോന്ന് 100 വട്ടം എഴുതാൻ ഒരു പണിഷ്മെന്റ് പോലെ ഇമ്പോസിഷനും കൊടുക്കുന്നുണ്ട്. അവള് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. മെങ്ങ് വിളിച്ചിട്ട് യിങ് അവൻ്റെ മാൻഷനിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോകുമ്പം ഒരു സ്നോ ക്രീം എന്ന് പറഞ്ഞൊരു പുതിയതായിട്ടുള്ളൊരു ക്രീം കൊടുക്കുന്നുണ്ട്. അടിപൊളി ക്രീമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. എന്നാലും അവൾ ജസ്റ്റ് ഒന്ന് ശരിക്കിത് നല്ലതാണോന്ന് ചോദിക്കുമ്പം തീർച്ചയായിട്ടും ഇത് അറിയപ്പെടുന്ന ഒരു ക്ലിനിക്കാണ്, ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെ നല്ലതായിരിക്കും എന്നുള്ള രീതിക്കാണ് മെങ്ങ് പറയുന്നത്. അവൾ അത് എടുത്തും വെക്കുന്നുണ്ട്. അപ്പോഴാണ് മെങ്ങ് ചോദിക്കുന്നത് അവൾ എന്തിനാണ് ഹീറോയിനെ അവിടെ നിന്ന് ഓടിച്ചു വിടാൻ നോക്കിയെന്ന്. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ സ്വന്തം കാര്യം നോക്കുന്നതായിരിക്കും നല്ലത്. നീ ജസ്റ്റ് ഹീറോയുടെ സ്റ്റാഫ് മാത്രമാണ്, അത്രേ ഉള്ളൂ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ശരി, ഞാൻ ജസ്റ്റ് സ്റ്റാഫാണ്, അപ്പോൾ നിങ്ങളോന്ന് മെങ്ങ് ചോദിക്കുന്നതിന് ഞങ്ങൾ ഫാമിലി ആണെന്ന് അവള്. കൂടെ തന്നെ നീ നിന്റെ കാര്യം നോക്കാൻ നോക്ക്, പിന്നെ നിന്റെ ഭാര്യേൻ്റെ കാര്യവും എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഒരുമാതിരി ഭാര്യേനെ അതിലെടുത്തിട്ടത് മെങ്ങിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് നല്ല ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. ഹീറോയിന് ഇപ്പോഴും നല്ല വിഷമത്തിലായതുകൊണ്ട് ഹീറോയുടെ ഫ്ലവറിൻ്റെ അടുത്ത് പോയിരിക്കുന്നുണ്ട്. അവള് മരിക്കുന്നതിന് മുന്നേ അത് ബ്ലൂം ചെയ്യണമെന്ന് ആ ഫ്ലവറിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മേലേക്ക് ഒന്ന് നോക്കുന്നത്. ഏകദേശം ഫുൾ മൂൺ ആവാറായിട്ടുണ്ട്. അതിനെ നോക്കിയിട്ട് ഹാപ്പി ആയിട്ടൊന്ന് ചിരിച്ച് ഇപ്പം മരിക്കുന്നതിന് എനിക്ക് അത്ര പേടിയില്ല, ഒന്നുമില്ലേലും ലവ് എന്താണെന്നുള്ളത് ഫീൽ ചെയ്തു എന്ന് ഒരുമാതിരി പറയുന്നുണ്ട്. അവിടെ അപ്പുറത്ത് ഹീറോയിൻ നല്ല വിഷമത്തിലാണ്. പക്ഷെ എപ്പോൾ വിഷമിച്ചിരുന്നാലും സെക്സ് ആയിട്ടേ ഇരിക്കുകയുള്ളൂ. ഇപ്പോഴും ചന്ദ്രനെ നോക്കിയിട്ട് ഹീറോയിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. പെട്ടെന്ന് നടന്ന് പോകുന്നുണ്ട്. നേരെ ഹീറോയിൻ്റെ ബോട്ടിലേക്കാണ് പോകുന്നത്. അവിടെ മൊത്തം നോക്കുന്നുണ്ട്, അവളെ കാണുന്നില്ല. ഇവിടെ ഹീറോയിൻ ചന്ദ്രനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അവൾക്ക് നെഞ്ചിന് ഭയങ്കരമായിട്ട് വേദന വരുന്നത്. ചോര ഛർദ്ദിക്കുന്നുണ്ട്. ആ സമയത്ത് കറക്റ്റായിട്ട് ഹീറോ വന്ന് പിടിക്കുന്നുണ്ട്. അവള് മയങ്ങിയും പോന്നു. അപ്പൊ ഹീറോ ഒരു കാര്യം ആലോചിച്ച് നോക്കുന്നുണ്ട്. ഹീറോയിൻ ഹീറോയുടെ ബ്രദറിന്റെ കൂടെ കുടിക്കാൻ പോയിരുന്നല്ലോ. അന്ന് തിരിച്ചു വന്നിട്ട് ഹീറോയിനെ കട്ടിലേക്ക് തള്ളിയിട്ട് ഹീറോ അവളെ കിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സീൻ അവിടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു സീനിന്റെ ബാക്കിയും കൂടെ കാണിക്കുന്നുണ്ട്. ഹീറോ അവളെ കിസ് ചെയ്യുന്ന സമയത്ത് അവള് മയങ്ങി പോകുന്നുണ്ടായിരുന്നു. അത് നോക്കി ഒന്ന് ചിരിച്ച് ഹാപ്പി ആയിട്ട് നിൽക്കുമ്പം അവന് നെഞ്ചിന് ഭയങ്കരമായിട്ട് വേദന വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതും ആലോചിക്കുമ്പം ഹീറോയുടെ ഫ്ലവർ കുറച്ചും കൂടെ ബ്ലൂം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹീറോയിൻ എണീക്കുമ്പം എത്രയും പെട്ടെന്ന് ഹീറോ കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും വറീഡായിട്ടാണ് നിൽക്കുന്നത്. ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെന്തിനാ രക്ഷിച്ചേന്ന് അവൾ ഒരുമാതിരി ഭയങ്കര വിഷമത്തിൽ ചോദിക്കുന്നുണ്ട്. അവൻ ഇഷ്ടമാണെന്ന് പറയണമെന്ന് അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മുഴുവനായിട്ടും ചോദിക്കാതെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവിടെ എണീറ്റ് പോകുന്നു. ഹീറോയ്ക്ക് അവളെ തടയണമെന്നുണ്ട്. ഞാൻ പ്രണയത്തിലായാലേ എൻ്റെ ഡോക്ടർ വിരിയുള്ളൂ എന്നുള്ളത് എനിക്ക് അറിയാതെ പോയിന്ന് അവനൊരുമാതിരി വിഷമത്തിലോ പറയുമ്പം വെള്ളമുടിക്കാരനുമായിട്ട് സംസാരിച്ചത് കാണിക്കുന്നുണ്ട്. വല്ല ദൈവമാണോ എന്തോ, എന്നാലും നമുക്കറിയത്തില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ പറയുന്നതിന് തെറ്റൊന്നുമില്ല. ഹീറോ എത്രത്തോളം ഡീപ്പായിട്ട് ഒരാളെ ഇഷ്ടപ്പെടുന്നോ അത്രത്തോളം പെട്ടെന്ന് അവനെ മരിക്കാൻ സാധിക്കും. മുന്നേയൊക്കെ ആണെങ്കിൽ ഹാപ്പി ആയാനെ, പക്ഷെ ഇപ്പൊ അവനത് വിഷമാണ്. ഇത്രയും കാലം ഹീറോ വിചാരിച്ചിരുന്നത് അവന്റെ ക്ലാനിന് ഈ ഒരുപാട് കാലം ജീവിക്കുന്നതാണ് ശാപം എന്നാണ്, അല്ലെങ്കിൽ പണിഷ്മെന്റ് എന്നാണ്. പക്ഷെ ഇപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് മരണത്തിനും പ്രണയത്തിനും ഇടയിലുള്ള ഈ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ് അവർക്ക് പണിഷ്മെന്റ് എന്ന്. സാധാരണ മനുഷ്യന്മാർക്ക് കിട്ടാത്ത പല പവേഴ്സും നിനക്കുണ്ട്, അത് അവർക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്തത്. ദീർഘമായ ജീവിതം, യുവത്വം, അങ്ങനെ. അപ്പം എന്തെങ്കിലും ഒന്ന് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രൈസ് ഉണ്ടാവുമല്ലോ. ഇത് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. കുറച്ച് കഴിയുമ്പം പവറെ നഷ്ടപ്പെട്ട് ഹീറോ ഒരു സാധാരണ മനുഷ്യന്മാരെ പോലെ ആവും. അവന് സൺലൈറ്റ് പോലും കുഴപ്പമുണ്ടാവില്ല.
ഇതൊക്കെയായിരുന്നു അവർ തമ്മിൽ നടന്ന കോൺവെർസേഷൻ. ഇതും ആലോചിച്ച് അവിടുന്ന് വിഷമിച്ചു പോകുന്ന ഹീറോയിനെ നോക്കിക്കൊണ്ട് ഹീറോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഹീറോയിന് ജീവിക്കണം എന്നാണല്ലോ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം, അവളെ ജീവിപ്പിക്കണം എന്നും. പക്ഷെ അവള് ഹീറോയെ ഇഷ്ടപ്പെടാൻ പാടില്ല എന്നും. അതൊക്കെ പെയിൻഫുൾ ആയിരിക്കുമല്ലോ. അവളുടെ കൂടെ എപ്പോഴും ഉണ്ടാവാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് കണ്ണീന്നൊക്കെ കൂടുകൂടെ വെള്ളം വരുന്നുണ്ട്. അത്രത്തോളം വിഷമം. എങ്ങനെ നടന്ന ചെറുക്കനാണ് ഇങ്ങനെ ഇരുന്ന് മൂങ്ങുന്നത്. അടുത്ത ദിവസം രാവിലെ ഹീറോയിനൊരു റോസയും പിച്ചിക്കൊണ്ട് ഹീറോയെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മെങ്ങ് വരുന്നത്. ചുമ്മാ അതുവഴി ഒന്ന് പാസ് ചെയ്തപ്പം അവളുടെ ഗ്രീൻ ഹൗസ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു, അതുകൊണ്ട് കാണാൻ വന്നതാണെന്ന്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അവന്റെ കയ്യിലുള്ള ആ ഒരു ഗൂ പാരസൈറ്റ് ഉണ്ടല്ലോ, അതിനെ പുറത്തേക്ക് വിടുന്നുണ്ട്. അവള് മെങ്ങിനെ ചായയും കൊടുത്ത് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഗൂ പാരസൈറ്റ് ഇവളുടെ ചുറ്റും തന്നെയാണ് നടക്കുന്നത്. കാരണം യാൻ മെയ്ഡ് ഇൻ ആ ഒരു ബ്ലഡ് അതിനെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും. പക്ഷെ അവള് വിചാരിക്കുന്നത് അവിടെ കുറെ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് പ്രാണികൾ ഉള്ളതെന്ന്. അതിനെ ഓടിച്ചു വിടാനൊക്കെ നോക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് ക്ഷമയും ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് അവളുടെ കഴുത്തിലായിട്ട് കടിക്കുന്നുണ്ട്. ഇത് ഇവൻ നന്നായിട്ട് തന്നെ നോട്ട് ചെയ്യുന്നുണ്ട്. ഹീറോയിൻ ഒറ്റയ്ക്കാണല്ലോ അവിടെ ഉള്ളത്. അവളുടെ പാരൻസിനെ കുറിച്ച് അന്വേഷിക്കുമ്പം ഒരു ദിവസം അവൾക്ക് എന്തോ ആപത്ത് വന്നപ്പം അവളുടെ പാരൻസ് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്ത് ഹീറോയിനെ രക്ഷിച്ചു. പക്ഷെ അവര് മരിക്കുകയാണ് ചെയ്യുന്നത്. 10 വയസ്സിലാണ് ഇതൊക്കെ നടക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ വരേക്കും അവൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അവരുടെ പാരൻസ് അവൾക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുത്ത പോലെയാണല്ലോ, അതുകൊണ്ട് തന്നെ നന്നായിട്ടാ ജീവിക്കുന്നതെന്ന് പറയുന്നു. ഇതൊക്കെ ഹീറോ ചോദിക്കേണ്ട ചോദ്യമാണ്, വില്ലനാണ് വന്നിട്ട് ചോദിക്കുന്നത്. എന്നിട്ട് ഒരു അനുതാപം കൂടെ, ചെറുപ്പം മുതലേ ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. മെങ്ങ് ഇങ്ങിങ്ങിന് സ്നോ ക്രീം എന്ന് പറഞ്ഞിട്ട് ഒരു ക്രീം കൊടുത്തില്ലായിരുന്നോ, അതേ ക്രീം ഹീറോയിനും കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഇങ്ങനെ മേടിക്കാൻ അവൾക്കൊരു ബുദ്ധിമുട്ട്. പിന്നെ മെങ്ങ് നിർബന്ധിച്ചു കൊടുക്കുമ്പം അത് മേടിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ വന്ന് ആ ഗൂ പാരസൈറ്റിനെ ഹീറോയിൻ്റെ അടുത്തേക്ക് വിട്ട് അത് ഇവളുടെ അടുത്ത് അട്രാക്റ്റ് ആവുന്ന കണ്ടിട്ട് ഇവൻ ഉറപ്പാവുന്നുണ്ട് ഇവളുടേത് അവൻ അന്വേഷിക്കുന്ന യാ മെയ്ഡ് ഇൻ ബ്ലഡ് ആണ് എന്ന്. അതെന്താ 1000 വർഷത്തിന് ശേഷമാണ് പുറമേ കാണുന്നതെന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. അത്രത്തോളം റയർ ആയിട്ടുള്ള ബ്ലഡാണ്. ഇതുകൊണ്ട് ആ ഗൂ പാരസൈറ്റിനെ ഉണർത്താൻ പറ്റുമെങ്കിൽ ഹോലി അങ്ങനെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിച്ച് വില്ല തരത്തിൽ നിൽക്കുന്ന മെങ്ങനെ രാവിലെ തന്നെ ഹീറോയുടെ അനിയനെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിനെ കുറിച്ച് ഓർമ്മ വരുന്നത്. നോക്കുമ്പോൾ അവളവിടെ കാണുന്നില്ല. അതുകൊണ്ട് നേരെ ഹീറോയുടെ അടുത്ത് വന്നിട്ട് കാര്യം പറയുന്നുണ്ട്. അവളിനി വരത്തില്ല, കുക്ക് ചെയ്യത്തില്ല എന്ന് ഹീറോ പറയുമ്പം ഫുഡ് കിട്ടില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടെങ്കിലും അവള് വരത്തില്ലല്ലോ എന്ന് ആലോചിച്ച് അവന് സന്തോഷം. ശരിക്കും അവളെ ഇങ്ങോട്ട് ഇനി കൂട്ടുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് ഹീറോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഹീറോയിനെ അന്വേഷിച്ച് അവളുടെ ആ ബോട്ടിന്റെ അടുത്തേക്ക് വരുന്നതാണ്. അവള് നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനത് വന്ന് നോക്കിയിട്ട് നല്ല ഫുഡാണല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൾ അവനെ മൈൻഡ് ആക്കുന്നില്ല. അനിയനെ വിശക്കുന്നെന്ന് പറഞ്ഞായിരുന്നു, നീ വന്ന് ഫുഡ് ഉണ്ടാക്കി തരുമോ ചോദിക്കുമ്പം അതിന്റെ ഒരു കുറവേ ഉള്ളൂ, അല്ലെങ്കിൽ അവൻ എന്നെ കുക്കായിട്ടാ കാണുന്നത്. അപ്പോഴാണ് ടേബിളില് മെങ്ങ് കൊടുത്തിട്ട് വെച്ച ആ ഒരു സ്നോ ക്രീം കാണുന്നത്. ഇതാരാ തന്നെയെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പം അതിന്റെ ബേക്കില് മെങ്ങ് എഴുതിയിട്ടുണ്ട്. മെങ്ങ് നിന്നെ കാണാൻ വന്നോ? ആ വന്നു. എന്തിനാ വന്നത്? അത് നിങ്ങളുടെ കാര്യമല്ല, നീ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, അതുകൊണ്ട് നിന്റെ അടുത്ത് എന്തെങ്കിലും ബാഡ് ഇന്റൻഷൻ ഉണ്ടെങ്കിലോ എന്ന് ഹീറോ. ഞാനും എന്റെ ബോട്ടും ശിവനെന്ന് പറഞ്ഞൊരു ജീവിതവും, ഇതിൽ ആർക്ക് എന്ത് വേണ്ടി വരാനാണെന്ന് ഹീറോയിൻ. ഇപ്പോഴാണ് ഹീറോയുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് വരുന്നത്. നീ മറ്റാണുങ്ങളോട് ക്ലോസ് ആവുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അത് കേട്ടതവൾ നീറ്റ് വന്ന് നോക്കുന്നുണ്ട്. പിടിച്ചു നിർത്തിയിട്ട് മരിക്കുന്നതിന് ഇപ്പൊ എന്താ കുഴപ്പമെന്ന് എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്. ഒരുപാട് കാലം ജീവിച്ചുകൊണ്ടായിരിക്കാം ഈ ലോകം മൊത്തം എനിക്ക് ഡള്ളായിട്ട് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. മരണവും നല്ലതാണെന്നാണ് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നതെന്ന് പറയുമ്പം ശരിക്കും ജീവിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് ഹീറോയിൻ. അവനെ കാര്യം മനസ്സിലാവുന്നില്ല. അടുത്ത സീനില് അവൾ അവനെയും കൂട്ടിയിട്ട് ഗെയിം കളിക്കാനിരിക്കുകയാണ്. ഓരോ റൗണ്ടിലും രണ്ടുപേരും ഓരോ കട്ട വീതം എടുക്കും. റെഡും ബ്ലാക്കും ആണ് കളർ ഉണ്ടാവുക. അത് മിക്സ് ആവാതെ രണ്ടും 2 സൈഡിലായിട്ട് വേർതിരിഞ്ഞുണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഡൈസ് കിട്ടിയ ആളായിരിക്കും ജയിക്കുന്നത്. ഇവർ ഒരുപാട് റൗണ്ട് പോകുന്നുണ്ട്. അപ്പോഴൊക്കെ ജയിക്കുന്നത് ഹീറോയിനാണ്. ഹീറോയ്ക്ക് അപ്പോഴേക്കും ഒരു രസം പിടിച്ചു വരുന്നുണ്ട്. ഹീറോ കുറെ തോറ്റ് കഴിയുമ്പം എന്നാ നമുക്ക് നിർത്താന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. അതൊന്നും പറ്റത്തില്ല, എനിക്ക് എന്തായാലും ജയിക്കണം എന്ന് പറഞ്ഞ് പിന്നെയും ഒരുപാട് കളിച്ച് അവസാനം ഒന്ന് ജയിക്കുന്നുണ്ട്. ഇത്രയും കാലം ജീവിച്ചിരുന്നിട്ട് ഹീറോ ചെസ് മാത്രമേ കളിച്ചിട്ടുള്ളൂ. ഇതെന്തായാലും ഒരു ഗെയിം അല്ലേ, കുറച്ച് കഴിയുമ്പോൾ അതും ബോറടിക്കുന്ന ഹീറോ പറയുമ്പം അവനെയും കൂട്ടിയിട്ട് ഹീറോയിൻ ബാർബിക്യൂ ഉണ്ടാക്കുന്നുണ്ട്. അതുണ്ടാക്കി കഴിക്കുമ്പം അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പോരാത്തന്നെ ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അത് ഉണ്ടാക്കിയതൊക്കെ കാണുമ്പം ഒരു പ്രത്യേക സന്തോഷം. അനിയനെയാണ് പിന്നെ കാണുന്നത്. അവന്റെ അടുത്തേക്ക് ഇങ്ങിങ് വന്നിട്ട് ഹീറോ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അറിയത്തില്ല, എനിക്ക് കുക്കിനെ അന്വേഷിക്കാൻ പോയതാണ്. പിന്നെ ആ സ്ട്രേഞ്ച് ആയിട്ടുള്ള ലേഡീൻ്റെ അടുത്ത് പോകാതിരുന്നാൽ കൊള്ളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇത്രയും കാലം ഹീറോയുടെ കൂടെ അവളുണ്ടായിരുന്നു, എന്നിട്ടും ഹീറോ അവക്ക് ഇത്ര പരിഗണന കൊടുത്തിട്ടില്ല എന്നുള്ളൊരു രീതിക്കുള്ള ഒരു ദേഷ്യം. അതിന്റെ ഇടയ്ക്കാണ് മുഖത്തെന്തോ വേദന പോലെ വരുന്നത്. അനിയന് സംശയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയിൻ ഒരു ദിവസം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞായിരുന്നല്ലോ ഹീറോയുടെ എന്തോ ഒരു ഫ്ലവർ അവള് വളർത്തുന്നുണ്ട് എന്ന്. അതെന്താണെന്നാണ് ആലോചിക്കുന്നത്. ഇവിടെ ഹീറോയിൻ ഹീറോയുടെ അടുത്ത് ഫയർ വർക്ക്സ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം
അതാദ്യമായിട്ട് കേക്ക് തണുക്കാണ് അവന്റെ ഭാവം. അങ്ങനെ ഹീറോയിൻ അതും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഹാപ്പി ആവുന്നു. അത് കണ്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്നാണ് ഹീറോയിന്റെ അടുത്ത് പറയുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ഹീറോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള ഒന്നും തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് അവൻ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവളുടെ കൂടെയാണ്. നമ്മുടെ കൂടെ ആരാണ് ഉള്ളത് എന്ന് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. ഹീറോയിന്റെ കൂടെ ഇനിയുള്ള കാലം അവനെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള രീതിക്ക് പറഞ്ഞ് അവളുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അവക്കാണെങ്കിൽ ഇവനിത് എന്താലോചിച്ചിട്ടായി പറയുന്നത്, ശരിക്കും പറയുന്നതാണോ, നാളെ രാവിലെ ആവുമ്പോ ഇനി മാറ്റി പറയുമെന്നൊക്കെയാണ് സംശയം. കാരണം അവളെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഹീറോ അവളെ കിസ് ചെയ്യുന്നത്. ഇവര് ഈ കിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിങ്ങിന്റെ അസിസ്റ്റന്റ് കാണുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ഹീറോ കിസ് ചെയ്തതിന് ശേഷം അവളെയും കൂട്ടിയിട്ട് വീടിന്റെ മേലെ കൊണ്ടുപോയി നിർത്തുന്നുണ്ട്. അവിടുന്ന് നോക്കുമ്പം അത്യാവശ്യം താഴെയുള്ള എല്ലാം തന്നെ കാണാൻ പറ്റും. കാലങ്ങളായിട്ട് അവൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് അവിടുന്ന് ആ ഒരു താഴേക്കുള്ള വ്യൂ കാണാറുള്ളത്. അവിടെയുള്ള ആ ഒരു ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ. അതെന്താ അനിയനെയും ഇങ്ങിനെയും കൂട്ടിക്കൂടായിരുന്നു എന്ന് ഹീറോയിൻ ചോദിക്കുമ്പം അവരെ ചെറിയ പിള്ളേരായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ അവരുടെ മൂത്ത ചേട്ടനും. അതൊന്നും കുഴപ്പമില്ല, ഇനിയിപ്പം ഞാനുണ്ടല്ലോ ഹീറോയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ അവളെ ഭയങ്കര ഹാപ്പി ആയിട്ട് പറയുമ്പം പക്ഷെ എന്റെ പേടി നിന്റെ കൂടെ കുറെ കാലം ഉണ്ടാവാൻ പറ്റില്ലെങ്കിലോ എന്നാണെന്ന് ഹീറോയ്ക്ക് എറ്റേണൽ ലൈഫാണെന്ന് വിചാരിക്കുന്നതും കൊണ്ട് തന്നെ ഹീറോയിൻ പറയുന്നു അത് ഞാനാണ് പറയേണ്ടത്. ഞാനല്ലേ കുറച്ചു കാലം ജീവിക്കുക, അത്രയും കാലം എന്തായാലും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പറയുവാണ്. അവള് ജീവനോടെ ഉള്ളിടത്തോളം കാലം അവനും അവളുടെ കൂടെ ഉണ്ടാവണം, നമ്മൾ ഒരുമിച്ചായിരിക്കണം എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവള് ഭയങ്കര ഹാപ്പി. ഹീറോ പിന്നെ അവളെ പിടിച്ച് വെച്ച് കിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ മെങ്ങിന്റെ അസിസ്റ്റന്റ് മെങ്ങിന്റെ അടുത്ത് ഇവരിങ്ങനെ ഫയർ വർക്ക്സ് കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവന്റെ വിഷമം അവനത് കണ്ടിട്ട് ഒരുപാട് കാലമായിരുന്നു. പണ്ട് മെങ്ങ് അവന്റെ ഗാർഡനിൽ ഇരിക്കുന്ന സമയത്ത് ഹൂലിയാങ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവന്റെ അടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഹൂലിയാങ്ങും മെങ്ങിനെ പോലെ തന്നെ ഒരു ഡോക്ടറാണ്, ഒരുപാട് പേരെ ചികിത്സിക്കണം, നല്ലൊരു ഡോക്ടർ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വളരെ നല്ലൊരു മനസ്സുള്ള ഒരു ലേഡിയാണ്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യും. അവളുടെ അടുത്ത് കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ മെങ്ങ് പറയുന്നുണ്ട്. അങ്ങനെ അവരെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഹീറോയെ കുറിച്ചുള്ള ഒരു ടോക്ക് വരുന്നുണ്ട്. ആ സമയത്ത് മെങ്ങ് ചോദിക്കുന്നുണ്ട് നിനക്കും ഹീറോയെ പോലെ എറ്റേണൽ ലൈഫ് വേണമെന്ന് ആഗ്രഹമുണ്ടോന്ന്. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല, അത് വളരെ കഷ്ടമാണ്. ഒരുപാട് കാലം ജീവിക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ടാവും, പ്രണയോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ അവസാനം അവർ മരിക്കുന്ന ആ ഒരു പെയിന് എപ്പോഴും ഇരുട്ടത്ത് ജീവിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും അവരെ പോലെയൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം കഷ്ടമുള്ള കാര്യമാണ് എന്നവള് പറയുന്നുണ്ട്. അവക്ക് ഹീറോയുടെ സിറ്റുവേഷൻ മനസ്സിലായിട്ടുണ്ട്, പക്ഷെ മെങ്ങിന് ഇതുവരേക്കും മനസ്സിലായിട്ടില്ല. ഇപ്പോഴും അവിടെ ഇരുന്നിട്ട് താൻ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളത് ഹീറോയെ കൊണ്ട് ആ ഒരു പെയിൻ അനുഭവിപ്പിക്കുന്നു പറഞ്ഞ് അത്രത്തോളം വില്ലത്തരത്തിലാണ് അവൻ അവിടെ ഇരിക്കുന്നത്. ഇവിടെ ഹീറോയും ഹീറോയിനും ഹീറോയുടെ വീട്ടിലാണ് ഉള്ളത്. അവളുടെ അടുത്ത് ഇനി മുതൽ അവള് ബോട്ടിൽ നിൽക്കണ്ട, ഹീറോയുടെ വീട്ടിൽ ഒന്ന് താമസിക്കാനാണ് പറയുന്നത്. മോശപ്പെട്ട ആൾക്കാരിൽ നിന്നും ഹീറോയിനെ സംരക്ഷിക്കണമെന്ന്. മോശപ്പെട്ട ആൾക്കാരോ? ആരെ മെങ്ങിനെ കുറിച്ചാണോ പറയുന്നത് എന്ന് ഹീറോയിൻ ജലസാണോ എന്ന് ചോദിക്കുകയാണ്. ആദ്യമൊന്നും സമ്മതിക്കുന്നില്ലെങ്കിലും അതെ അതിനെന്താ കുഴപ്പമെന്ന് പറഞ്ഞ് റൊമാൻസ് ചെയ്യാൻ വേണ്ടി അടുത്തേക്ക് വരുന്ന സമയത്താണ് അനിയൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവന്റെ പേര് ചോങ് എന്നാണ്. ചെക്കൻ വന്ന് നോക്കുമ്പം ഹീറോയിൻ പെട്ടിയും കടക്കയൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെന്താന്ന് ചോദിക്കുമ്പം എന്റെ ലഗേജ് ആണെന്ന് ഹീറോയിൻ. എന്റെ പേര് പറഞ്ഞ് വിളിക്കാൻ നിനക്ക് ആരാ അധികാരം തന്നത് എന്ന് അനിയൻ ചോദിക്കുന്നതിന് ശരി ഞാൻ നിന്നെ അങ്ങനെ വിളിക്കുന്നില്ല, പക്ഷെ ഒരു കാര്യം ഓർത്ത് വെക്കണം, ഞാനാണ് നിന്റെ ചേട്ടത്തിയമ്മ. അത് ശരിയാണ്, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഹീറോയും. ചെക്കൻ അത്ര താല്പര്യമില്ലാതെയാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ചോദിക്കുന്നത് ഇങ്ങിങ് എവിടെ പോയിന്ന്. അറിയത്തില്ല, കുറച്ചു ദിവസമായിട്ട് അവളെ റൂമിൽ തന്നെയാണ്, പുറത്തേക്ക് വരുന്നേ ഇല്ലെന്ന് അനിയൻ പറയുമ്പം ഹീറോയിനും പറയുന്നുണ്ട് ശരിയാണല്ലോ, കുറെ ദിവസമായല്ലോ അവളിങ്ങനെ പുറത്തേക്ക് കണ്ടിട്ട് എന്ന്. അവനത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല, ക്യാഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഹീറോയ്ക്ക് തോന്നുന്നത്. ഇവിടെ ഇങ്ങിങ്ങിന് മെങ്ങിന്റെ സ്നോ ക്രീം തേച്ചിട്ട് അവളുടെ മുഖം മൊത്തം ഒരുമാതിരി പുള്ളി കണക്ക് വന്നിട്ടുണ്ട്. അവളൊരു മൂവി സ്റ്റാറും കൂടിയാണല്ലോ, അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ ഒരു നാണക്കേട്. രാത്രി ആവുന്നുണ്ട്, ഹീറോയും ഹീറോയിനും റൂമിലാണുള്ളത്. ഞാന് സോഫയെ കിടക്കണോ ബെഡ് കിടക്കണോ എന്ന് ഹീറോയിൻ. ബെഡിൽ കിടന്നോളാൻ ഹീറോ. അത് ശരിയാവത്തില്ല, നിങ്ങൾ ബെഡിൽ കിടന്നോ ഞാൻ സോഫയിൽ കിടന്നോളാന്ന് ഹീറോയിൻ. അടുത്ത് വന്നിരുന്ന് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് എന്നാ പിന്നെ ഞാനും സോഫയിൽ കിടക്കാന്ന് പറയുമ്പം സോഫയിൽ നമ്മൾ രണ്ടുപേരും കൊള്ളത്തില്ല, അത് ചെറുതല്ലേന്ന് ഹീറോയിൻ. എന്നാ പിന്നെ വാ ബെഡ് കിടക്കാം എന്നും പറഞ്ഞ് അടുത്തേക്ക് വരുന്നുണ്ട്. ഒന്നിഷ്ടാന്ന് പറഞ്ഞു എന്ന് വെച്ച് ചെക്കനെ ഇപ്പൊ കൈ പിടിക്കാൻ കിട്ടുന്നില്ല. അവരങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് കിസ് ചെയ്യുന്നതും കാണിച്ച് ഇങ്ങിങ് മെങ്ങിന്റെ അടുത്തോട്ട് ഒച്ചയെടുക്കുന്നുണ്ട്. അവളുടെ ഫേസ് കാണിച്ച് അതിങ്ങനെ ആവാൻ കാരണം നീയാണെന്ന് പറഞ്ഞിട്ട്. അവൻ ജസ്റ്റ് ഒരു ക്രീം വന്നേ ഉള്ളൂ, ഈ കുറ്റമൊന്നും ഏറ്റെടുക്കാൻ എന്നെ കിട്ടത്തില്ല എന്ന് മെങ്ങ്. നന്നായിട്ട് ദേഷ്യം വന്ന് ഞാൻ ഹീറോയുടെ അടുത്ത് പറഞ്ഞോളാന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പം അവൻ നിന്നെ കുറിച്ച് ഇപ്പൊ കെയർ ചെയ്യുന്നുണ്ട് എന്നാണോ നീ വിചാരിക്കുന്നത്?
അവനിപ്പോ ഫുള്ള് ഹീറോയിന്റെ പുറകെ നടക്കുകയാണ്. നീയൊന്നും അവനിപ്പോ ഒന്നും അല്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അത് അവക്ക് അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇവക്ക് ഹീറോയെ ഇഷ്ടമാണ്, തിരിച്ച് ഹീറോയ്ക്കും ഇവളെ തന്നെയാണ് ഇഷ്ടം എന്നാണ് പറയുന്നത്. പഴയതുപോലെ ഹീറോ നിന്റെ വഴിക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി എന്നും പറഞ്ഞ് അവളുടെ മുഖം ശരിയാവാനുള്ള ആന്റിഡോട്ട് എടുക്കുന്നുണ്ട്. അവൾ അത് മേടിക്കാൻ നോക്കുമ്പം കൈ മാറ്റിയിട്ട് പക്ഷെ ഇതിന് നീ പേ ചെയ്യേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അതെന്താണോ എന്തോ. അടുത്ത സീനില് ഹീറോയിൻ ആത്മാർത്ഥമായിട്ട് അവളുടെ ഫ്ലവേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ അതിലും ആത്മാർത്ഥമായിട്ട് അവളെ ഇരുന്ന് വായി നോക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഫ്ലവേഴ്സ് ഒക്കെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് എടുത്തോ, അപ്പൊ എന്നും ഇങ്ങോട്ട് വരണ്ടല്ലോ. അത് പറ്റത്തില്ല, കുറെ കാലമായിട്ട് ഈ ഒരു മണ്ണിലാണല്ലോ അവ വളരുന്നത്, അതുകൊണ്ട് അതിന്റെ ഗ്രോത്തിനെ ബാധിക്കും. അത് വേണ്ട. അല്ല, അതും പറഞ്ഞ ഒരു പോട്ട് എടുത്തോണ്ട് പോകുന്ന സമയത്ത് അത് താഴെ വീണ് അവളുടെ കാല് മുറിയുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഇത് വന്ന് നോക്കുന്ന ഹീറോയ്ക്ക് ഭയങ്കര വിഷമം. അവന്റെ കണ്ണൊക്കെ ഒരുമാതിരി നിറഞ്ഞു വരുന്നുണ്ട്. അത് കാണുമ്പോ ഹീറോയിനും കണ്ണ് നിറയുന്നുണ്ട്. ഇത്രയും കാലം അവൾ ഒറ്റയ്ക്കാണല്ലോ താമസിച്ചത്. അത് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് ശീലമാണ്, വിഷമിക്കണ്ടെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. പക്ഷെ അതും കൂടെ കേൾക്കുമ്പം ഹീറോന്റെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് നിറഞ്ഞു വരുന്നുണ്ട്. ഇവരെ കണ്ടിട്ട് തന്നെ കുറച്ച് ദിവസമായിട്ടുണ്ടാവുള്ളൂ, അതിലും കുറവാണ് ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഇത്രയും പെട്ടെന്നൊക്കെ ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഇത് ലവ് ഈസ് മാജിക്, എന്ത് വേണേലും നടക്കാം. മരുന്ന് കൊണ്ടുവന്ന് അവളുടെ കാലില് കെട്ടിയും കൊടുക്കുന്നുണ്ട്. ആ സമയത്തും അവൻ കരയുമായിരുന്നു. ഇനി ഒരിക്കലും അവളെ ഹേർട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴാണ് ഹീറോയിൻ പറയുന്നത് അവള് നോക്ടസ് ഫ്ലവർ കണ്ടിട്ട് കുറച്ചായല്ലോ എന്ന്. അവിടെ പോയി നോക്കുമ്പം അതൊന്നുകൂടെ വിരിഞ്ഞിട്ടുണ്ട്. ഫ്ലവർ കൂടുതൽ വിരിയും തോറും നമുക്കും ഹീറോയ്ക്കും ഒരേ വികാരാണെങ്കിലും ഹീറോയിന് ഭയങ്കര ഹാപ്പിയാണ്. ഇനിയും കുറച്ചും കൂടെ ചോര കൊടുത്തിട്ടുണ്ടേൽ അത് നന്നായിട്ട് വളരുന്നു പറയുമ്പം നീ ചോരയൊന്നും കൊടുക്കാൻ നിൽക്കണ്ട എന്ന് ഹീറോ. അതെന്താ അങ്ങനെ? അപ്പൊ അത് വളരണ്ടേന്ന് ചോദിക്കുമ്പം എനിക്ക് ആ പൂവിനെക്കാട്ടി ഇമ്പോർട്ടന്റ് നീയാണ് എന്ന് ഹീറോ. ഇങ്ങനത്തെ ഡയലോഗൊക്കെ ഹീറോയുടെ അടുത്ത് കേൾക്കാൻ പറ്റുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഭയങ്കരമായിട്ട് അങ്ങ് ഹാപ്പി ആവുന്നുണ്ട്. എന്തോ കണ്ടാണൊക്കെ അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ച് ഹീറോട് അങ്ങോട്ട് നോക്കാനും പറഞ്ഞ് അവന്റെ കവളിലൊരു കിസ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണോ കിസ് ചെയ്യുന്നതെന്നുള്ള രീതിക്ക് ഹീറോ അവളെ പിടിച്ച് ലിപ്പിലെ കിസ് കൊടുക്കുന്നുണ്ട്. കിസ് എന്നല്ല പറയണ്ടേ, ഈറ്റിംഗ് എന്നാണ് പറയേണ്ടത്. എന്നിട്ടൊന്ന് കഴിഞ്ഞൊടിക്കുന്നതും സ്നോ വീഴുന്നുണ്ട്. അവൾക്ക് സ്നോ ഭയങ്കര ഇഷ്ടമാണല്ലോ. അവള് ഹാപ്പി ആയിട്ട് അത് നോക്കുമ്പം അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അവള് ഹാപ്പി ആയിട്ടുള്ളത് നോക്കി ചിരിക്കുന്നുണ്ട്. ചിരിച്ചില്ലേന്ന് അവള് ചോദിക്കുന്നതിന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല ഇപ്രാവശ്യം അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇടുന്ന നിർത്തിയിട്ട് കുറച്ച് ലൈറ്റ് കളറുള്ള ഡ്രസ്സൊക്കെ ഇടാൻ ഹീറോയിൻ പറയാണ്. ഇപ്പോഴേ എന്നെ ബോസ് ചെയ്യാൻ തുടങ്ങിയോന്ന് ഹീറോ. ഞാൻ കെയർ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ലേന്ന് ഹീറോയിൻ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഹീറോ. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ക്രിഞ്ചായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ആ സത്യം മനസ്സിലാക്കുന്നതും കൊണ്ട് അടുത്ത സീനിലേക്ക് പോവാം. അവള് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് സ്നോ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് നിൽക്കുന്നത് എന്ന് അവക്ക് മനസ്സിലാവുന്നില്ല. അതിനപ്പുറം അവന് മനസ്സിലാവുന്നില്ല. പിന്നെയും ട്രൈ ചെയ്യുന്നുണ്ട്, നടക്കുന്നില്ല. പിന്നെയും നോക്കുന്നുണ്ട്. പക്ഷെ അവന്റെ പവർ അവനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അവളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് സ്നോ വരുത്തിയത്. സ്നോ പോയപ്പം അവക്ക് എന്തോരം വിഷമമുണ്ടോ അതിന്റെ ഇരട്ടി വിഷമം അവനുണ്ട്. നമ്മുടെ വെള്ളമുടി അപ്പൂപ്പന്റെ അടുത്ത് പോയിട്ട് അവിടെയുള്ള ഒരു കല്ല് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അവന്റെ കൈ മുറിയുന്നല്ലാതെ ഒരു റിസൾട്ടും ഇല്ല. അത് കാണിച്ചു കൊടുത്ത് പവർ വർക്കാവുന്നില്ലെന്ന് പറയുമ്പം നിങ്ങൾ ഒരുപാട് കാലം ജീവിക്കുന്നതല്ലേ, അത് വിട്ടേക്കെന്ന് പുള്ളി. പക്ഷെ ഹീറോ നോക്കുമ്പം അവന്റെ മുറിവ് പോലും ഹീലായിട്ടില്ല, അതും സ്ലോ ആയിട്ടുണ്ട്. ഇതിനൊക്കെ അർത്ഥം നിന്റെ നോക്ടറൻ ബ്ലൂം ചെയ്യാൻ പോവാണെന്നാണെന്ന് വെള്ളമുടിക്കാരൻ. ഇത്രയും കാലം ഹീറോയ്ക്ക് മരിക്കാൻ ഒരു കുഴപ്പമില്ലായിരുന്നു. ഈവൻ അവൻ അതിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ അത് ഡിഫറെന്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. രാത്രി നോക്കുമ്പം ഹീറോയിൻ അവന്റെ റൂം മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. കട്ടിലൊക്കെ പിങ്ക് കളറൊക്കെ ആക്കി മൊത്തത്തിൽ അവളുടെ സ്റ്റൈലില് ചേഞ്ച് ആക്കുന്നുണ്ട്. ഇത് നല്ല പരിപാടിയാണല്ലോ എന്ന് ഹീറോ പറയുമ്പം എന്തുപറ്റി ഇഷ്ടപ്പെട്ടില്ലേന്ന് ഹീറോയിൻ. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഹീറോ എന്തോ പറയാൻ വരുമ്പോഴേക്കും അവൾ അടുത്തേക്ക് വന്നിട്ട് അവന്റെ ഡ്രസ്സല്ലേ പിടിച്ച് ഇനിയിപ്പോൾ ഡ്രസ്സ് എപ്പോഴാണ് മാറ്റുന്നത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പിടിച്ച് ടേബിളിലേക്ക് ചാരി നിർത്തിയിട്ട് ഇപ്പൊ തന്നെ ഊരണോന്ന് ചോദിക്കുന്നു. അവൾക്ക് ഒരുമാതിരി ദിക്കുന്നുണ്ട്. പക്ഷെ ചെറുക്കൻ ടീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ലായിരുന്നു, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ഡ്രസ്സ് ഊരുന്ന കണ്ടിട്ടേ അവൾക്ക് പേടി. അപ്പോഴാണ് അവൻ കിസ് ചെയ്യാനെന്നോണം അടുത്തേക്ക് വരുന്നത്. പിടിച്ചു നിർത്തിയിട്ട് ഈയിടെയായിട്ട് കുറച്ച് ധൈര്യം കൂടി വരുന്നുണ്ട്. എനിക്കിപ്പോ എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോണം എന്നും പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങുന്നുണ്ട്. അതും കണ്ട് ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഹീറോ. കഴിക്കാനിരിക്കുന്ന സമയത്തും ഫുള്ള് റൊമാൻസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് നിന്ന് ഇതൊക്കെ അനിയൻ കാണുന്നുണ്ട്. അവനാണെങ്കിൽ ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവനെ ശ്രദ്ധിക്കുമ്പോഴാണ് ഇവരൊന്ന് നിർത്തുന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഹീറോ ഓരോ ഫുഡ് എടുക്കാൻ പോകുമ്പം അനിയൻ അതിൽ എന്നെ പിടിക്കുന്നു. അടുത്തെടുക്കാൻ പോകുമ്പം അതിൽ എന്നെ കൈവെക്കുന്നുണ്ട്. നിനക്ക് എന്താടാ പറ്റിയെന്ന് ഹീറോ. ഒന്നുമില്ല, ജസ്റ്റ് എനിക്ക് ആ പീസ് വേണം, അത്രേ ഉള്ളൂ എന്ന് അനിയൻ. ശരി മോനിത് കഴിച്ചോന്നും പറഞ്ഞ് എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നാലും മുഖം വീർപ്പിച്ചാണ് ഇരിക്കുന്നത്.
അവൻ ഒരെണ്ണം കൂടെ എടുത്തു കൊടുത്തിട്ട് ഹീറോയിൻ ഒരെണ്ണം എടുത്തു കൊടുക്കുന്നുണ്ട്. അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പല ടൈപ്പ് ജലസി കണ്ടിട്ടുണ്ട്. ഇത് വെറൈറ്റി ആയിട്ടും ഉണ്ട്, നന്നായിട്ടും ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഹീറോയിൻ എന്റെ കുക്കിംഗ് അവന് ഇത്ര ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നും പറഞ്ഞ് അവനെ ചെറുതായിട്ടൊന്ന് ടീസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹീറോയുടെ അടുത്ത് എണീറ്റ് പോയിട്ട് നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാന്ന് പറയാണ്. ഞാനും വരുന്നുണ്ടെന്ന് അനിയൻ. ആ നീ വന്നോ, ഒരു കുഴപ്പമില്ല, ഞങ്ങളിങ്ങനെ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നത് നീ കാണുന്നതിന് കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഹീറോയുടെ മേത്തൂടെ കൈ ഓടിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട അനിയന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ പറയുന്നത് നീ ഇരുന്ന് കഴിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് അനിയൻ റൂമിൽ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വരുന്ന ഹീറോ നിനക്ക് എന്താടാ പറ്റിയത്? എന്തൊക്കെ പറഞ്ഞാലും നീയാണ് എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അനിയൻ. നീ എൻ്റെ അടുത്ത് നിന്ന് എന്തോ മറച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ലേഡീൻ്റെ കൂടെ നീ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്ന് അനിയൻ പറയുന്നതിന് എനിക്ക് ശരിക്കും അവളെ ഇഷ്ടമാണെന്ന് ഹീറോ. എന്നിട്ട് കുറച്ച് സാഡായിട്ട് ഹീറോയുടെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്നും അതേ കണക്ക് അനിയനും ഇങ്ങിങ്ങും ഒക്കെ ഉള്ളപ്പോഴാണ് അവൾക്ക് കുറച്ച് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ, ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്ന്. അത് ഓർത്ത് നിൽക്കുന്ന സമയത്ത് അനിയൻ എണീറ്റ് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഹീറോയിൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവളെ ഒന്ന് തുറച്ചു നോക്കിയിട്ടാണ് പോകുന്നത്. അവനിങ്ങനെ എപ്പോഴും ദേഷ്യപ്പെടുന്നത് കാണുമ്പം അവക്കും ഒരു വിഷമം. അതിനെക്കുറിച്ച് പറയുമ്പം അതോർത്ത് നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് ഹീറോയിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് അവള് ചോദിക്കുന്നത് എപ്പോഴാണ് നമ്മുടെ മാരേജ് എന്ന്. അവളെ സോഫയിലേക്ക് പിടിച്ചിരുത്തി അപ്പൊ നീ ഇതാണല്ലേ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം വേറെന്താ ആലോചിക്കാനാണെന്ന് ഹീറോയിൻ. കല്യാണത്തിന് ഏത് പൈജാമ ഇടുന്നേന്ന് ഹീറോ അവളുടെ അടുത്ത് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവിടെ മെങ് ഹൂലിയ അങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. ഹൂലിയ അങ്ങനെ ഫസ്റ്റ് ടൈം കണ്ടത് ഓർക്കുന്നുണ്ട്. ഇവന്റെ ആ ഒരു ഗാർഡൻ ഒരുപാട് മുന്നേ ഉള്ളതാണ്. അവളൊരു ദിവസം അവിടുന്ന് എന്തോ ഒരു മെഡിസിൻ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മെങ്ങ് പോകുന്നത്. ആരാന്ന് ചോദിക്കുമ്പം സോറി ഓണറിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നും പറഞ്ഞ് അവളുടെ അടുത്തുള്ള ഒരു 2 നാണയം അവനെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പറിച്ച പ്ലാന്റ് മാത്രം എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നതിന് എന്താ പേര് എന്ന് മെങ്ങ് ഞാൻ ഈ സിറ്റിക്ക് പുറത്തുള്ള ഒരാളാണെന്ന് പറഞ്ഞ് അവളുടെ പേരും പറഞ്ഞു കൊടുത്തിട്ട് മെങ്ങ് ക്ലിനിക്കാണല്ലോ നടത്തുന്നത്. അപ്പൊ അവൻ ഒരുപാട് ഡോക്ടേഴ്സിനെ വിളിച്ചിട്ട് എന്തോ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അവക്കും വലിയ ഡോക്ടർ ആവണം, ഇവന്റെ ക്ലിനിക്കിൽ ചേരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ മെങ്ങ് ആണുങ്ങളെ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവനെ കുറിച്ച് കുറ്റം പറഞ്ഞതിന് ശേഷമാണ് ആളുടെ പേര് ചോദിച്ചില്ലല്ലോ എന്ന് ഓർക്കുന്നത്. മെങ്ങിനോട് പേരെന്താണെന്ന് ചോദിക്കുമ്പോഴാണ് താൻ ഇത്രയും നേരം കുറ്റം പറഞ്ഞത് മെങ്ങിനെയാണെന്ന് മനസ്സിലാവുന്നത്. സോറിയും പറഞ്ഞ് അവിടെ നിന്ന് ഓടുന്നുണ്ട്. അപ്പോഴേ അവളെ ഇഷ്ടമായതാണ്. അത് കഴിഞ്ഞിട്ട് മെങ്ങിന്റെ അസിസ്റ്റന്റ് അവളെ അവരുടെ ക്ലിനിക്കിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇവളാണെങ്കിൽ അവപ്പടെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇന്നലെ മെങ്ങിനെ കുറിച്ച് കുറ്റമൊക്കെ പറഞ്ഞല്ലോ, അതിന് മെങ്ങ് വല്ല പണിഷ്മെന്റും തരുമോന്ന്. പക്ഷെ അങ്ങോട്ടേക്ക് വരുന്ന മെങ്ങ് ഇവള് നെർവസ് ആയിട്ട് നിൽക്കുന്ന കണ്ടിട്ട് ഹാപ്പി ആയിട്ടാണ് വന്ന് സംസാരിക്കുന്നത്. അവള് പിന്നെ സോറി ചോദിക്കുമ്പം അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് അവന്റെ ക്ലിനിക്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അവൾക്ക് ശരിക്കും സ്കില്ലുണ്ട് എന്ന് പറഞ്ഞിട്ട്. മുന്നേ ഒക്കെ അവന്റെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യാനായിരുന്നു അവൾക്ക് ആഗ്രഹം. പക്ഷെ ഇപ്പം വില്ലേജില് ആൾക്കാർക്ക് എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് വേണം. അതിന് വേണ്ടിയിട്ട് താൻ അങ്ങോട്ട് പോവാണെന്ന് പറയുന്നു. ശരി ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടി അവിടെ വില്ലേജ് ക്ലിനിക്ക് തുടങ്ങാവോ എന്നും ചോദിച്ച് അവള് കൊടുത്ത അതേ നാണയങ്ങള് അവൾക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അവൾക്കും ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെയാണ് അവരുടെ റിലേഷൻഷിപ്പ് പടർന്ന് പന്തലിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും മിങ് പ്രസന്റില് ആ ഒരു കോയിൻസ് എടുത്തു വെച്ചിട്ട് തന്നെയാണ് അവളെ മിസ് ചെയ്യുന്നെന്നും പറഞ്ഞ് അത് നോക്കിയിരിക്കുന്നത്. ഇവിടെ ഹീറോയ്ക്ക് വേണ്ടി റെഡി ആയിട്ട് നിന്നിട്ട് ഹീറോ രാവിലെ പോയതാണ്. എന്താ ഇതുവരേക്കും വരാത്തേന്നും പറഞ്ഞ് ആലോചിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആരോ വരുന്നത്. കാല് മാത്രമേ കാണിക്കുന്നുള്ളൂ. ആള് വാതിൽ ഓർക്കുന്നുണ്ട്. ആള് വാതിൽ ഓർക്കുന്നതും ഹീറോയിൻ ഷോക്കായി നിൽക്കുന്നു. അത് വേറെ ആരും അല്ല, ഹീറോയുടെ അനിയനാണ്. നീ എന്താ ഇങ്ങോട്ട് വന്നേന്ന് അവള് ഷോക്കായിട്ട് ചോദിക്കുമ്പോഴേക്കും അവളെ പിടിച്ചുകൊണ്ട് ഒരു കാട്ടി കൊണ്ടുപോയിടുന്നുണ്ട്. അതും രാത്രി. നീ ഇവിടെ നിൽക്കുന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവാണ്. അവളാകപ്പെടെ പേടിച്ച് ഹീറോയെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹീറോയിന് വേണ്ടിയിട്ട് എന്തോ ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് ഹാപ്പി ആയിട്ട് വന്ന് നോക്കുമ്പം അവളെ കാണാനില്ല. എവിടെ പോയെന്ന് വിചാരിച്ച് നേരെ അവളുടെ ബോട്ടിൽ പോയി നോക്കുന്നുണ്ട്. അവിടെയും കാണുന്നില്ല. അങ്ങനെ അന്വേഷിച്ച് അവസാനം അനിയന്റെ അടുത്ത് തന്നെ വന്ന് ചോദിക്കുന്നുണ്ട് ഹീറോയിൻ എവിടെയെന്ന്. അതെനിക്ക് എങ്ങനെ അറിയാനാന്ന് ചോദിക്കുമ്പം നീയല്ലേ അവളുടെ കൂടെ ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണെന്ന് ഹീറോ. അപ്പൊ നീ എന്നെ സംശയിക്കുകയാണോ? ഞാൻ അവൾ എന്തെങ്കിലും ചെയ്തു എന്നാണോ വിചാരിക്കുന്നത്? നിനക്ക് എന്നെ വിശ്വാസമില്ലേ എന്നുള്ള രീതിക്ക് അനിയൻ ചോദിക്കുമ്പം നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് ഹീറോ. പിന്നെ അവൻ തന്നെ സമ്മതിക്കുന്നുണ്ട് അവൻ തന്നെയാണ് അവളെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് എന്ന്. പക്ഷെ എവിടെയാണെന്നുള്ളത് പറയുന്നില്ല, അത് പറയുകയും ചെയ്യത്തില്ല. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നീ എന്തെന്നെ ചെയ്യാ, കൊല്ലുവോ എന്ന് ചോദിക്കുന്നു. അതെങ്ങനെ ഹീറോയ്ക്ക് പറ്റും? അപ്പോഴാണ് അവൻ പറയുന്നത് നമ്മുടെ ക്ലാനിലുള്ള ആൾക്കാർക്ക് മരിക്കാൻ പറ്റത്തില്ല. സീക്രട്ട് ആയിട്ട് നൊക്ട്രോൺ നട്ടാൽ മാത്രമേ നമുക്ക് മരിക്കാൻ പറ്റൂ. നീ അങ്ങനെ വല്ലതും ചെയ്തോ എന്നുള്ള രീതിക്ക് നോക്കുമ്പം ഹീറോയ്ക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പോരാത്തേന് ഹീറോയെ നഷ്ടപ്പെടുത്താൻ അവന് താല്പര്യമില്ലെന്നും കൂടെ പറയുവാണ്.
അങ്ങനെ പറയുന്ന ഒരാളുടെ അടുത്ത് ഫോഴ്സ് ചെയ്തിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ അടിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ലല്ലോ. പോരാത്തതിന് അനിയനും കൂടെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഹീറോ കരഞ്ഞോണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. അവന്റെ പവർ വീക്ക് ആയതുകൊണ്ട് ആ രീതിക്കും അവളെ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അനിയനും മോശപ്പെട്ടവനൊന്നും അല്ലല്ലോ. പോകുന്ന ഹീറോനെ വിളിച്ചിട്ട് ഹീറോയിൻ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഹീറോ അവിടെ നിന്ന് പോകുന്നു. ഹീറോയിൻ അവിടെ പേടിച്ച് ഹീറോയെ കുറിച്ച് ആലോചിച്ച് നടക്കുന്ന സമയത്ത് ഹീറോ അവിടെ ഹീറോയിനെ അന്വേഷിച്ച് അലറി വിളിച്ച് നടക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവളും ആ ഒരു സൗണ്ട് കേട്ടിട്ട് അവസാനം അവരെ കണ്ടുകിട്ടുന്നുണ്ട്. ഞാൻ പേടിച്ചു എന്ന് ഹീറോയിൻ പറഞ്ഞ് തീർക്കുമ്പോഴേക്കും ഹീറോ അവളെ പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളുടെ ബോട്ടിലേക്കാണ് പിന്നെ പോകുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അലങ്കരിച്ച റൂം. അവിടെ സാറിന്റെ ഫസ്റ്റ് നൈറ്റ് നടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ക്ലോസ് ആയിട്ട് റൊമാൻറ്റിക് ആയിട്ട് ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ക്യൂട്ടായിട്ട് ഒരു കപ്പിൾസിന്റെ ഇടയ്ക്ക് സംസാരിക്കേണ്ടതൊക്കെ സംസാരിക്കുന്നുണ്ട്. ഹീറോയിന് ഭയങ്കര സന്തോഷം. അവൾ ഇതുവരേക്കും ജീവിതത്തിൽ അനുഭവിക്കാത്തൊരു സന്തോഷം ഹീറോ കാരണമാണ് അനുഭവിക്കുന്നത്. അവളുടെ ജീവൻ ഹീറോയ്ക്ക് രക്ഷിക്കാൻ പറ്റും എന്നതിനെക്കാട്ടും ആ ഒരു ഹാപ്പിനെസ് വളരെ വലുതാണ്. പക്ഷെ അത് തന്നെയാണ് ഹീറോയ്ക്കൊരു വിഷമവും. ഇത്രയും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഹീറോയിൻ. പക്ഷെ അവന് ഉറപ്പായിട്ടും മരിക്കേണ്ടി വരും. അവൻ പോയിട്ടുണ്ടെങ്കിൽ അവൾ ഒറ്റയ്ക്കായി അതിന്റെ വേദന സഹിക്കേണ്ടി വരും. അതോർത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഹീറോ നോക്ട്രോസിന്റെ അടുത്ത് വന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അത് നന്നായിട്ട് തന്നെ വിരിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു റെഡ് കളറൊക്കെ വന്നിട്ടുണ്ട്. അത് നന്നായിട്ടാവുമ്പോഴേക്കും അവൻ ഉറപ്പായിട്ടും മരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലവർ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട്. അതെങ്ങനെയും കളയാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല. ചോര ഛർദ്ദിക്കുന്ന മാത്രമാണ് ഫലം. ഒന്നുമില്ലേലും അവന്റെ ഹൃദയം വെച്ചിട്ടല്ലേ അത് ഉണ്ടാക്കിയത്. മരിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോഴൊക്കെ അതായിരുന്നു ബുദ്ധിമുട്ട്. ഇപ്പൊ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുമ്പം ജീവിക്കാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഹീറോ വെള്ളമുടിക്കാരൻ്റെ അടുത്ത് സംസാരിക്കുന്നതാണ് കാണുന്നത്. ഇപ്പോഴാണ് ഹീറോ പുള്ളീനെ ദൈവം എന്ന് വിളിക്കുന്നത്. സോ ഹീസ് എ ഗോഡ്. ആ പൂവ് നന്നായിട്ട് ബ്ലൂം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീറോ മരിക്കുമല്ലോ. അവനിപ്പം മരിക്കാൻ ആഗ്രഹമില്ല. എന്തായാലും ഹീറോയിൻ ഈ അടുത്ത് മരിക്കുമല്ലോ. അപ്പൊ പിന്നെ നീ അവള് മരിക്കുന്നത് നോക്കിയിരിക്കുന്നേ കൊണ്ട് നിനക്ക് വിഷമല്ലേ ഉണ്ടാവുള്ളൂ എന്നാണ് ഗോഡ് ചോദിക്കുന്നത്. അടുത്ത സീനില് ഹീറോയും ഹീറോയിനും സംസാരിച്ച് വീട്ടിലൂടെ നടക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അവള് തുമ്മുന്നത്. എന്തുപറ്റി പനി പിടിച്ചോന്നും പറഞ്ഞ് നോക്കുമ്പം തലയ്ക്ക് ചെറിയൊരു വേദനയാണ് ഹീറോയിൻ. അവിടെ നോക്കിയിട്ട് ലിപ്സിലൊന്ന് കടിച്ച് ഇപ്പൊ വേദന മാറിയോന്ന്. അവരിങ്ങനെ സ്നേഹം കൈമാറുന്നത് നല്ല ദേഷ്യത്തില് മേലെ ഇരുന്ന് ഇങ്ങിങ് അവളുടെ റൂമിലിരുന്ന് നോക്കുന്നുണ്ട്. അടുത്ത സീനില് ഹീറോ അനിയന്റെ കൂടെ സംസാരിക്കുകയാണ്. അവന് ഓൾറെഡി മനസ്സിലായി ഹീറോ നോക്ട്രൺ നട്ടതും അത് ബ്ലൂം ചെയ്യാൻ പോവാണെന്നും അതിനുള്ള റീസൺ ഹീറോയിനാണെന്നും. രണ്ടുപേർക്കും പരസ്പരം അത്രത്തോളം ഇഷ്ടമാണ്. അപ്പൊ ഹീറോ തന്നെ വിട്ടു പോവാണെന്നുള്ളത് അനിയന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോരാത്തന്നെ അതിന് കാരണം ഹീറോയിനും. ഇമോഷണൽ ആയിട്ട് സ്നേഹത്തോടെ അവന്റെ മുഖത്ത് പിടിച്ച് നീയും ഹീറോയിനാണ് എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. ഞാൻ മരിച്ചാലും നീ അവളെ നന്നായിട്ട് നോക്കണം, അവളുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള രീതിക്ക് ഹീറോ പറയുമ്പം അനിയന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. നീ മരിക്കാനുള്ള കാരണം അവളാണ്. എന്തൊക്കെ വന്നാലും അവളുടെ അടുത്ത് ഞാൻ ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞ് നല്ല ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നുണ്ട്. ഹീറോ അവനെ പിടിച്ചു നിർത്തുന്നുണ്ട്. പക്ഷെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അവനും അവിടുന്ന് പോകുന്നു. ഹീറോയെ മരിക്കാൻ വിടത്തില്ല എന്ന് അനിയൻ അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട്. ഹീറോ മനസ്സിൽ അവൻ്റെ അടുത്ത് സോറിയും ചോദിക്കുന്നുണ്ട്. അവൻ വീക്കായി വരുവാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടുന്ന് ബ്ലഡ് ഛർദ്ദിക്കുന്നുണ്ട്. ഈ സമയത്താണ് അവനെ കണ്ടിട്ട് ഹീറോയിൻ അങ്ങോട്ടേക്ക് വരുന്നത്. ബ്ലഡൊക്കെ തുടച്ച് ക്യാഷിലായി നിന്ന് ഹീറോയിൻ്റെ അടുത്ത് കുറച്ചു കാലത്തേക്ക് താൻ ഇവിടുന്ന് മാറി നിൽക്കാൻ പോവാണെന്നും മനുഷ്യ വിട്ട് എങ്ങോട്ടും പോകരുതെന്നും പറയുന്നുണ്ട്. ഡേഞ്ചർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനാണോ പോകുന്നതെന്ന് ഹീറോയിൻ ചോദിക്കുന്നതിന് അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഹീറോ തീരെ വയ്യാണ്ട് മിങ്ങിന്റെ ക്ലിനിക്കിലേക്കാണ് വരുന്നത്. മയങ്ങി അവന്റെ മേത്തേക്ക് തന്നെ വീഴുന്നുണ്ട്. പെട്ടെന്ന് ഹീറോ വീക്ക് ആവാൻ എന്താണ് കാരണമെന്ന് മെങ്ങിനും മനസ്സിലാവുന്നില്ല. ഹാർട്ട് ബീറ്റ് നോക്കുമ്പം അതൊട്ടില്ല താനും. അപ്പോഴാണ് ഓർക്കുന്നത് ഇവരുടെ ക്ലാനിലെ ആൾക്കാര് നോക്ട്രൺ അവരുടെ ഹൃദയം വെച്ച് നട്ടാൽ മാത്രമേ അവർക്ക് മരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെ മെങ്ങിനും കാര്യം മനസ്സിലാവുന്നുണ്ട് ഹീറോ മരിക്കാൻ പോവാണെന്ന്. അപ്പോഴേക്കും ഹീറോയും എണീക്കുന്നുണ്ട്. അവനിവിടെ വന്ന കാര്യം ആരുടെ അടുത്തും പറയണ്ടാവുന്നും ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവുന്നും പറയാണ്. ശരി, എത്ര ദിവസം വേണേലും നിന്നോളാൻ മെങ്ങും. തീരെ വയ്യാണ്ട് ഹീറോ പിന്നെ മയങ്ങി പോകുന്നുണ്ട്. മെങ്ങാണെങ്കിൽ മനസ്സിൽ താൻ മരിക്കുന്നതിന് മുന്നേ ഹീറോ മരിക്കുന്നതായിട്ട് ഒരുപാട് പ്രാവശ്യം സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒരുമാതിരി അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഹീറോയിൻ നോക്ട്രോസിനെ വന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ബ്ലൂം ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ബ്ലൂം ചെയ്താൽ മതി. അതുകൊണ്ട് അവക്ക് ഭയങ്കര സന്തോഷം. സത്യം എപ്പോഴാണോ മനസ്സിലാവുക. ഇവിടെ മെങ്ങ് ഒരു കത്തിയെടുത്ത് ഹീറോനെ കുത്താൻ വേണ്ടി പോകുന്നുണ്ട്. ആ സമയത്താണ് ഹീറോ ചുമച്ചുകൊണ്ട് ചോര തുപ്പുന്നത്. അവനെ പിടിച്ച് കടത്തി ചോരയൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ മയക്കത്തിലും ഹീറോയിന്റെ പേരാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹീറോയെ കൊല്ലണമെന്ന് മെങ്ങ് അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ പോലും അത് തന്നെ കൊണ്ട് പറ്റുമോ എന്ന് ആലോചിച്ച് ആ കത്തിയിലേക്ക് പിടിക്കുമ്പം അവന്റെ ബ്ലഡ് അതിൽ നിന്ന് വരുന്നത് കാണാം. മെങ്ങിന്റെ അസിസ്റ്റന്റ് സംസാരിക്കുന്നതാണ് കാണുന്നത്. വാമ്പയറിന് വെട്ടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഹീറോയുടെ റൂമില് കർട്ടൻ ഇടണം. വെട്ടകത്ത് കയറാൻ പാടില്ല. അത് എനിക്ക് ലൈറ്റ് ആയിട്ടുള്ള മീൽ കൊടുത്താൽ മതി. തീരെ വയ്യാന്നൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പം കുറച്ച് മടിച്ച് നിങ്ങൾക്ക് ഇപ്പോഴും ഹീറോയുടെ അടുത്ത്
മനസ്സിന്റെ അടിത്തട്ടിലൊരു സ്നേഹം, കെയർ അല്ലെങ്കിൽ ഒരു അനുതാപം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിക്ക് അസിസ്റ്റന്റ് ചോദിക്കുമ്പം എന്റെ ഡിക്ഷണറിയിൽ അങ്ങേർക്ക് അതിനുള്ള ഒരു സ്കോപ്പും ഇല്ല. ആകെപ്പാട് എനിക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് അയാളെ കൊല്ലണമെന്ന് മാത്രമാണ്. എപ്പോഴാണോ ഹൂലിയ മരിക്കുന്നത് അവൻ നോക്കിയിരുന്നത് അതോടെ എല്ലാം തീർന്നു എന്നുള്ള രീതിക്ക് ഇപ്പോഴും ഒരുമാതിരി വില്ലത്തരത്തിലാണ് സംസാരിക്കുന്നത്. ഹീറോയ്ക്ക് എതിരെയാണ് താൻ നിൽക്കുന്നത് എന്നുള്ളത് ഹീറോ ഇപ്പൊ മനസ്സിലാക്കരുത് എന്നാണ് മെങ് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കെയർ ചെയ്യുന്ന കണക്ക് കാണിക്കുന്നതെന്ന്. പിന്നെ നമ്മൾ നോക്കുമ്പം കുറച്ച് തലവന്തിയ നമ്മുടെ ഹീറോ ഒരു കൊടയെടുത്ത് പകല് നടക്കാൻ ഇറങ്ങുന്നതാണ് കാണുന്നത്. അപ്പൊ അസിസ്റ്റന്റ് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് റെസ്റ്റ് വേണമെന്നാണ് മെങ് പറഞ്ഞതെന്ന്. കുഴപ്പമില്ല, ഞാനിപ്പോൾ ഓക്കെയാണ്, ജസ്റ്റ് ഒന്ന് നടന്നിട്ടിരാന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഹീറോ അതിൽ നടക്കുന്ന സമയത്താണ് ഭയങ്കര കോൾഡ് ആയിട്ടുള്ളൊരു പ്ലേസ് കാണുന്നത്. പോയി നോക്കുമ്പം അവിടെ ഹൂലിയാങ്ങിന്റെ ബോഡിയാണ് ഉള്ളത്. ഇത്രയും വർഷമായിട്ടും അവൻ ഇപ്പോഴും അവളെ എണീപ്പിക്കാൻ ട്രൈ ചെയ്യാണോ എന്ന് ഹീറോ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മെങ് വരുന്നത്. അവന്റെ അടുത്തും ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. മെങ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു, ഹീറോയിന് ഇത് കണക്ക് എന്തെങ്കിലും പറ്റി ഒരു 3 വർഷമായിട്ടുള്ളെങ്കിൽ ഹീറോ അതിൽ നിന്ന് മൂവ് ഓൺ ആവുമെന്ന്. ഹീറോയ്ക്ക് ഒരുമാതിരി ദേഷ്യം വരുന്നുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, അല്ലെങ്കിലും നിങ്ങളുള്ളപ്പം ഹീറോയിൻ എന്ത് പറ്റാനാണെന്ന് ഒരുമാതിരി അർത്ഥം വെച്ച് മെങ് പറയുന്നുണ്ട്. ഹീറോ ശരിക്കും അവന്റെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരെ കുറിച്ചും കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മെങ്ങിനോട് പറയുന്നു അവൻ റിഗ്രറ്റ് ചെയ്യുന്ന രീതിക്ക് ഒന്നും ചെയ്യരുത് എന്ന്. അതും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുമ്പം റിഗ്രറ്റ് ചെയ്യാനോ? ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇവളെ എണീക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താലും അതിലൊരിക്കലും താൻ റിഗ്രറ്റ് ചെയ്തില്ല, അത് വർത്തായിട്ടുള്ള കാര്യമാണെന്ന് അവളെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറയുന്നുണ്ട്. ഇവിടെ ഹീറോ കുറെ ദിവസം ഇല്ലാതെ ബോറടിക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കറക്റ്റായിട്ട് ഹീറോ വരുന്നത്. ഒരുപാട് മിസ് ചെയ്തു ഹീറോ അവക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിപ്പോ എടുത്തു കൊടുക്കുന്നുണ്ട്. അത് പിങ്ക് നോക്ടേണിന്റെ കണക്കാണ് ഉള്ളത്. അത് കണ്ടിട്ട് അവളെ ഭയങ്കരമായിട്ട് അങ്ങ് ഹാപ്പി ആവുന്നുണ്ട്. എന്തുകൊണ്ടാണ് പിങ്ക് എന്ന് ചോദിക്കുമ്പം പിങ്ക് നിനക്ക്, ബ്ലൂ എനിക്ക് എന്ന് ഹീറോ. കൂടെ തന്നെ അവൻ ഫസ്റ്റ് ടൈമാണ് ഒരു പെണ്ണിനെ ചിരിപ്പിക്കാൻ നോക്കുന്നത് എന്ന്. അപ്പൊ ഇനി എൻ്റെ അടുത്ത് മാത്രമേ ഇങ്ങനത്തെ പഞ്ചാര വർത്താനം പറയാവുള്ളൂ എന്ന് ഹീറോയിൻ. അങ്ങനെ പിന്നെ ഫുള്ള് റൊമാൻസ്. ചെറുതായിട്ടൊന്ന് കാര്യത്തിലേക്ക് കടക്കുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഇങ്ങിങ് വന്നിട്ട് ഇവിടെ നടക്കുന്നതൊക്കെ കണ്ട് ആകെപ്പാടെ ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ മെങ്ങിനെയും അസിസ്റ്റന്റിനെയാണ് കാണുന്നത്. അസിസ്റ്റന്റിന് ഭയങ്കര സംശയം, ഹീറോ ഹൂലിയാങ്ങുള്ള സ്ഥലം കണ്ടുപിടിച്ചല്ലോ, ഇനിയിപ്പോ ഹീറോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന്. അവനെ നോക്കാനേ നേരം തികയൂല, പിന്നെയല്ല എന്നെ നോക്കാൻ. അതൊന്നും പേടിക്കണ്ടാന്ന് മെങ്. ഹീറോയുടെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാ പോകുന്നതെന്ന് അന്വേഷിക്കുന്നുണ്ട്. അനിയനാണെങ്കിൽ കുറേ ദിവസമായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടില്ല. ഇങ്ങിങ്ങാണെങ്കിൽ റൂമിൽ നിന്ന് പോലും പുറത്തിറങ്ങിയിട്ടില്ല. അപ്പൊ ഇങ്ങിങ് പ്രത്യേകിച്ചൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. ശരി, കുഴപ്പമില്ല. എന്തായാലും ഞാൻ അയച്ച ആ ഒരു ഗു പാരസൈറ്റ് ഹീറോയിന്റെ മേലെ പ്രവർത്തനം തുടങ്ങും. അതിന്റെ എഫക്റ്റ് പെട്ടെന്ന് തന്നെ വിസിബിൾ ആവും എന്ന് മെങ് പറയുന്നുണ്ട്. മെങ് ഹീറോയുടെ അടുത്ത് വന്ന് ഹീറോയ്ക്കും ഹീറോയിനായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. നീ ശരിക്കും ഇത് എന്തുദ്ദേശിച്ചിട്ടാണെന്ന് ഹീറോ ചോദിക്കുന്നതിന് എനിക്ക് എന്തുദ്ദേശം, നിങ്ങളുടെ മാരേജിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് ആണെന്ന് മെങ്. അപ്പൊ അങ്ങോട്ടേക്ക് ഹീറോയിൻ ഇവർക്കുള്ള ചായയും കൊണ്ടുവരുന്നുണ്ട്. മെങ് ഹീറോയിന്റെ അടുത്ത് അവനെ കുറച്ച് ഫ്ലവേഴ്സ് ആവശ്യമുണ്ടെന്നും അവള് ഫ്രീ ആയിരിക്കുമെന്നും ചോദിക്കുകയാണ്. ഹീറോ അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് അവളിനി ഫ്ലവേഴ്സ് വിൽക്കുന്നില്ല എന്ന് പറയുന്നു. ഹീറോയിനൊന്നും മനസ്സിലാവുന്നില്ല. അത് കഷ്ടമായി പോയി, ഭയങ്കര മോശം തന്നെയെന്ന് മെങ്. ഞങ്ങൾക്ക് കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ഹീറോയിനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. നീ എന്റെ കൺമുന്നിലാണ് വളർന്നത്, ഇത്രയും കാലം നമ്മൾ ഒരുമിച്ചായിരുന്നു. പ്യോറും കൈൻഡും ആയിട്ടുള്ള ആ പഴയ കുട്ടിയായിരുന്നു നീയെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്നുള്ള രീതിക്ക് മെങ്ങിന്റെ മാറ്റത്തെ കുറിച്ച് ഹീറോ സൂചിപ്പിക്കുമ്പം നിങ്ങളും ഹീറോയിനും ഒരുമിച്ചതില് ഞാൻ ഒരുപാട് ഹാപ്പിയാണെന്നും പറഞ്ഞ് മെങ് അവിടെ എണീറ്റ് നിൽക്കുകയാണ്. പോകുന്ന മെങ്ങിനോട്, നൂറ്റാണ്ടുകളായിട്ട് മെങ് ഫാമിലിയും ഞാനും തമ്മിൽ നല്ല ബന്ധത്തിലാണ്, നീയായിട്ട് അത് തകർക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാതെ മെങ് അവിടുന്ന് പോകുന്നുണ്ട്. ഹീറോ മെങ്ങിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഹീറോയിൻ വരുന്നത്. അവന്റെ കഴുത്തിലൂടെ ഹഗ് ചെയ്ത് ഹാപ്പി ആയിട്ട് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ എന്തോ വിഷമമുണ്ട് എന്ന്. എന്തോ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും പറയുന്നില്ല. ടേബിളിൽ എന്തോ ഇരിക്കുന്ന കണ്ടിട്ട് ഇതെന്താണെന്ന് ശ്രദ്ധിച്ചെടുക്കാൻ നോക്കുമ്പം അത് മെങ് തന്നെയാണ്. എടുക്കണ്ടെന്നുള്ള രീതിക്ക് പറയുന്നു. പോരാത്തതിന് അവളുടെ അടുത്ത് എന്ത് സംഭവിച്ചാലും ഈ മാൻഷൻ വിട്ട് മാക്സിമം പുറത്തു വരുന്നെന്നും കൂടെ പറയുമ്പം എന്തോ കാര്യമായിട്ട് അവനെ അലട്ടുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഹീറോയ്ക്ക് ഇപ്പം അത് പറയാൻ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് അവനെ നന്നായിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. രാവിലെ നോക്കുമ്പം ഹീറോ കുറെ നേരമായിട്ട് ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവനിപ്പോ കൂടുതൽ നേരം ഉറങ്ങുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഹീറോയിൻ പുറത്തു വരുന്ന സമയത്താണ് ഈ ഇങ്ങനെ കാണുന്നത്. അവക്ക് ഇവളെ ഇഷ്ടമല്ലെങ്കിലും ഇവക്ക് അവളെ ഇഷ്ടമാണല്ലോ. ജസ്റ്റ് എൻ്റെ കൂടെ ഒന്ന് പുറത്തു വരുമോ എന്ന് ചോദിക്കുമ്പം അതൊരു സ്ഥലത്ത് പോവാൻ ഹെൽപ്പായിട്ട് ചോദിക്കുമ്പം ഹീറോയിനും കൂടെ ഇറങ്ങി പോകുന്നുണ്ട്. മെങ്ങിന്റെ വീട്ടിലേക്കാണെന്നും പറഞ്ഞാണ് പോകുന്നത്. അവിടെ എത്തുമ്പം മെങ്ങിനെ കാണുന്നില്ല. എന്നാ പിന്നെ നമുക്ക് കുറച്ചുനേരം മെങ്ങിന് വേണ്ടിയിട്ട് അവന്റെ ക്ലിനിക്കിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ നടന്നതിനെല്ലാം കാരണം നീയാണ്, അപ്പൊ നീ അങ്ങനെ പോകാൻ പാടുണ്ടോ?
ഹീറോ എൻ്റെ അടുത്ത് നിന്ന് പോവാനും എല്ലാത്തിനും കാരണം നീയാണ് എന്നിങ്ങിങ് നല്ല ദേഷ്യത്തില് വില്ലത്തരത്തില് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയിന് മനസ്സിലാവുന്നില്ല ഇവൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന്. നോക്കിയിരിക്കുമ്പം അവളെ പുറകെ നേരം ഒന്ന് പിടിക്കുന്നു. മുന്നില് മെങ്ങ് വന്ന് നിൽക്കുന്നു. ഹീറോയിനെ ഇവിടെ കൊണ്ടുതന്നേന് യെങ്ങിങ് അടുത്ത് താങ്ക്സ് പറയുമ്പോഴാണ് മനസ്സിലാവുന്നത് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നും പിടിച്ചു നിർത്തിയേക്കുന്നതെന്നും. ആന്റിഡോട്ട് വേണമെന്നുണ്ടെങ്കിൽ താൻ പറയുന്നത് ചെയ്യണമെന്ന് മെങ്ങ് ഇങ്ങിങ്ങിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ഹീറോയിനെ ഹീറോ അറിയാതെ അവന്റെ അടുത്ത് കൊണ്ടുവന്ന് ഏൽപ്പിക്കലാണ്. അത് പ്രകാരം കൊണ്ട് കൊടുക്കുകയും ചെയ്തല്ലോ. അതുകൊണ്ട് ആന്റിഡോട്ട് ചോദിക്കുമ്പം അവനാണെങ്കിൽ അങ്ങനൊരു സംഭവമേ ഇല്ലെന്ന്. അത് അവക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവനാണെങ്കിൽ അവളെ തട്ടിയിട്ടിട്ട് പോവാൻ നിൽക്കുമ്പം നന്നായിട്ട് ഒച്ചയെടുത്ത് വിടുന്നുണ്ട്. അവളാണെങ്കിൽ ഈ കാര്യം പോയിട്ട് ഹീറോയുടെ അടുത്ത് പറയുന്നു പറഞ്ഞ് അവിടുന്ന് പോവാൻ നിൽക്കാണ്. രണ്ടടി വെക്കുമ്പോഴേക്കും മെങ്ങ് അവളെ കത്തി വെച്ച് കുത്തുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിന് ഭയങ്കര ഷോക്ക്. എന്ത് പണിയാ നീ കാണിച്ചതെന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് ചൂടാവാൻ നോക്കുമ്പം മിണ്ടാതിരിക്കുന്നേ നിനക്ക് നല്ലത്. നിന്നെ കൊണ്ട് ചില ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പണ്ടേ കൊന്നു തള്ളിയിട്ടുണ്ടാവും. ഏറ്റവും സ്നേഹിക്കുന്ന ആളെ നഷ്ടപ്പെട്ടാലുള്ള വേദന ഹീറോയ്ക്ക് മനസ്സിലാവണമെന്നും പറഞ്ഞ് വില തീർത്തി നിൽക്കുന്ന മെങ്ങ് ഹീറോ തൻ്റെ ഫ്രണ്ടായിട്ടും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു നിൽക്കുന്ന ഹീറോയിൻ അതിൻ്റെ ഇടയ്ക്ക് ബോധമാണോ മരിച്ചോ അറിയത്തില്ല ആ ഒരവസ്ഥയിൽ നിൽക്കുന്ന ഈ ഹീറോയിനെ മെങ്ങ് അവന്റെ സ്ഥലത്തേക്ക് കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ രണ്ടുപേരും ഹൂലിയാങ്ങിന്റെ ബോഡി ഉള്ളിടത്താണുള്ളത്. ഹൂലിയാങ്ങിന് എന്താ പറ്റിയെന്ന് അറിയാതെ നോക്കിയിരിക്കുന്ന ഹീറോയിൻ ഹൂലിയാങ്ങിന്റെ കണ്ടീഷനൊക്കെ പറഞ്ഞിട്ട് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ആ ഗൂ പാരസൈറ്റിനെ ഓരോരുത്തരുടെ ശരീരത്തിൽ വിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആർക്കും അതിനെ ഗ്രോ ചെയ്യിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനമാണ് ഹീറോയിനെ കണ്ടുപിടിച്ചത് അവളെ കൊണ്ട് അവളുടെ ശരീരത്തിന്റെ ഉള്ളിൽ അതിനെ വളർത്താൻ പറ്റും. ഇപ്പോഴാണ് അവക്ക് മനസ്സിലാവുന്നത് അവൻ അവളുടെ ശരീരത്തിലേക്ക് ഓൾറെഡി ആ പാരസൈറ്റിനെ വിട്ടിട്ടുണ്ട് എന്ന്. അതാണെങ്കിൽ ഓൾറെഡി ആക്ടിവേറ്റ് ആവാറായിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ അവനിപ്പോ ഇവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും. ഈ ഒരു സമയത്ത് അത് അവളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അത് കാരണം ഹീറോയിൻ ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഈ സമയം ഹീറോയിന്റെ ശരീരത്തിൽ നിന്ന് ഒരു മഞ്ഞ വെട്ടം പോലെ വന്ന് അത് ഹൂലിയാങ്ങിന്റെ ശരീരത്തിലേക്ക് കയറുന്നുണ്ട്. അപ്പോഴാണ് മെങ്ങിനൊന്ന് ആശ്വാസമാവുന്നത്. പക്ഷെ അവിടെ ഹീറോയിൻ ഭയങ്കരമായിട്ട് വേദനയിൽ പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹീറോ എണീറ്റ് വന്ന് നോക്കുമ്പം ഒരു ഡ്രസ്സില് ഗൂ പാരാസൈറ്റിന്റെ മുട്ട കാണുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് മെങ്ങ് ഇതിൽ ഇൻവോൾവ് ആണെന്ന്. ഹീറോ ഓൾറെഡി വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് അവൻ ഛർദ്ദിക്കുന്നുണ്ട്. തീരെ വയ്യാണ്ടാവുന്നുണ്ട്. ഇവിടെ മെങ്ങ് ഭയങ്കര ഇമോഷണൽ ആയിട്ട് അവന്റെ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെങ്ങും ഹൂലിയാങ്ങും ഒരു ദിവസം ഗാർഡനിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാനൊക്കെ വരുന്നത്. വെള്ളം കുടിച്ചിട്ടൊക്കെ അതേ അവസ്ഥ തന്നെയാണ്. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവള് പ്രഗ്നന്റ് ആണെന്ന്. രണ്ടുപേരും ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പം ചെക്കപ്പിന്റെ പ്രശ്നം അങ്ങനെ എന്തോ ഒരു കാരണം കൊണ്ട് അവക്ക് തീരെ വയ്യാണ്ടാവുന്നുണ്ട്. മരിക്കാൻ പോകുന്ന ഒരു സ്റ്റേജിൽ ഹീറോയോട് അത്രത്തോളം പറഞ്ഞു അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൻ വെറുതെ നിന്ന് നോക്കിയിരിക്കുകയാണ് ചെയ്തത്. അന്ന് മുതല് തനിക്ക് 2 ലക്ഷ്യമേ ഉള്ളൂ. ഒന്ന് ഹൂലിയാങ്ങിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാ, 2 ഹീറോയുടെ അടുത്ത് റിവെഞ്ച് ചെയ്യുക. ഹീറോയുടെ ഫാമിലിയിലെ ആൾക്കാർക്ക് എന്ത് വേണേലും ചെയ്യാൻ പറ്റും. അതിനുള്ള പവർ അവർക്ക് കൊടുത്തിട്ടുണ്ട്. മെങ് ഫാമിലി ഹീറോയ്ക്ക് നൂറ്റാണ്ടുകളായിട്ട് സേവനം അനുഷ്ഠിച്ചു വരുന്നുണ്ട്. എന്നിട്ട് പോലും തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഹീറോയുടെ അടുത്ത് ഇത്രത്തോളം ദേഷ്യമുള്ളത് എന്നാണ് മെങ്ങ് പറയുന്നത്. ഹീറോയിൻ ന്യായമായ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ ഹീറോയ്ക്ക് എന്തെങ്കിലും കാരണം ഉണ്ടാവുന്നു. അല്ലെങ്കിലും മെങ്ങിന്റെ ഭാഗത്തുള്ള ന്യായങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവന്റെ മണ്ടയ്ക്കൊരെണ്ണം വെച്ചു കൊടുക്കാനേ തോന്നത്തുള്ളൂ. ഹൂലിയാങ്ങിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മെങ്ങ് ആവശ്യപ്പെടുന്ന സമയത്ത് ഹീറോ അത്രത്തോളം നിസ്സഹായ അവസ്ഥയിലാണ് പറയുന്നത്. ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അത്രയും വിഷമത്തിലായിരുന്നു ഹീറോ അത് പോയത്. ചില കാര്യങ്ങൾ നടക്കേണ്ടതുപോലെയാണ് നടക്കുക. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വെറുതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹീറോയിൻ പറയുന്നുണ്ട് ഹൂലിയാങ് ഒരു ഡോക്ടർ ഫാമിലി എന്നുള്ളതാണ്. മെങ് ഒരുപാട് ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ജീവൻ എടുത്തിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. അവള് വല്ലതും ജീവനോടെ തിരിച്ചു വന്നിട്ട് അവന്റെ അടുത്ത് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവക്കത് ഇഷ്ടാവോ എന്നുള്ള രീതിക്ക് ഹീറോയിൻ ചോദിക്കുമ്പം മിണ്ടാതിരിക്കാനാണ് മെങ് പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഹൂലിയാങ് കണ്ണുറക്കുന്നുണ്ട്. പക്ഷെ അവളെ കൊണ്ട് അനങ്ങാൻ പറ്റുന്നില്ല. മെങ്ങിനെ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. പക്ഷെ അവളുടെ മുഖത്തെ എക്സ്പ്രഷനോ സന്തോഷമോ ഒന്നും തന്നെ ഇല്ല. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അത് നിന്റെ ശരീരത്തിൽ അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും, അത്രേ ഉള്ളൂ എന്നും പറഞ്ഞ് ഇവനെ ആശ്വസിപ്പിച്ച് നിൽക്കുന്ന സമയത്ത് ഇവളെ പെട്ടെന്ന് ഒരുമാതിരി വിറയ്ക്കുന്ന കണക്കാവുന്നുണ്ട്. ഒരുമാതിരി ശ്വാസം കിട്ടാത്ത കണക്ക് കുറച്ച് പെടഞ്ഞിട്ട് പിന്നെ മയങ്ങി പോവാണ്. ഭയങ്കരമായിട്ട് കതറി കിടന്ന് കരയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഹീറോയിൻ പറയുന്നത് ഈ ജീവിതവും മരണവും ഒന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. ഇപ്പൊ പോലും ഹുലിയാൻ കണ്ണു തുറന്നത് ആ ഗു പാരസൈറ്റിന്റെ കൺട്രോളിൽ മാത്രമാണ് എന്നും പറഞ്ഞ അവനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പം അവനാണെങ്കിൽ അവളുടെ അടുത്ത് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അല്ലേലും ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവരിങ്ങനെ വേണ്ടാത്ത കാര്യം വല്ലതും ചെയ്തിട്ട് അവള് വല്ല ഈവിളോ അല്ലെങ്കിൽ പപ്പറ്റോ ആയിട്ട് വല്ലതും ആണ്
എണീക്കുന്നതെങ്കിൽ എന്ത് കാര്യമുള്ളത്? അതിൻ്റെ ഇടയ്ക്കാണ് ഹീറോ അങ്ങോട്ടേക്ക് വന്നു എന്നുള്ള ന്യൂസ് കേൾക്കുന്നത്. ഹീറോയിനൊരു പ്രതീക്ഷ വരുന്നുണ്ട്. ഹീറോയിനെ കെട്ടിയിട്ട് മെങ്ങ് നല്ല ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. അടുത്ത സീനിൽ ഹീറോ അങ്ങോട്ടേക്ക് വരുവാണ്. അവൻ വന്ന് നോക്കുമ്പോൾ കാണുന്നത് നിലത്ത് എഴഞ്ഞു വരുന്ന ജീവന് വേണ്ടി പോരാടുന്ന ഈ ഇങ്ങനെയാണ്. പാദ്രി അവളുടെ അടുത്ത് പോകുന്നുണ്ട്. അവക്കാണെങ്കിൽ ലാസ്റ്റ് നിമിഷമെങ്കിലും അവനെ കാണാൻ പറ്റിയല്ലോ എന്ന് സന്തോഷം. കൂടെ തന്നെ ക്ഷമയും ചോദിക്കുന്നുണ്ട്. അവളുടെ ഫേസിൽ ഇങ്ങനെ സംഭവിക്കാൻ കാരണം മെങ്ങാണെന്നും അത് കണക്ക് ഹീറോയിനെയും അവളെ ട്രിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവരുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹീറോയിൻ എവിടെയെന്ന് ചോദിക്കുമ്പം അറിയില്ല എന്ന് പറയുന്നു. അങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് അവൾ അവിടെ നിന്ന് മരിക്കുകയാണ്. ഹീറോ ഭയങ്കരമായിട്ട് കരയുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മെങ്ങ് വരുന്നത്. സിനിമയ്ക്ക് വരുന്ന കണക്ക് സ്റ്റൈലായി വന്നിട്ട് നമ്മളെ കെയർ ചെയ്യുന്ന ഒരാൾ മരിക്കുമ്പോഴുള്ള ഫീൽ എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്ന് ചോദിക്കുകയാണ്. നീയാണോ ഇങ്ങനെ കൊന്നേന്ന് ചോദിക്കുമ്പം അതേന്ന് പറയുന്നു. ഹീറോയിൻ എവിടെയെന്ന് ചോദിക്കുന്നതിന് പേടിക്കണ്ട, അവൾ ഇപ്പൊ ജീവനോടെ ഉണ്ട്. പക്ഷെ എത്ര നേരം ജീവൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിന് ഗ്യാരണ്ടി ഇല്ല. അവൾ എവിടെയെന്ന് പറയാന്ന് ഹീറോയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈവൻ ഹീറോയിൻ്റെ മേലെ പാരസൈറ്റ് വിട്ടിട്ടുണ്ട്. അത് കണക്ക് ഒരുപാട് ഗേൾസിനെ മിസ്സിങ് ആയിട്ടുണ്ടല്ലോ, അതിനൊക്കെ കാരണം മെങ്ങാണ് എന്ന് തുടങ്ങി മെങ്ങ് കാണിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ആ ടോക്കൺ കിട്ടിയപ്പോൾ തന്നെ ഞാൻ നിന്നെ സംശയിക്കണമായിരുന്നു എന്ന് ഹീറോ റിഗ്രറ്റ് അടിക്കുമ്പം അതെ തീർച്ചയായിട്ടും നീ എന്നെ വല്ലാണ്ടങ്ങ് വിശ്വസിച്ചു എന്ന് മെങ്ങ്. ഹീറോയിൻ എവിടെയെന്ന് കുറേ ചോദിക്കുന്നുണ്ട്. അവസാനം അവൻ്റെ കഴുത്തി പിടിക്കുമ്പം നീ ഇപ്പം എന്നെ പോലെ സാധാരണ ഒരു മനുഷ്യനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് ഒരു ഷൗട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ചെറിയ ആഘാതം പോലും ഹീറോയ്ക്ക് നന്നായിട്ട് ഏൽക്കുന്നുണ്ട്. ഓൾറെഡി വീക്ക് ആയിരുന്നല്ലോ. പിന്നെ ഹീറോയിൻ എവിടെയെന്ന് ചോദിക്കുന്നു. അവൻ പറയുന്ന എന്ത് വേണേലും ചെയ്യാന്ന് പറയുന്നുണ്ട്. അതിലെ പൊക്കോളാനും പറഞ്ഞ് ഹീറോയിനുള്ള സ്ഥലത്തേക്ക് വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹീറോ തടിമാറി അത്രയും വൈകിയാത്ത കണക്കാണ് പോകുന്നത്. നോക്കുമ്പോൾ അവളെ കുരിശ് പോലെ ഒരു തടിയില് ചങ്ങല വെച്ച് ബന്ധിച്ച് വെച്ചേക്കുവാണ്. ഹീറോയെ കണ്ടതോള് പറയുന്നത് എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, പെട്ടെന്ന് പോവാൻ നോക്ക്, ഇല്ലെങ്കിൽ മെങ് എന്തെങ്കിലും ചെയ്യുന്നതാണ്. മെങ് ഇങ്ങനെ കൊന്നതൊക്കെ പറയുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ പ്രശ്നം അവളുടെ ദേഹത്ത് ആ ഒരു പാരസൈറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അതിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തുപോയി, പക്ഷെ ഹൂലിയാങ് എണീറ്റില്ല എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ അവന്റെ അടുത്ത് റിപ്പീറ്റ് ആയിട്ട് പറയുന്നത് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവളെ അങ്ങനെ വിട്ടിട്ട് അവന് പോവാൻ പറ്റത്തില്ലല്ലോ. ആ ചങ്ങലഴിക്കാൻ വേണ്ടിയിട്ട് പവർ യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. ഒന്നാമത് വയ്യ, അതിൻ്റെ ഇടയ്ക്ക് പവറും കൂടെ യൂസ് ചെയ്തേ കൊണ്ട് ബ്ലഡ് ഛർദ്ദിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മെങ്ങ് വരുന്നത്. പണ്ടൊക്കെ ഒരു ചങ്ങല അഴിക്കുക എന്നുള്ളത് നിനക്ക് ജുജുബി മാത്രമാണ്, പക്ഷെ ഇപ്പൊ നോക്ക് എന്തൊരു കഷ്ടമാണല്ലേ എന്നും പറഞ്ഞ് ഒരുമാതിരി ആക്കുന്നുണ്ട്. നീ ഇതെന്തു ഈ പറയുന്നേന്ന് ഹീറോയിൻ ചോദിക്കുമ്പം നിനക്കിതറിയില്ലായിരിക്കും, അവനുണ്ടല്ലോ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നിർത്തുന്ന ഹീറോ. പെട്ടെന്നാണ് ആകാശമൊക്കെ ഒരുമാതിരി ഇരുണ്ട് വരുന്നത്. ഹീറോ മരിക്കാൻ പോവാണല്ലോ എന്ന് മെങ്ങ് പറയുമ്പം ഹീറോയിനൊന്നും മനസ്സിലാവുന്നില്ല. ഇവൻ ഓക്ടോറിനെ കുറിച്ച് പറയുമ്പം അതിനെന്താ പ്രശ്നമൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കറിയാത്ത സ്ഥിതിക്ക് ഞാൻ പറയാന്ന് മെങ്ങ് ഒരുമാതിരി ആക്കിക്കൊണ്ടും പ്ലസ് വില്ലത്തരത്തിലും പറയുന്നുണ്ട്. ഹീറോയ്ക്ക് അതിൽ കൂടുതൽ സഹിക്കാൻ പറ്റാണ്ട് അവനവന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ മെങ്ങ് അവന്റെ കയ്യിലുള്ള വാള് വെച്ച് ഹീറോയെ 2 പ്രാവശ്യം വെട്ടുവാണ്. നിലത്ത് വന്ന് വീണ് ഭയങ്കരമായിട്ട് ചോറ് തുപ്പുന്നുണ്ട്. ഹീറോയിനെ കൊണ്ടാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് മെങ്ങാണെങ്കിൽ വായടച്ച് വെക്കാണ്ട് നിന്നെ കൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ യൂസ്ലെസ് ആണ്. അതിന്റെ ഇടയ്ക്ക് ഹീറോയിൻ പിന്നെ ആ നോക്ടറിന്റെ കാര്യം ചോദിക്കുമ്പം മെങ്ങുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൻ എത്രത്തോളം ഡീപ്പായിട്ട് ഒരാളെ ഇഷ്ടപ്പെടുന്നോ അത്രത്തോളം നന്നായിട്ട് നോക്ടറൻ ബ്ലൂം ചെയ്യുന്നുള്ള കാര്യം കണ്ടോ, അവൻ നിന്നെ എത്ര സ്നേഹിക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ടാണ് അവൻ ഇത്രയും വീക്കായിട്ടുള്ളത് എന്ന് ലാസ്റ്റ് ഒരു കളിയാക്കലും. അത് അവളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഒരിക്കല് അവന്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം നമ്മൾ പറഞ്ഞ സമയത്ത് ഹീറോ പറഞ്ഞത് അവന് ജസ്റ്റ് ഒരു പൂ വളർത്തുന്ന ഒരാൾ മാത്രമാണ്, അവളുടെ അടുത്ത് ഒന്നും തന്നെ ഇല്ല, അവള് തനിക്ക് ആരും അല്ല എന്നാണ്. പക്ഷെ ആ പൂവ് എപ്പോൾ മുതൽ പൂത്ത് തുടങ്ങി, എത്രത്തോളം പൂത്ത് നിൽക്കുന്നു എന്നടക്കം ഇപ്പൊ ഹീറോ വീക്ക് ആയിരിക്കുന്ന അടക്കം അവളുടെ കണ്ണുകൊണ്ട് തന്നെ കാണുവാണല്ലോ. എന്തിനാ ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെയായിരുന്നു എന്ന് നീ എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് അടുക്കത്തേ ഇല്ലായിരുന്നല്ലോ എന്ന് അവളും വിഷമിച്ച് പറയുന്നുണ്ട്. ഹീറോ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എണീറ്റ് വന്ന് അവളുടെ അടുത്ത് സോറി ചോദിക്കുന്നുണ്ട്. അത് അവന്റെ വിധിയാണ്, അതിൽ നിന്ന് അവന് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നതിനാണ് വിഷമം എന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ച് അത്രയും വയ്യാണ്ട് കിസ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. മെങ്ങും ഹീറോയും നേരത്തെ സംസാരിച്ചായിരുന്നല്ലോ. ആ സമയത്ത് ഇത്രയും കാലം എൻ്റെ ഫാമിലി നിങ്ങളെ സെർവ് ചെയ്തിട്ടും എൻ്റെ ഭാര്യനെ ഒന്ന് രക്ഷിക്കാൻ പോലും നിങ്ങൾ ശ്രമിച്ചില്ലല്ലോ എന്നുള്ള ചോദ്യത്തിന് ഹീറോ ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരാളെ അവരുടെ ക്ലാനിന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല, അതിന് മാത്രമുള്ള പവർ അവനില്ല. അഥവാ കൊണ്ടുവന്നാൽ പോലും ഒരു ജീവശവമായിട്ടിരിക്കുന്ന ഒരു ജസ്റ്റ് അനങ്ങുന്ന ഒരു വ്യക്തിനെ മാത്രമേ കിട്ടത്തുള്ളൂ. ഹൂലി അങ്ങനെ ആ ഒരു അവസ്ഥയിൽ കാണാനാണോ നീ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുന്നതിന് അപ്പോഴും അവളുടെ അടുത്തൊരു അനക്കുമെങ്കിലും ഉണ്ടാവുമല്ലോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അവളെ മതിയായിരുന്നു എന്നാണ് മെങ്ങ് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അവൻ ഓർക്കുന്നില്ല. ഇപ്പൊ ഹീറോയോട് പറയുന്നത് അങ്ങനെ ഇവരൊരു ട്രാജിക് ആയിട്ടുള്ള ലവേഴ്സായിട്ട് അവസാനിക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ലെന്നും
ഹീറോ മരിച്ചതിന് ശേഷവും ഹീറോയിൻ ജീവിക്കണം എന്നുമാണ്. ഹീറോ ഇല്ല എന്നുള്ള വേദന എന്നും മനസ്സിലാക്കി അത് ആ ഒരു പെയിൻ അനുഭവിച്ച് അവൾ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയിനോട് താൻ മരിച്ചാലും ജീവിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മെങ്ങിന്റെ നേർക്ക് നല്ല ദേഷ്യത്തിൽ പോകുന്നു. മെങ് ഓൾറെഡി വാളും പിടിച്ച് നിൽക്കാണ്. ആ ഒരു വാള് അവന്റെ നെഞ്ചിലേക്ക് അവൻ തന്നെ കുത്തിയിറക്കുന്നുണ്ട്. ഹീറോയുടെ ശരീരത്തിലൂടെ ആ വാൾ ഇപ്പുറത്ത് വരുമ്പം ഹീറോയിൻ എങ്ങനെ ഉണ്ടാവും? ഹീറോ ദേഷ്യത്തില് മെങ്ങിനെ നോക്കുന്നു. മെങ് ആ ഒരു വാൾ ഊരിയെടുക്കാൻ നോക്കുന്നുണ്ട്. അവനെ കൊണ്ട് പറ്റുന്നില്ല. പണ്ട് മുതലേ ഹീറോ മെങ്ങിന് കുറെ ഫൈറ്റിംഗ് സ്കില്ല് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അത് കണക്ക് മെങ്ങിനെ ഇടിച്ചു തള്ളിവിടുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വാളെടുത്ത് മെങ്ങിന്റെ മേത്തും കുത്തി കയറ്റുന്നുണ്ട്. മെങ് അവിടെ നിന്ന് മരിക്കുന്നു. ഹീറോയിൻ അവിടെ അലറിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ അങ്ങനെ അവളെ ഒന്ന് നോക്കി ചെറുതായിട്ട് ഒന്ന് ചിരിച്ച് അവന്റെ ഫുൾ പവർ ഉപയോഗിച്ച് അവളെ എങ്ങനെയൊക്കെയോ ആ ചങ്ങലേന്ന് അഴിച്ചു വിടുന്നുണ്ട്. പിന്നെ കുറച്ചു നേരം ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീന്. ഹീറോ അവളുടെ അടുത്ത് സോറി ചോദിക്കുന്നുണ്ട്. കൂടെ തന്നെ അവനെ മറക്കണമെന്നും പറയുന്നു. ഈ ഒരു കാര്യത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യവും. ഹീറോ മരിക്കുന്നു. ഹീറോയുടെ ഫ്ലവർ നന്നായിട്ട് തന്നെ ബ്ലൂം ചെയ്യുന്നുണ്ട്. ഹീറോയുടെ പവർ ഫുൾ അതിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹീറോയുടെ ബോഡിക്ക് മുന്നിൽ നിന്നിട്ട് അനിയനും ഹീറോയിനും വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോയിൻ ചോദിക്കുന്നത് ഹീറോയെ എഴുന്നേൽപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന്. യാങ് ക്ലാനിലെ ആൾക്കാർക്ക് അവർക്ക് വേണ്ടി മാത്രം തുടിക്കുന്ന ഒരു ഹൃദയം ഉണ്ടെങ്കിൽ അവരെ സാധാരണ ഒരു മനുഷ്യനാക്കാൻ പറ്റുമെന്നുള്ളത് കേട്ടറിവുണ്ട്. പക്ഷെ എത്രത്തോളം സത്യമാണെന്നൊന്നും അറിയത്തില്ല എന്ന് അനിയൻ. അങ്ങനെ പറഞ്ഞ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അത് അവനും അറിയത്തില്ല. കാരണം ഇത്രയും കാലമായിട്ട് ഒരാളും അതിൽ സക്സസ് ആയിട്ടില്ല. ഹീറോ ഇല്ലാതെ താൻ എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നേന്നുള്ള രീതിക്ക് അനിയൻ പറയുമ്പം നീയും നോക്ടേൺ നടാൻ പോവാണോ എന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. അതിന് റിപ്ലൈ കൊടുക്കാതെ ഹീറോയെ നന്നായിട്ട് നോക്കിക്കൊള്ളാൻ പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് അനിയൻ അവിടുന്ന് പോകുന്നത്. ഹീറോയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കാൻ പോവാണെന്നും അത് തന്റെ ജീവിതകാലം മൊത്തം ട്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും താൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ ഹീറോയുടെ അടുത്ത് വിഷമിച്ചിരിക്കുന്നുണ്ട്. ഹീറോയിൻ അവന്റെ നോക്ടേൺ ഫ്ലവറിന്റെ അടുത്ത് പോയിരുന്ന് ഒരുപാട് ബുക്ക് വായിച്ചു നോക്കുന്നുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വായിച്ച് അവള് തളർന്ന് ഉറങ്ങി വരെ പോകുന്നുണ്ട്. ഹീറോയെ കണ്ടത് മുതൽ അത്രത്തോളം മെമ്മറീസ് ഉണ്ടല്ലോ. എല്ലാം ആലോചിച്ച് നോക്കുന്നുണ്ട്. അവന്റെ അടുത്ത് പോയിരുന്ന് കരയുന്നുണ്ട്. എങ്ങനെയും ഹീറോയിനെ രക്ഷിക്കണം എന്നുള്ള ഒരു മൈൻഡിലാണ് അവളുള്ളത്. ഹീറോയുടെ ഒരു വോയിസ് ഓവർ കേൾക്കാം. അവൻ കാലങ്ങളായിട്ട് ജീവിച്ചു വരുന്നുണ്ട്. അത്രത്തോളം ബോറിംഗ് ആയിട്ടായിരുന്നു അവൻ വിചാരിച്ചിരുന്നത്. അതാണ് അവന്റെ പണിഷ്മെന്റ് എന്ന് പോലുമാണ്. പക്ഷെ അത്രയും കാലം ശരിക്കും ഹീറോ അവക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അത് അവസാനം വർത്താവുകയാണ് ചെയ്തത്. പക്ഷേ അവൻ അവളുടെ കൂടെ ഇരിക്കാൻ പറ്റിയില്ല എന്ന് മാത്രം. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷവും അത്രത്തോളം ഹാപ്പി ആയിരുന്നു. അവളുടെ അടുത്ത് തന്നെ ഒരുപാട് മിസ് ചെയ്യരുതെന്നും പക്ഷേ അവനൊരുപാട് മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു വോയിസ് ഓവർ. ഹീറോയിൻ വിഷമിച്ച് ഹീറോയുടെ നോക്ടേൺ ഫ്ലവറിന്റെ അടുത്ത് തന്നെ ഇരുന്ന് ഉറങ്ങി പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഗോഡ് വരുന്നുണ്ട്. ഇതൊന്നും നന്നാവാൻ പോകുന്നില്ല എന്നുള്ള രീതിക്ക് ചെറുതായിട്ടൊന്ന് തലയാട്ടിയിട്ട് ഒരു ബുക്ക് എടുത്ത് അവളുടെ മേത്ത് വെച്ചു കൊടുത്തിട്ടാണ് ഗോഡ് അവിടുന്ന് പോകുന്നത്. അവൾ എണീറ്റ് നോക്കുമ്പം അവളുടെ അടുത്തൊരു ബുക്ക്. അതില് ഹീറോയെ രക്ഷിക്കാനുള്ള വഴിയുണ്ട്. ഒരേ ഹൃദയം ഷെയർ ചെയ്യാന്നുള്ളതാണ്. അത് പ്രകാരം ഒരു കത്തിയെടുത്ത് സ്വന്തം ഹൃദയത്തിലേക്ക് കുത്തി അവളുടെ ഹാർട്ടാണോ എന്തോ ഒരു മഞ്ഞ കളറിലുള്ള സാധനം എടുത്ത് നോക്ടേണിലേക്ക് വെക്കുന്നുണ്ട്. പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഹൃദയമായിരിക്കണം. ലോജിക് ഒന്നും ചോദിക്കരുത്. പക്ഷെ ഇങ്ങനെയാണ് നടക്കുന്നത്. അവൾ ആ ഹൃദയം വെച്ചതും ആ ഫ്ലവറിൽ നിന്ന് ഒരു യെല്ലോ കളർ സംഭവം ഹീറോയുടെ ശരീരത്തേക്ക് കീറുന്നതായിട്ട് കാണുന്നുണ്ട്. അത് കണ്ട് അവള് ഹാപ്പി ആയിട്ട് ഇവിടുന്ന് ഇറങ്ങി ഓടുന്നു. അവിടെ ഹീറോയ്ക്ക് ജീവൻ വരുന്നുണ്ട്. അവനും ആ കട്ടിലിൽ നിന്ന് എണീറ്റ് പുറത്തേക്കാണ് ഇറങ്ങി നടക്കുന്നത്. ഇവിടെ ഹീറോ പതിയെ നടന്നു വരുമ്പം അവിടെ ഹീറോയിൻ ഓടി വരുന്നുണ്ട്. വീണ് പരണ്ട് ഓടി വന്ന് നോക്കുമ്പം ഹീറോ അവിടെ നിൽക്കുന്നതാണ് കാണുന്നത്. അവൾക്ക് അത്രത്തോളം സന്തോഷം. ഹീറോയ്ക്കും അതിനപ്പുറം ഹാപ്പി. അവർ രണ്ടും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും കാണിച്ച് ഇവിടെ നമ്മുടെ ഗോഡിനെയാണ് കാണുന്നത്. പുള്ളി ഒരു ബുക്ക് വായിച്ച് ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ആ ബുക്ക് താഴേക്ക് വെക്കുന്നുണ്ട്. അതിന്റെ പേര് ലവ് ബിയോണ്ട് ദ ടൈം എന്നാണ്. ആ ബുക്കിനെ ഒന്ന് നേരെ കാണിച്ച് ഈ സീരീസ് ഇവിടെ കഴിയുകയാണ്.